ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. അനുഗ്രഹിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങൾക്കായി കഥാ സ്തോത്രം ചെയ്യുന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಒಳ್ಳೆ ಸಮಯಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ದಾನ ಮತ್ತೊಂದು ಕഥാ സ്തോത്രം ചെയ്യുന്നു. ಮತ್ತೊಂದು ದಿವಸವನ್ನು ನಮಗೆ ದಾನವಾಗಿ ಕೊಟ್ಟಿರುವ ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ. ಎಲ್ಲರಿಗೂ ವಂದನೆ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ അറിയിക്കുന്നു. ಎಲ್ಲರಿಗೂ ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆ ತಿಳಿಸುತ್ತೇನೆ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് പകൽ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ದೈವಿಕ ಆಲೋಚನೆ ಕರ್ತನು ನನಗೆ ಕೊಟ್ಟಿರುತ್ತಾನೆ. വളരെ വേഗത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ಬಹಳ ವೇಗದಲ್ಲಿ ದೇವರ ಆಲೋಚನೆಗೆ ನಾನು ಹೋಗಲು ಸಿದ್ಧವಾಗಿದ್ದೇನೆ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൽ അടയ്ക്കാം. ಒಂದು ನಿಮಿಷ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನೆಲ್ಲ ಮುಚ್ಚೋಣ. ഇന്ന് പകൽ നമ്മുടെ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അകല വേളയിൽ ನಮ್ಮ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಲ್ಪಟ್ಟು ನಾವು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ಕರ್ತನೇ, ನೀವೇ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಿರಿ. അങ്ങ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ಅಪ್ಪ, ನೀವೇ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಿರಿ. ദൈവവചനത്താൽ ഞങ്ങളെ പണിയണമേ. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಮ್ಮನ್ನು ಕಟ್ಟಿರಿ ಸ್ವಾಮಿ. ഞങ്ങളോട് അറിയിക്കുന്ന ദൈവത്തിന്റെ ആലോചന ಅಪ್ಪ, ನೀವು ಕೊಡುವಂತ ದೈವಿಕ ಆಲೋಚನೆ ഒന്നുപോലും മറച്ചു വെക്കാതെ ಒಂದು ಕೂಡ ದೇವರೇ ಮರೆ ಮಾಡದೆ ഞങ്ങളോട് ശക്തമായി സംസാരിക്കുന്ന കൃപയ്ക്ക് നന്ദി. ದೇವರೇ, ನೀವು ಶಕ್ತವಾಗಿ ಮಾತನಾಡುವನೆ ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ. എല്ലാ തടസ്സങ്ങളും മാറി പോകട്ടെ. ಎಲ್ಲ ತಡೆಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಿ ಹೋಗಲಿ. വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ವಾಕ್ಯದ ಸತ್ಯಗಳನ್ನು ನಾವು ಗ್ರಹಿಸಿಕೊಳ್ಳುವಂತೆ കണ്ണുകളങ്ങ് തുറക്കണമേ. ಅಪ್ಪ, ನಮ್ಮ ಆತ್ಮಿಕ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಬೇಕು. ഞങ്ങളെ കർത്താവേ, ചെവികളങ്ങ് തുറക്കണമേ. ಕರ್ತನೆ, ನಮ್ಮ ಆತ್ಮಿಕ ಕಿವಿಗಳನ್ನು ತೆರೆಯಬೇಕು. ഞങ്ങളെ ഹൃദയത്തങ്ങ് തുറക്കണമേ. ನಮ್ಮ ಹೃದಯಗಳನ್ನು ತೆರೆಯಬೇಕಪ್ಪ. വളരെ ഏകാഗ്രതയോടായിരിക്കാൻ, ಬಹಳ ಏಕಾಗ್ರತೆಯಿಂದ ನಿನ್ನ ಸನ್ನಿಧಿಯಲ್ಲಿ വചനത്തിന്റെ ಇರಲಿಕ್ಕೆ, ഭയത്തോടായിരിക്കാൻ ವಾಕ್ಯದ ಭಯದೊಂದಿಗೆ ಇಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಲಿಕ್ಕೆ ಆಗುವಂತೆ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ದೇವರೇ, ನೀವು ಸಹಾಯ ಮಾಡುವ ಕೃಪೆಗಾಗಿ ഞങ്ങളെ ಸ್ತೋತ್ರ. സൗഖ്യമാക്കണമേ. ಅಪ್ಪ, ನೀವು ಸೌಖ್ಯಪಡಿಸಿರಿ. ഞങ്ങളെ വിടുവിക്കണമേ. ಅಪ್ಪ, ನೀವು ಜನಗಳನ್ನು ಬಿಡುಗಡೆ ಮಾಡಿ യേശുവിൻ നാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ನಾವು ಒಟ್ಟಾಗಿ ಸೇರಿ അങ്ങയുടെ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. സാന്നിധ്യ ശക്തിയോടെ വ്യാപരിക്കുന്ന കൃപയ്ക്ക് ಅಪ್ಪ, നന്ദി. ನಿಮ್ಮ ಸಾನ್ನಿಧ್ಯ ಶಕ್ತಿಯೊಂದಿಗೆ ವ್ಯಾಪರಿಸುವುದಕ್ಕಾಗಿ ദൈവ ಸ್ತೋತ್ರ. മഹത്വം ശക്തിയോടെ ചലിക്കുന്ന കൃപയ്ക്ക് നന്ദി. ದೇವರ ಮಹಿಮೆ ಶಕ್ತಿಯೊಂದಿಗೆ ಚಲಿಸುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. മുട്ടോളമല്ല, അരയോളമല്ല, ಅಪ್ಪ, ಸೊಂಟದವರೆಗೆ ಎಲ್ಲ ಮೊಣಕಾಲುವರೆಗೆಲ್ಲ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ದೇವರೇ ಆತ್ಮನ ನಿಯಂತ್ರಿಸಕ್ಕೆ ಸಾಧ್ಯವಾಗದ ഒരു ರೀತಿಯಲ್ಲಿ വലിയ ആത്മപ്രവാഹം എന്ന് പറയുടെ വെളിപ്പെടുക. ಒಂದು ದೊಡ್ಡ ಆತ್ಮನ ಪ್ರವಾಹದ ನದಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹರಿದು ಬರಲಿ. ഓ, ഒരു വലിയ ആത്മപകർച്ച നമ്മൾ സംഭവിക്കുക. ಒಂದು ದೊಡ್ಡ ಆತ್ಮನ ಕಾರ್ಯಗಳನ್ನು ಇಲ್ಲಿ ಸಂಭವಿಸಲೆಪ್ಪ. നമ്മളെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തുന്ന കൃപയ്ക്ക് നന്ദി ಅಪ್ಪ, പറയുന്നു. ನೀವು ಪರಮಾರ್ಥಿಕವಾದ ಒಂದು ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ. എല്ലാ മഹത്വം അംഗീകരിക്കുന്നു. ಎಲ್ಲ ಮಹಿಮೆ ನಿಮಗೆ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. ಪ್ರಾರ್ಥನೆ ಕೇಳಿದ ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ತಂದೆ. ആമേൻ. ಆಮೆನ್. കരമുയർത്തി കഥാവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರಗಳ ಎತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ಹಾಲೆಲೂಯ. യൂദയുടെ ലേഖനം അതിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വാക്യം. യൂദയുടെ ലേഖനം ಯೂದನು ಬರೆದ ಪತ್ರಿಕೆ 20-ാം വാക്യം, 20-21 വാക്യം. 20-21 ವಾಕ್ಯ. നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുവി. ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകം തൊട്ട് മുമ്പുള്ള പുസ്തകം. വെളിപ്പാട് പുസ്തകം തൊട്ട് മുമ്പുള്ള പുസ്തകം. ಅದು ಪ್ರಕಟಣೆ 21 20-21 വാക്യം. 20-21 20 and 21. ಪ್ರಿಯರೇ, ನೀವಾದರೂ ನಿಮಗಿರುವ ಅತಿ ಪರಿಶುದ್ಧವಾದ ಕ್ರಿಸ್ತ ನಂಬಿಕೆಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಭಕ್ತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿಯನ್ನು ಹೊಂದುತ್ತಾ ಪವಿತ್ರಾತ್ಮ ಪ್ರೇರಿತರಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ನಿತ್ಯ ಜೀವಕ್ಕಾಗಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಕರುಣೆಯನ್ನು ಎದುರು ನೋಡುತ್ತಾ ನಿಮ್ಮನ್ನು ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ ಕಾಪಾಡಿಕೊಳ್ಳಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവിടെ നാം വായിച്ച വാക്യം എങ്ങനെയായിരുന്നു? അതിവിശുദ്ധ വിശ്വാസം, ಅತಿ ಪರಿಶುದ್ಧವಾದ ಕ್ರಿಸ್ತ ನಂಬಿಕೆಯನ್ನು. ആമേൻ. യൂദ ഈ ലേഖനം എഴുതുന്ന സമയത്ത്, ಯೂದನು ಈ ಪತ್ರಿಕೆ ಬರೆಯುವ ಸಮಯದಲ್ಲಿ, യേശു കർത്താവിന്റെ സഹോദരൻ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. ಯೇಸು ಕರ್ತನಾದ ಸಹೋದರನು ಯೂದನು ಈ ಪತ್ರಿಕೆಯನ್ನು ಬರೆದನು. യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ 2 യൂദമാരുണ്ടായിരുന്നു. ಯೇಸು ಕರ್ತನಾದ ಶಿಷ್ಯರಿಗೆ, ಯೇಸು ಕರ್ತನಿಗೆ 2 ಶಿಷ್ಯರಿದ್ದರು. ഒന്ന് യാക്കോബിന്റെ സഹോദരൻ യൂദ, ಒಂದು ಯಾಕೋಬನ ಸಹೋದರನ ಯೂದನು, 2 യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കರಿಯೋത്ത് യൂദ. ಎರಡನೇದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಹಿಡಿದುಕೊಟ್ಟಂತ ಇಸ್ಕರಿಯೋತ್ ಯೂದನು. എന്നാൽ ഈ ലേഖനം എഴുതിയത് യേശുവിന്റെ സഹോദരനായ യൂദയാണ്. ಆದ್ರೆ ಈ ಲೇಖನವನ್ನು ಬರೆದದ್ದು ಯೇಸುವಿನ ಸಹೋದರನಾದ ಯೂದನು. മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങൾ. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 13ನೇ ಅಧ್ಯಾಯ 55ನೇ ವಾಕ್ಯ. 13-ാം അധ്യായം 55-56 ವಾಕ್ಯ. 13ನೇ ಅಧ್ಯಾಯ ಅದರ 15ನೇ ವಾಕ್ಯ. ಯೇಸು ಕ್ರಿಸ್ತನ ಈ ಸಾಮೆಗಳನ್ನು ಮುಗಿಸಿದ ಮೇಲೆ ಅಲ್ಲಿಂದ ಹೊರಟು ಹೋದನು. ತರುವಾಯ ಆತನು ತನ್ನ ಊರಿಗೆ ಬಂದು ಅಲ್ಲಿರುವ ಸಭಾಮಂದಿರದಲ್ಲಿ ಜನರಿಗೆ ಉಪದೇಶ ಮಾಡುತ್ತಿದ್ದನು. ಅವರು ಕೇಳಿ ಅತ್ಯಾಶ್ಚರ್ಯಪಟ್ಟರು. ಇದ್ದವನಿಗೆ ಈ ಜ್ಞಾನವು ಈ ಮಹತ್ಕಾರ್ಯಗಳು ಎಲ್ಲಿಂದ ಬಂದಿದ್ದವು? ಇವನು ಆ ಬಡಗಿಯ ಮಗನಲ್ಲವೇ? ಇವನ ತಾಯಿ ಮರಿಯಳಲ್ಲವೇ? ಯಾಕೋಬ, ಯೋಸೇಪ, ಸೀಮೋನ,
ಯೂದ ಇವರು Okay, ಇವನ ಮതി. Hallelujah. ತಮ್ಮನಲ್ಲವೇ? ಹಾಲೆಲೂಯ. യേശുവിന്റെ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. ಯೋಸಪ್ಪನ ಯೇಸುವಿನ ಸಹೋದರನಾದ ಯೂದ. ಯೇಸುವಿನ ಸಹೋದರನಾದ ಯೂದನು ಈ ಪತ್ರಿಕೆಯನ್ನು ಬರೆದನು. യോഹന്നാൻ സുവിശേഷം 7-3 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 7-ാം ಯೋಹಾನನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ അതിന്റെ 3 മുതൽ ഉള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ಅದರ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಓದ್ತಾ ಬರುವಾಗ, കർത്താവിന്റെ പുനരുത്ഥാനത്തിന് വരെ, യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്നവരെ, ಕರ್ತನ ಪುನರುತ್ಥಾನ, ಯೇಸು ಕ್ರಿಸ್ತನು ಸತ್ತು ಉಣಲ್ಪಟ್ಟು ಎದ್ದೇಳುವವರೆಗೂ യേശു സഹോദരന്മാരും യേശു വിശ്വസിച്ചില്ലായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನ ಸಹೋದರರು ಯಾರು ನಂಬಲಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-14 വാക്യത്തിൽ, ಹಾಗಾದ್ರೆ ಅಪೊಸ್ತಲ ಕೃತ್ಯ 1ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯದಲ್ಲಿ 120 ഒരുമിച്ച് മർക്കോസിന്റെ മാളിമറയിൽ കൂടിയ സമയത്ത്, 120 ಜನರು ಮಾರ್ಕೋಸ್ನ ಮಾಳಿಗೆ ಮೇಲೆ ಇರುವಾಗ, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന സമയത്ത്, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಗಾಗಿ ಕಾಯುತ್ತಿರುವಾಗ, യേശുവിന്റെ അമ്മയും യേശുവിന്റെ സഹോദരന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನ ತಾಯಿಯು ಯೇಸು ಕ್ರಿಸ್ತನ ಸಹೋದರರು ಆ ಗುಂಪಲ್ಲಿ ಇದ್ದರು. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തതിനു ശേഷം ಕರ್ತನು ಸತ್ತು ಉಣಲ್ಪಟ್ಟು 3ನೇ ದಿನ ಎದ್ದ ನಂತರ യേശുവിന്റെ സഹോദരന്മാരായ ಯೇಸು ಕ್ರಿಸ್ತನ ಸಹೋದರರು യാക്കോബും യൂദയും യേശു വിശ്വസിക്കാനിടയെത്തുന്നു. ಯಾಕೋಬ ಯೂದನು യൂദ യേശു വിശ്വസിക്കാനിടയെത്തുന്നു. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನಂಬಿದರು. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് യൂദയുടെ ലേഖനം. ಬಹಳ ಆಶ್ರಯಿಸಲ್ಪಟ್ಟಂತ ಯೂದನ ಪತ್ರಿಕೆ. ഒറ്റ അധ്യായമേ യൂദ എഴുതിയിട്ടുള്ളൂ. ಒಂದೇ ಒಂದು ಅಧ್ಯಾಯ ಆತನು ಬರೆದನು. ഒറ്റ അധ്യായമാണെങ്കിലും ಒಂದೇ ಅಧ್ಯಾಯ ಆದ್ರೂ ಕೂಡ വളരെ ശക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ലേഖനം. ಬಹಳ ಶಕ್ತವಾಗಿ ಚುರುಕಾಗಿ ಬರೆಯಲ್ಪಟ್ಟಂತ ಈ ವಾಕ್ಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിങ്ങൾ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ನೀವು ನಮ್ಮ ಜೊತೆಯಲ್ಲಿದ್ದೀರಿ ನಂಬುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അല്പസമയം നമുക്ക് ദൈവവചനം പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ಅಲ್ಪ ಸಮಯ ದೇವರ ವಾಕ್ಯವನ್ನು ಧ್ಯಾನ ಮಾಡಿಸಿ ಮತ್ತೆ ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. സന്തോഷമുണ്ടെന്ന് പകൽ ಸಂತೋಷ ಉಂಟಾಗಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂയ. പ്രാർത്ഥനയോടെ നാം യൂദയുടെ ലേഖനത്തിൽ കയറാൻ വേണ്ടി പോകാം. ಪ್ರಾರ್ಥನೆಗಾಗಿ ಯೂದನ ಲೇಖನಕ್ಕಾಗಿ ನಾನು ಹೋಗುತ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത്, ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത്, ನಾನು ಬೈಬಲ್ ಕಾಲೇಜ್ ಕಲ್ತಂತ ಸಮಯದಲ್ಲಿ 2 ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചു 5 വർഷം. 2 ബൈബിൾ കോളേജിൽ 2 ബൈബിൾ ಕಾಲೇಜ್ 5 ವರ್ಷ ನಾನು ಓದಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ. ബൈബിൾ കോളേജിൽ നിങ്ങൾ എത്ര പഠിച്ചാലും, ബൈബിൾ ಕಾಲೇಜ್ ಎಷ್ಟು ಕಲ್ತರೋ, ബൈബിളിലെ പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ അധ്യായങ്ങളുടെ മുഴുവൻ വിവരം നമുക്ക് കിട്ടത്തില്ല. ಬೈಬಲ್ ಎಷ್ಟು ನಾವು ಬೈಬಲ್ ಕಾಲೇಜ್ ಎಷ್ಟು ಮಾಡಿದರೂ ವಾಕ್ಯದ ಎಲ್ಲಾ ಗೂಢಾರ್ಥಗಳು ನಮಗೆ ಸಿಕ್ಕುವುದಿಲ್ಲ. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഔട്ട്ലൈൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. ಅದರ ಹೆಡ್ಲೈನ್ಸ್ ಮೇಲೇನೆ ಇರುವಂತ ವಾಕ್ಯಗಳು ಮಾತ್ರ ಸಿಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ. ഇന്ന് പകൽ നാം ബൈബിൾ കോളേജിൽ പഠിച്ചതിനേക്കാളും കുറച്ചുകൂടെ ആഴത്തിൽ ಈ ಅಗಲ ವೇಳೆಯಲ್ಲಿ ಬೈಬಲ್ ಕಾಲೇಜ್ ಕಲ್ತದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಆಳಕ್ಕೆ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില വെളിപ്പാടുകൾ, ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಕೊಟ್ಟಂತ ಕೆಲವೊಂದು ദൈവവചന അടിസ്ഥാനത്തിൽ ದೇವರ ವಾಕ್ಯದ ಅಡಿಸ್ಥಾನದಲ್ಲಿ ഇന്ന് പകൽ നമ്മൾ കൈമാറാൻ വേണ്ടി ಈ പോകും. ಅಗಲ ವೇಳೆಯಲ್ಲಿ ನಾನು ಅದನ್ನು ವರ್ಗಾಯಿಸಲು ಹೋಗುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവവചനം കേൾക്കുക എന്നത് വലിയ അനുഗ്രഹപ്പെട്ട കാര്യമാണ്. ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುವುದು ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಕಾರ್ಯ. വചനം കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. ಆ ವಾಕ್ಯಗಳನ್ನು ಕೇಳುವಾಗ ಅನೇಕ ಕಾರ್ಯಗಳು ಸಂಭವಿಸುತ್ತವೆ. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, ಯೇಸು ಒಂದು ಸಾರಿ ಶಿಷ್ಯರೊಂದಿಗೆ ಹೇಳಿದರು, നിങ്ങൾ കേട്ട ദൈവവചന മുഖാന്തരം ನೀವು ಕೇಳಿದಂತ ದೇವರ ವಾಕ್ಯದ ಮೂಲಕ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി മാറി. ನೀವು ಪರಿಶುದ್ಧರಾಗಿ ಮಾರ್ಪಟ್ಟಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വചനം കേൾക്കുമ്പോൾ ವಾಕ್ಯಗಳನ್ನು ಕೇಳುವಾಗ നാം ശുദ്ധിയുള്ളവരായി മാറും. ನಾವು ಪರಿಶುದ್ಧರಾಗಿ ಮಾರ್ಪಡುತ್ತೇವೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പത്രോസ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ಪೇತ್ರನು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿದಾಗ, കേട്ട ഉള്ളിൽ കുത്തുകൊണ്ടു. ಪೇತ್ರನು ಹೇಳಿದಾಗ ದೇವರ ವಾಕ್ಯವು ಕೆಲವರ ಹೃದಯದಲ್ಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇവിടെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ಇಲ್ಲಿ ಏನು ಹೇಳ್ತಾರೆ ನಂಗೆ ಗೊತ್ತಿಲ್ಲ. കേരളത്തിലൊക്കെ ഒത്തിരി ഞാൻ കേട്ടതാ. ಕೇರಳದಲ್ಲಿ ನಾನು ಕೇಳಿದ್ದು, ഈ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ചത്, ಈ ಒಂದು ವಾರದಲ್ಲಿ ಪಾಸ್ಟರ್ ಪ್ರಸಂಗ ಮಾಡಿದ್ದು, എന്നെ കുത്തിയെ പ്രസംഗിച്ചത്, ನನ್ನನ್ನು ತೋರಿಸಿ ಗುದ್ದಿ ಮಾತನಾಡಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പലരും കംപ്ലൈന്റ് പറയാറുണ്ട്, ഞങ്ങളെ കുത്തി മനഃപൂർവ്വമായി പാസ്റ്റർ പ്രസംഗിച്ചു. ಅನೇಕರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಅನೇಕರು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಪಾಸ್ಟರ್ ನನ್ನ ಕುರಿತಾಗಿ ಅನೇಕ ವಿಷಯಗಳನ್ನು ಮಾತಾಡಿದ್ದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ನಾನು ಅದನ್ನು ನಂಬುವುದಿಲ್ಲ. ദൈവവചനം കേൾക്കുമ്പോൾ ದೇವರ ವಾಕ್ಯ ಕೇಳುವಾಗ പരിശുദ്ധാത്മ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮ ಒಳಗೆ നമുക്ക് ಇರುವುದಾದರೆ കുത്തുകൊള്ളും. ನಮಗೆ ಅದು ಗುದ್ದಿದಂತೆ ಆಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതായത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, വചനം കേൾക്കുന്ന സമയത്ത് ಅದು ಕೆಲವು ಸಲ ನನಗೆ ತೋರಿದ ಹಾಗೆ ಆಗ್ತದೆ. ವಾಕ್ಯ ಕೇಳುವ ಸಮಯ എന്നോട് സംസാരിക്കുന്നത് പോലെ, ನನ್ನ ಜೊತೆಯಲ್ಲಿ ಅದು ಮಾತನಾಡುವ എന്റെ ರೀತಿಯಲ್ಲಿ, കുറവുകൾ വെളിപ്പെടുന്നത് പോലെ ನನ್ನ ಕೊರತೆಗಳು ಪ್ರಕಟಪಡಿಸುವ നാം ರೀತಿಯಲ್ಲಿ മാനസാന്തരപ്പെടാൻ തയ്യാറായ ನಾವು ಮಾನಸಾಂತರ ಪಡಲಿಕ್ಕೆ ತಯಾರಾದ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ದೇವರು ನಮ್ಮನ್ನು ഒരു നല്ല ಆಶೀರ್ವದಿಸುತ್ತಾರೆ. ഹല്ലേലൂയ പറഞ്ഞാൽ ಒಂದು ಒಳ್ಳೆ ಹಾಲೆಲೂಯ ಹೇಳೋಣ. ಹಾಲೆಲೂಯ. ദൈവവചനം കേൾക്കുമ്പോൾ ഒന്ന് നാം ശുദ്ധീകരണം പ്രാപിക്കും. ದೇವರ ವಾಕ್ಯ ಕೇಳುವಾಗ ಒಂದನೇದಾಗಿ ನಾವು ಶುದ್ಧೀಕರಣ ಹೊಂದುತ್ತೇವೆ. 2 ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് കുത്തുകൊള്ളാൻ സാധ്യതയുണ്ട്. ಎರಡನೇದಾಗಿ ದೇವರ ವಾಕ್ಯಗಳನ್ನು ಕೇಳುವಾಗ ನಮ್ಮ ಒಳಗೆ ಅದು ಚುಚ್ಚಿದಂತೆ ಆಗುತ್ತದೆ. അത് പരിശുദ്ധാത്മ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്. ಅದು ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವಂತ ಮುಖಾಂತರವಾಗಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 3 ദൈവവചനം കേൾക്കുന്ന സമയത്ത് ಮೂರನೇದಾಗಿ ದೇವರ ವಾಕ್ಯ ಕೇಳುವ നമ്മുടെ ಸಮಯದಲ್ಲಿ അകത്ത് ആത്മാവിന്റെ തീ കത്താനിടയെത്തി. ನಮ್ಮ ಒಳಗೆ ಆತ್ಮನ ಬೆಂಕಿ ಉರಿಯಲು ಪ್ರಾರಂಭಿಸುತ್ತದೆ. വചനം കേൾക്കുന്ന സമയത്ത് ವಾಕ್ಯಗಳು ಕೇಳುವ ಸಮಯದಲ್ಲಿ നാം സൗഖ്യമായി തീരും. ನಾವು ಸೌಖ್ಯ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ದೇವರ ವಾಕ್ಯಕ್ಕೆ ಶಕ್ತಿ ಇದೆ. ദൈവത്തോളം ശക്തിയുണ്ട് ದೇವರ ദൈവവചനത്തിന്. ವಾಕ್ಯಕ್ಕೆ ದೇವರಿಗಿಂತ ಶಕ್ತಿ ಇದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കൈയടിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ ആരാധിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ പിശാച് വിഷയമല്ല.
ನೀವು ಕೈ ಹೊಡೆಯುವಾಗ ಆಡುವಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಅದು ದೊಡ್ಡ ವಿಷಯವಲ್ಲ. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ, ಆದ್ರೆ ದೇವರ ವಾಕ್ಯ ಕೇಳುವಾಗ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പലരും ആരാധിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആക്റ്റീവായി ഇരിക്കാറുണ്ട്. ಕೆಲವರು ಪ್ರಾರ್ಥಿಸುವಾಗ ಆರಾಧಿಸುವಾಗ ಎಲ್ಲ ಆಕ್ಟಿವ್ ಆಗಿರ್ತಾರೆ. എന്നാൽ ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ, ಆದ್ರೆ ದೇವರ ವಾಕ್ಯ ಹೇಳುವಾಗ നാം അറിയാതെ ക്ഷീണം വരും, ನಾವು ಗೊತ್ತಿಲ್ಲದದು ಬಲಹೀನರಾಗಿ നാം ಹೋಗುತ್ತೇವೆ, അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകും. ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಕಣ್ಣುಗಳು കാരണം ಮುಚ್ಚಲ್ಪಡುತ್ತವೆ. പിശാച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ಕಾರಣ ಸೈತಾನ್ ಇಷ್ಟಪಡುವಂತ ಒಂದೇ ಒಂದು ಕಾರ್ಯ, നിങ്ങൾ ദൈവവചനം കേൾക്കാൻ പാടില്ല, ನೀವು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಲು ಅದು ಗ್ರಹಿക്കാൻ ಬಾರದು, ಪಾಡಿಲ್ಲ, ಅದನ್ನು ಗ್ರಹಿಸಲು ಬಾರದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. യൂദയുടെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ಯೂದನ ಲೇಖನಕ್ಕೆ ನಾವು ಬರುವ അതിന്റെ ഒന്നാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ಅದರ 1ನೇ ವಾಕ್ಯವನ್ನು ನಾನು ಓದುತ್ತೇನೆ. യേശു ക്രിസ്തുവിന്റെ ദാസനും ಯೇಸು ಕ್ರಿಸ್ತನ ದಾಸನು, യാക്കോബിന്റെ സഹോദരനുമായ യൂദ, ಯಾಕೋಬನ ಸಹೋದರನಾದ ಯೂದನು, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, ತಂದೆಯಾದ ದೇವರಿಂದ ಪ್ರೀತಿಸಲ್ಪಟ್ಟನು, യേശു ക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടു, ಯೇಸು ಕ್ರಿಸ್ತನಿಂದ ಕಾಪಾಡಲ್ಪಟ್ಟನು, ഇരിക്കുന്നവരായ ಇದಕ್ಕಾಗಿ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, ಕರೆಯಲ್ಪಟ್ಟವರಿಗಾಗಿ ಬರೆಯುವಂತದ್ದು, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ನಿಮಗೆ ಸಮಾಧಾನವು ದೇವರಲ್ಲಿ ಇರಲಿ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. അപ്പൊ യൂദ ഈ ലേഖനം എഴുതുന്ന സമയത്ത്, ಯೂದನು ಈ ಲೇಖನ ಬರೆಯುವ ಸಮಯದಲ್ಲಿ, യൂദ തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗം, ಯೂದನು ತನ್ನನ್ನು ಪರಿಚಯಪಡಿಸಿಕೊಳ್ಳುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. താൻ യേശുവിന്റെ സഹോദരന യൂദ, ತನ್ನ ಯೇಸುವಿನ പക്ഷെ ಸಹೋದರನಾಗಿದ್ದಾನೆ. ആദ്യം താൻ പറഞ്ഞ വാക്യതായിരുന്നു, ಆದ್ರೆ ಮೊಟ್ಟ ಮೊದಲಾಗಿ ಅವನು ಹೇಳಿದ ഞാൻ ಮಾತಿದೆ, യേശുവിന്റെ ദാസന. ನಾನು ಯೇಸು ಕ್ರಿಸ್ತನ ದಾಸನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും ദാസൻ എന്ന വാക്ക് നാം പറയുമ്പോൾ ಹಾಗಾದ್ರೆ ಸರಿಯಾಗಿ ದಾಸನು ಎಂಬುದಾಗಿ ಮಾತನ್ನು ಹೇಳುವಾಗ അതിന് അടിമ എന്നാണ് അർത്ഥം, അടിമ. ಅದರ ಅರ್ಥ ಅವನು ದಾಸನು, ಅವನು ಅದಕ್ಕೆ ಗುಲಾಮನಾಗಿದ್ದಾನೆ അപ്പൊ യൂദ ಎಂಬುದಾಗಿ. തന്നെ പരിചയപ്പെടുത്തുന്നത്, ಹಾಗಾದ್ರೆ ಯೂದನು ತನ್ನನ್ನು ഞാൻ ಪರಿಚಯಪಡಿಸಿ, യേശുവിന്റെ ദാസനും ನಾನು ಯೇಸು ಕ್ರಿಸ್ತನ രണ്ട് ದಾಸನಾಗಿದ್ದೇನೆ, സഹോദരനുമാണ്. ಅವನು ಸಹೋದರನು. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി ലേഖനം എഴുതിയത്? ಯಾರಿಗಾಗಿ ಸಹೋದರ ಬರೆದ ಈ Praise God. ವಾಕ್ಯ ಬರೆದನು? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നടന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. ಒಂದು ಸಾರಿ ನಾನು ಹೀಗೆ ಕೇಳಿದ್ದೇನೆ, ಅದು ನಡೆದಿದೆ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. കേരളത്തിൽ ചർച്ചിൽ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಕೇರಳದ ಪಾಸ್ಟರ್ ಚರ್ಚೆಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ കൊരിന്ത ലേഖനത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ಕೋರಿಂತ ಲೇಖನ ಕುರಿತಾಗಿ ಅವರು ಪ್ರಸಂಗ അപ്പൊ ആ ಮಾಡುತ್ತಿದ್ದರು. സഭയെ കുറിച്ചുള്ള ആ സഭയുടെ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ അങ്ങനെ വെളിപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ಅವರು ಆ ಸಭೆಯಲ್ಲಿರುವಂತ ಕೊರತೆಗಳ ಕುರಿತಾಗಿ ಅಲ್ಲಿ അപ്പൊ ಮಾತಾಡ್ತಿದ್ದರು. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ മുമ്പോട്ട് കടന്നു വന്ന് ಆ ചോദിച്ചു, ಮೀಟಿಂಗ್ ಆದ ಮೇಲೆ ಒಂದು ತಂದೆ ಮುಂದೆ ಬಂದು ಕೇಳಿದರು, പൗലോസ് കൊരിന്തിലേക്കുള്ള ലേഖനം എഴുതിയത്? ಪೌಲೋಸನು ಕೊರಿಂತ ಲೇಖನ ಬರೆದನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അത് ഞങ്ങൾക്ക് എന്താ കാര്യം? ಆದ್ರೆ ಅದರಲ್ಲಿ ನಮಗೇನು ಕಾರ್ಯ ಇದೆ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമൻ. ഓരോ ലേഖനം പൗലോസോ അല്ലെങ്കിൽ യാക്കോബോ യോഹന്നാനോ എഴുതുന്ന സമയത്ത് ಒಂದೊಂದು ಪತ್ರಿಕೆ ಯಾಕೋಬನು ಪೌಲೋಸನು ಬರೆಯುವಂತ ಸಮಯದಲ್ಲಿ ആ പ്രാദേശിക സഭകൾക്ക് വേണ്ടി മാത്രമുള്ള ലേഖനമല്ല. ಅವರಿಗೆ ಆ ಸ್ಥಿತಿಗತಿಗೆ ಇರುವಂತ ಲೇಖನ ಮಾತ್ರ ಅಲ್ಲ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದ വീണ്ടെടുക്കപ്പെട്ട ಮೂಲಕ ವಿಮೋಚನೆ ಹೊಂದಿದ ആഗോളവ്യാപകമായുള്ള ലോകവ്യാപകമായുള്ള ಆ ಲೋಕ ವ್ಯಾಪಕವಾಗಿ ಇರುವಂತ എല്ലാ സഭകളും ഉൾക്കൊണ്ടുകൊണ്ട് ಎಲ್ಲ ಸಭೆಯನ್ನು ಸೂಚಿಸಿ എഴുതപ്പെട്ട ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങളെല്ലാം. ಬರೆಯಲ್ಪಟ್ಟಂತ ಲೇಖನ ಆಗಿದೆ ಈ ಲೇಖನ. യൂദ ലേഖനം എഴുതിയത് ആർക്ക് വേണ്ടി? ಯೂದನು ಲೇಖನ ಬರೆದು ಯಾರಿಗಾಗಿ? 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ಕಾರ್ಯಗಳಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഒന്ന്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. ಒಂದನೇ, ತಂದೆಯಾದ ದೇವರನ್ನು ಪ್ರೀತಿಯಿಂದ ಸೇರಿಸಲ್ಪಟ್ಟ. 2, യേശു ക്രിസ്തുവിന്റെ സൂക്ഷിക്കപ്പെട്ടവർ. ಎರಡನೇದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನಿಂದ ಕಾಯಲ್ಪಟ್ಟವರು. 3, ദൈവത്തിനെ വിളിക്കപ്പെട്ടവർ. ಮೂರನೇದಾಗಿ ದೇವರಿಂದ ಕರೆಯಲ್ಪಟ್ಟವರು. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ಇನ್ನೊಂದು ಸಾರಿ ಹೇಳುತ್ತೇನೆ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, ತಂದೆಯಾದ ದೇವರಲ್ಲಿ ಪ್ರಿಯರಾದವರು, യേശു ക്രിസ്തു സൂക്ഷിക്കപ്പെട്ടവർ, ಯೇಸು ಕ್ರಿಸ್ತನಿಗಾಗಿ ಕಾಯಲ್ಪಟ್ಟವರು, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ದೇವರಿಗಾಗಿ ಕರೆಯಲ್ಪಟ್ಟವರು. ഇവർക്കാണ് ഈ ലേഖനം യൂദ എഴുതിയത്. ಇವರಿಗಾಗಿ ಲೇಖನ ಯೂದನು ಬರೆದನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ചെറിയ കാര്യമല്ല. ಅದು ಚಿಕ್ಕ ಕಾರ್ಯ ಅಲ್ಲ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ಇಲ್ಲಿ ಇರುವಂತ ನಾವು ಒಬ್ಬೊಬ್ಬರು ಕೂಡ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. ತಂದೆಯಾದ ದೇವರಿಂದ ಪ್ರೀತಿಸಲ್ಪಟ್ಟವರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം യേശുവിനെ തെരഞ്ഞെടുത്തതല്ല, ನಾವು ಯೇಸುವನ್ನು ಆರಿಸಿಕೊಂಡದಲ್ಲ, യേശു നമ്മെ തെരഞ്ഞെടുത്തത്. ಯೇಸು ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾರೆ. യോഹന്നാൻ സുവിശേഷം 3-16 വാക്യം. ಯೋಹಾನ ಸುವಾರ್ತೆ 3ನೇ ಅಧ್ಯಾಯ 16ನೇ സൺഡേ ವಾಕ್ಯ. സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതെ അറിയുന്ന വാക്യമാണ്. ಸಂಡೇ ಸ್ಕೂಲ್ ಮಕ್ಕಳಿಗೂ ಇದು ಗೊತ್ತಿದೆ ವಾಕ್ಯ. തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ತನ್ನ ಒಬ್ಬನೇ ಮಗನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ഏവനും നശിച്ചു പോകാതെ ಯಾವನಾದರೂ ನಷ್ಟಪಟ್ಟು ಹೋಗದೆ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ನಿತ್ಯ ಜೀವನ ಹೊಂದಿಕೊಳ್ಳುವುದು. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ದೇವರು ಲೋಕವನ್ನು ಪ್ರೀತಿಸಿದನು. ചിലർ ട്രാൻസ്ലേഷൻ കൊടുത്ത ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ದೇವರು ಲೋಕವನ್ನು ಅಷ್ಟು ಮಾತ್ರಕ್ಕೆ ಪ್ರೀತಿಸಿದನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം പദം ഇങ്ങനെ പറയാറുണ്ട്. 3ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳುವ ಪದವಿದೆ, ദൈവം തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ದೇವರು ತನ್ನ ಒಬ್ಬನೇ ಮಗನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಂಬಿಕೆ ಇಡುವಂತ എനിക്ക് വേണ്ടി. ನನಗಾಗಿ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടാതെ നാം ಹಾಗಾದ್ರೆ ಇವತ್ತು ನಾವೆಲ್ಲರೂ ದೇವರಿಂದ ಪ್ರಿಯರಾದವರು. സന്തോഷമുണ്ടെന്ന് പകൽ ಸಂತೋಷ ಉಂಟಾ? മറ്റാരും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും ಮತ್ತೆ ಯಾರು ನಮ್ಮನ್ನು ಪ್ರೀತಿಸದಿದ್ದರು പിതാവും ദൈവത്താൽ നമ്മെ സ്നേഹിക്കപ്പെട്ടവർ. ತಂದೆಯಾದ ದೇವರು ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿದ್ದಾನೆ. നാം അത് ചെറിയവരല്ല, ನಾವು ಯಾರು ಚಿಕ್ಕವರಲ್ಲ, നാം അത് സാധാരണക്കാരല്ല. ನಾವು ಅಸಾಧಾರಣ ಜನರಲ್ಲ. ലോകം നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും ಲೋಕ ನಮ್ಮನ್ನು ಪ್ರೀತಿಸದಿದ್ದರು പിതാവും ദൈവം നമ്മെ സ്നേഹിച്ചത്. ತಂದೆಯಾದ ದೇವರು ನಮ್ಮನ್ನು ഹല്ലേലൂയ. ಪ್ರೀತಿಸಿದನು. ಹಲ್ಲೆಲೂಯ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, ದೇವರಿಂದ ಪ್ರೀತಿಸಲ್ಪಟ್ಟವರು, യേശു ക്രിസ്തുവിനോട് സൂക്ഷിക്കപ്പെട്ടവർ. ಯೇಸು ಕ್ರಿಸ್ತನಿಂದ ಕಾಯಲ್ಪಟ್ಟವರು. കൂടെ ഉണ്ടോ?
ആ ಜೊತೆಯಲ್ಲಿ വാക്കത്ത് വിശദീകരിക്കണമെന്ന് എനിക്കുണ്ട്. ಆ ಮಾತುಗಳನ್ನು വിശദീകരിക്കണം എന്ന് ಆ ആഗ്രഹം. ಮಾತುಗಳನ್ನು ವಿಸ್ತಾರಪಡಿಸಬೇಕೆಂಬುದಾಗಿ ഹല്ലേലൂയ. ಇಚ್ಛೆ ಇದೆ. ശ്രദ്ധിച്ച്, യേശു ക്രിസ്തുവിനോട് സൂക്ഷിക്കപ്പെട്ടവർ. ಯೇಸು ಕ್ರಿಸ್ತನಿಂದ ಕಾಯಲ್ಪಟ್ಟವರು. ആമേൻ. ಆಮೆನ್. ഇന്ന് പകൽ ദൈവത്തെ നാം സൂക്ഷിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ಈ ಆಗಲನ ವೇಳೆಯಲ್ಲಿ ನಾವು ದೇವರಿಂದ ಕಾಯಲ್ಪಟ್ಟವರು ಎಂಬುದಾಗಿ ಯಾರಿಗಾದ್ರೂ ಗೊತ್ತಿದೆಯಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ಕ್ರಿಸ್ತುവിനോട് സൂക്ഷിക്കപ്പെട്ടവർ, ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಕಾಯಲ್ಪಟ್ಟವರು, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ದೇವರಿಂದ ಕರೆಯಲ್ಪಟ್ಟವರು. ഇന്ന് നാം ഇവിടെ ഇരിക്കാനുള്ള കാരണം ಇವತ್ತು ನಾವು ಇಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಲು ಕಾರಣ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട്, ದೇವರು ನಮ್ಮನ್ನು ಆರಿಸಿದ ദൈവം നമ്മെ ಮೂಲಕ, വിളിച്ചത് കൊണ്ടാണ്. ದೇವರು ನಮ್ಮನ್ನು ಕರೆದ ನಿಮಿತ್ತವಾಗಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ಈ ಆಗಲನ ವೇಳೆ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ದೇವರಿಂದ ಪ್ರೀತಿಸಲ್ಪಟ್ಟ, യേശുവിനോട് സൂക്ഷിക്കപ്പെട്ട, ಯೇಸುವಿನಲ್ಲಿ ನಮ್ಮನ್ನು ಕಾಯಲ್ಪಟ್ಟ, ദൈവത്തിന് ഇവിടെ വിളിക്കപ്പെട്ട, ದೇವರಿಂದ ಕರೆಯಲ್ಪಟ್ಟಂತ അവർക്ക് വേണ്ടിയുള്ള 3 ആശംസ, 3 അനുഗ്രഹം. ಅವರಿಗಾಗಿ ಇರುವಂತ 3 ಆಶೀರ್ವಾದಗಳು. ഒന്ന്, നിങ്ങൾക്ക് കരുണയും ಒಂದು, ನಿಮಗೆ ಕರುಣೆಯು, സമാധാനവും ಶಾಂತಿಯು, സ്നേഹവും ഉണ്ടാകട്ടെ. ಪ್ರೀತಿಯು ಹೆಚ್ಚಾಗಲಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനൊരു അനുഗ്രഹം, ഇങ്ങനൊരു ആശംസ ಹೀಗೆ ಇರುವಂತ ಒಂದು ಆಶೀರ್ವಾದ മറ്റൊരു ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ಬೇರೆ ಲೇಖನದಲ್ಲಿ ನಮಗೆ ಕಾಣಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ചില ലേഖനങ്ങളിൽ കൊടുത്തത് കരുണയും സ്നേഹവും എന്ന് മാത്രമേ ഉള്ളൂ. ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟದ್ದು ಕರುಣೆಯು, ಶಾಂತಿಯು, ചിലടത്ത് കനിവെന്നും കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ഓക്കേ, ഹല്ലേലൂയ. ഈ 3 തരത്തിലുള്ള അനുഗ്രഹം ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ಈ 3 ರೀತಿಯ ಆಶೀರ್ವಾದಗಳನ್ನು ಇಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾರೆ. നാം അതിന്റെ മൂന്നാം വാക്യം വായിക്കുന്നു. 3ാം വാക്യം, ಅದರ 3ನೇ ವಾಕ್ಯ ಓದ್ತೇನೆ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ಪ್ರಿಯರೇ, ನಮಗೆ ಉದುವಾಗಿರುವ ರಕ್ಷಣೆಯ ವಿಷಯದಲ್ಲಿ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും ನಿಮಗೆ ಬರೆಯುವುದಕ್ಕೆ ಪೂರ್ಣ ಆಸಕ್ತಿಯಿಂದ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ബലമേൽപ്പിച്ചിരിക്കുന്ന ಪ್ರಯತ್ನ ಮಾಡುತ್ತಿದ್ದ ದೇವಜನರಿಗೆ ಶಾಶ್ವತವಾಗಿ ಇರುವ ಒಡಂಬಡಿಕೆ, വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡುವುದಕ್ಕಾಗಿ പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ಎಚ್ಚರಿಸಿ ಬರೆಯುವುದು ಅವಶ್ಯವೆಂದು ತೋಚಿತು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. യൂദ ಈ ലേഖനം എഴുതുന്ന സമയത്ത് ಯೂದನು ಈ ಪತ್ರಿಕೆ ಬರೆಯುವ ಸಮಯದಲ್ಲಿ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചു. ಹೊಸ ರಕ್ಷಣೆಯ ಕುರಿತಾಗಿ ಅವನು ಬರಿತಾ ಇದ್ದಾನೆ. സകലർക്കും, യഹൂദന്മാർക്കും പുറത്തുള്ള എല്ലാവർക്കും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ, ಎಲ್ಲರಿಗೂ ಒಂದೇ ರೀತಿಯಾದ ರೀತಿಯಲ್ಲಿ, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നത് പോലെ ಎಲ್ಲರಿಗೂ ಅದನ್ನು ಅಂಗೀಕರಿಸುವ ರೀತಿಯಲ್ಲಿ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ರಕ್ಷಣೆಯ ಕುರಿತಾಗಿ എഴുതുവാൻ ആഗ്രഹിച്ചെങ്കിലും ನಾನು ಬರೆಯುತ್ತೇನೆ ಎಂಬುದಾಗಿ, ಎಚ್ಚರಿಸಿ ಬರೆಯುತ್ತೇನೆ ಎಂಬುದಾಗಿ ദുരുപദേഷ്ടകന്മാരുടെ ഒരു വലിയ ആക്രമണ സഭയ്ക്കെതിരെ ഉണ്ടായി. ದುರುಪದೇಶಕರ ದೊಡ್ಡ ಆಕ್ರಮ ಸಭೆಗೆ ಉಂಟಾಯಿತು. യൂദയ്ക്ക് മനസ്സിലായി, ഇനി എഴുതേണ്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം. ಯೂದನಿಗೆ ಅರ್ಥವಾಯಿತು, ಇನ್ನು ಬರೆಯಬೇಕಾದ್ರೆ ಒಂದೇ ಒಂದು ಕಾರ್ಯ ಮಾತ್ರ. വിശുദ്ധന്മാർക്ക് വേണ്ടി ബലമേൽപ്പിക്കപ്പെട്ട, ಪರಿಶುದ್ಧರಿಗಾಗಿ ಅದು ಒಪ್ಪಿಸಲ್ಪಟ್ಟಂತ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനു വേണ്ടി പോരാടുന്ന യൂദ ആവശ്യപ്പെടുന്നു? ನಾನು ನಿಮ್ಮ ಹತ್ರ ಕೇಳುತ್ತೇನೆ, ಯಾವುದಕ್ಕಾಗಿ ಹೋರಾಡಬೇಕೆಂಬುದಾಗಿ ಇಷ್ಟಪಡುತ್ತಾರೆ? വിശ്വാസത്തിന് വേണ്ടി. ನಂಬಿಕೆಗಾಗಿ. എന്തിനു വേണ്ടിയാ? ಯಾವುದಕ್ಕಾಗಿ? ഒന്ന് ശബ്ദമെത്തി പറ. ಶಬ್ದವೆತ್ತಿ ಹೇಳಿರಿ, ನಂಬಿಕೆಗಾಗಿ. ഹല്ലേലൂയ. ആമേൻ. Thank you. Good. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ ಕೆಲವು ವಾರಗಳ ನಂತರ, ഞാൻ ഇത് മീറ്റിംഗിന് പോയ സമയത്ത്, ಕೆಲವು ವಾರಗಳ ಮುಂಚೆ ನಾನು ಮೀಟಿಂಗ್ ಹೋದ അത് സമയದಲ್ಲಿ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പാസ്റ്റേഴ്സ് ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ ಸ್ವಲ್ಪ ಪಾಸ್ನವರು ಒಟ್ಟಾಗಿ ಮಾತನಾಡುವಾಗ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞൂടെ എത്തുന്നു. ಒಂದು ದೇವದಾಸರು ನನ್ನೊಂದಿಗೆ ಹೀಗೆ ಹೇಳಿದರು. ഇന്ന് പലരും ചിന്തിക്കുന്ന, നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ಅನೇಕರು ನಮ್ಮ ಕುರಿತಾಗಿ ಚಿಂತಿಸುವ ಒಂದು യേശു കർത്താവിന്റെ വരവിന്റെ മുമ്പേ ಯೇಸು ಕರ್ತನ ಬರಣದ ഒരു ಮುಂಚಿತವಾಗಿ വലിയ ഉണർവ് സംഭവിക്കും. ಒಂದು ದೊಡ್ಡ ಒಂದು ಉಚ್ಚುವನ ಸಂಭವಿಸುತ್ತದೆ. 1000 സ്നാനപ്പെടും, 1000 ಜನರು ದೀಕ್ಷಾಸ್ಥಾನ ಹೊಂದುತ್ತಾರೆ, അനേകർ വിടുവിക്കപ്പെടും. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾರೆ. അത് യേശുവിന്റെ വരവിന് മുമ്പ് ഒരു ലക്ഷണമായിട്ട് നമ്മളിൽ കാണുന്നു. ಅದು ಯೇಸು ಕ್ರಿಸ್ತನ ಬರಣದ ಒಂದು ಸೂಚನೆ ಎಂಬುದಾಗಿ ನಮಗೆ ತಿಳಿಕೊಳ್ಳಬೇಕು. അത് തെറ്റല്ല, അത് ശരിയാ. ಅದು ತಪ್ಪಲ್ಲ, ಅದು ನಿಜವಾಗಿದೆ. അത് സംഭവിച്ചിരിക്കും. ಅದು ಸಂಭವಿಸೇ യേശുവിന്റെ ಸಂಭವಿಸುತ್ತದೆ. വരവിന് മുമ്പേ ಯೇಸುವಿನ ಬರಣದ ഒരു ಮುಂಚೆ വലിയ കൊയ്ത്ത് സംഭവിക്കും. ಒಂದು ದೊಡ್ಡ ಕೊಯ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. 1000 സ്നാനപ്പെടും, 1000 ಜನರು ದೀಕ್ಷಾಸ್ಥಾನ ಹೊಂದುತ್ತಾರೆ, അനേകർ വിടുവിക്കപ്പെടും. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്നാൽ യേശുവിന്റെ വരവിന് മുമ്പേ ಹಾಗಾದ್ರೆ ಯೇಸುವಿನ ಬರಣದ ಮುಂಚೆ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ಸಂಭವಿಸುವ ಹೆಚ್ಚು ಪ್ರಧಾನವಾದ ಒಂದು ಕಾರ್ಯ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ ಲೂಕನ ಸುವಾರ್ತೆ 12ನೇ ಅಧ್ಯಾಯ. കർത്താവ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ಕರ್ತನು ಹೀಗೆ ಹೇಳಿದನು, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ ಮನುಷ್ಯ ಪುತ್ರನು ಭೂಮಿಗೆ ಬರುವಾಗ വിശ്വാസം കണ്ടെത്തുമോ? ನಂಬಿಕೆ ಕಾಣಲ್ಪಡುತ್ತದೋ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എനിക്ക് തോന്നുന്നു ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8ാം വാക്യമാണെന്ന് തോന്നുന്നു. ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 18-ാം അധ്യായം 18ನೇ ಅಧ್ಯಾಯ, അതിന്റെ 8ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ಅದರ 8ാം വാക്യം അവസാന ഭാഗം. ಹೀಗಿದ್ದರೂ ಮನುಷ್ಯ ಕುಮಾರನು ಬಂದಾಗ ಭೂಮಿಯ ಮೇಲೆ ನಂಬಿಕೆಯನ್ನು ಕಾಣುವನು ಅಂದನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കർത്താവ് തന്നെ ചോദിച്ചൊരു ചോദ്യം, ಕರ್ತನು ಕೇಳಿದಂತ ಒಂದು ಪ್ರಶ್ನೆ, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ ಮನುಷ್ಯ ಕುಮಾರನು ಭೂಮಿಗೆ ಬಂದಾಗ വിശ്വാസം കണ്ടെത്തുമോ? ನಂಬಿಕೆಯನ್ನು ಕಾಣುವನು? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ. ഇന്ന് പകൽ കർത്താവിന്റെ വരവിന്റെ മുമ്പേ ಈ ಆಗಲ ವೇಳೆ ಕರ್ತನ ಬರಣದ ಮುಂಚೆ അനേക തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ಅನೇಕರು ತಪ್ಪಿ ಹೋಗಲು ಸಾಧ್ಯತೆ ಇದೆ. അനേക വിശ്വാസം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ಅನೇಕರ ನಂಬಿಕೆ ಕುಂದಿ ಹೋಗಲು ಸಾಧ್ಯತೆ ಉಂಟು. ഹല്ലേലൂയ. അത് ലക്ഷണമാണ്.
ಅದು ಒಂದು ಲಕ್ಷಣವಾಗಿದೆ. പല ഭാഗത്തും അനേകർ വിശ്വാസത്തിൽ വീണു പോകുന്നു. ಅನೇಕ ಭಾಗದಲ್ಲಿ ನಂಬಿಕೆಯಲ್ಲಿ ಅನೇಕರು ಬಿದ್ದು ಹೋಗುತ್ತಾರೆ. ഒരിക്കൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, ಒಂದು ವೇಳೆ ಸಕ್ತವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟ, നന്നായി വിശുദ്ധിയിൽ ജീവിച്ച, ಒಳ್ಳೆಯದಾಗಿ ಪರಿಶುದ್ಧ ಜೀವಿತ ಮಾಡಿದ അനേകർ തെറ്റിപ്പോകുന്നു. ಅನೇಕರು ತಪ್ಪಿ ಹೋಗುವ ಸಂಭವ അതൊരു ಇದೆ. ലക്ഷണമാണ്. ಅದೊಂದು ಲಕ್ಷಣವಾಗಿದೆ. അതുകൊണ്ട് തന്നെ യൂദ അതിനെ ശക്തമായി യൂദ അത് എടുത്തു പറയുകയാണ്. ಅದರಿಂದಾಗಿ ಯೂದನು ಶಕ್ತವಾಗಿ ಅದನ್ನು ತೆಗೆದು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലും ബലമേൽപ്പിക്കപ്പെട്ട, ಪರಿಶುದ್ಧರಿಗಾಗಿ ಒಪ್ಪಿಸಲ್ಪಟ್ಟಂತ, വിശ്വാസത്തിന് വേണ്ടി ನಂಬಿಕೆಗಾಗಿ നിങ്ങൾ പോരാടേണ്ടത് ആവശ്യമാണ്. ನೀವು ಹೋರಾಡಬೇಕೆಂಬುದಾಗಿ ಅಗತ್ಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്ത് ചെയ്ത യൂദ ആവശ്യപ്പെട്ടത്? ಯಾಕಾಗಿ ಯೂದನು ಆ ರೀತಿಯಾಗಿ ಇಷ್ಟಪಟ್ಟನು? ഒരിക്കലായി ബലമേൽപ്പിക്കപ്പെട്ട, ಒಂದು ಸಾರಿ ನಿಮಗೆ ಒಪ್ಪಿಸಲ್ಪಟ್ಟ വിശ്വാസത്തിന് വേണ്ടി ನಂಬಿಕೆಗಾಗಿ നിങ്ങൾ പോരാടേണ്ടത് ആവശ്യം. ನೀವು ಹೋರಾಡಬೇಕೆಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ചില വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. ಆ ವಾಕ್ಯಗಳು ನಾವು ಬೇಗನೆ ಓದೋಣ. റോമലേഖനം അതിന്റെ 15-ാം അധ്യായം. റോമലേഖനം 15-ാം അധ്യായം. ರೋಮನು ಬರೆದ ಪತ್ರಿಕೆ 15ನೇ ಅಧ್ಯಾಯ. റോമലേഖനം 15-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. റോമലേഖനം 15-ാം അധ്യായം 15-ാം അധ്യായം 31-ാം വാക്യം. ದೇವರು ನನ್ನನ್ನು ಯೂದಾಯದಲ್ಲಿರುವ ಅವಿಧೇಯರ ಕೈಗೆ ತಪ್ಪಿಸಬೇಕೆಂತಲೂ ಯೆರೂಸಲೇಮಿಗೋಸ್ಕರ ನಾನು ಮಾಡುವಂಥ ಈ ಧರ್ಮ ಕಾರ್ಯವು ಅಲ್ಲಿರುವ ದೇವಜನರಿಗೆ ಹಿತಕರವಾಗಿ ತೋರಬೇಕೆಂದಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಹೀಗೆ ನಾನು ದೇವರ ಚಿತ್ತಾನುಸಾರವಾಗಿ ಆನಂದವುಳ್ಳವನಾಗಿ ನಿಮ್ಮಲ್ಲಿಗೆ ಬಂದು ನಿಮ್ಮ ಸಂಗಡ ವಿಶ್ರಾಂತಿ ಹೊಂದಲಾಗದು. ಶಾಂತಿದಾಯಕನಾದ ದೇವರು ನಿಮ್ಮೆಲ್ಲರೊಂದಿಗಿರಲಿ. ഹല്ലേലൂയ. ഇങ്ങനെയാണ് വാക്യം. ഇങ്ങനെ ഞാൻ ദൈവഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്നും അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ എന്തിനൊക്കെ വേണ്ടി നാം പോരാടണം? ಹಾಗಾದ್ರೆ ಯಾವುದಕ್ಕಾಗಿ ನಾವು ಹೋರಾಡಬೇಕು? ഒന്ന് വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ಒಂದು ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡಬೇಕು. രണ്ട് നാം പ്രാർത്ഥനയിൽ പോരാടണം. ಎರಡನೇದಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എങ്ങനെ പ്രാർത്ഥനയിൽ പോരാടാൻ പറ്റുന്നത്? ಹೇಗೆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಾವು ಹೋರಾಡಬೇಕು? ആത്മാവിലുള്ള പ്രാർത്ഥന, ಆತ್ಮನಿಂದ ತುಂಬಿದ ಪ್ರಾರ್ಥನೆ, അതൊരു പോരാട്ട പ്രാർത്ഥനയാണ്. ಅದು ಹೋರಾಟದ ಪ್ರಾರ್ಥನೆ. കർത്താവ് ക്രൂശിൽ മരിക്കുന്ന മുമ്പേ ಕರ್ತನು ಶಿಲುಬೆಯಲ್ಲಿ ಮರಣ ಹೊಂದುವ ಮುಂಚೆ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ಗೆತ್ಸೆಮನೆ ತೋಟದಲ್ಲಿ പ്രാർത്ഥനയിൽ പോരാടുന്നത് കാണാൻ കഴിയും. ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಿದನೆಂಬುದಾಗಿ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ താഴെ വീണു. ಯೇಸುವಿನ ಬೆವರು ಹನಿಗಳು ರಕ್ತದ ಹನಿಗಳಾಗಿ ಅಲ್ಲಿ ಕೆಳಗೆ ಬಿದ್ದವು. സകല മാനവ ജാതിയുടെയും ಸಕಲ ಮಾನವ ಜಾತಿಗಳ പാപത്തെ ഏറ്റെടുത്ത് ಪಾಪಗಳನ್ನು ತೆಗೆದುಕೊಂಡು കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ಕರ್ತನು ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಲ್ಲಿ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ಆತನು ಮೊಣಕಾಲೂರಿ ಪ್ರಾರ್ಥಿಸುವುದು ಕಾಣಲು ഒരു ಸಾಧ್ಯ. വലിയ പോരാട്ടം യേശു പ്രാർത്ഥന ಒಂದು കഴിക്കുന്നു. ದೊಡ್ಡ ಹೋರಾಟದ ಪ್ರಾರ್ಥನೆ ಯೇಸು ಮಾಡಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പൗലോസ് എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുണ്ടായി, ಎಫೆಸ ಲೇಖನದಲ್ಲಿ ಪೌಲನಿಗೆ സകല പ്രാർത്ഥനയാലും യാചനയാലും ಸಕಲ ಪ್ರಾರ್ಥನೆ ವಿಜ್ಞಾಪನೆ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു ಯಾವ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. അതിനെ ജാഗരിച്ചുകൊണ്ട് ಅದು ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿರಿ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത നിങ്ങൾ കാണിക്കണം. ಪೂರ್ಣ ಸ್ಥಿರತೆ ಅದು ಕಾಣಿಸುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പ്രാർത്ഥനയിൽ പോരാടണം. ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಬೇಕು. കരമെത്തി പറഞ്ഞ പ്രാർത്ഥനയിൽ പോരാടണം. ಕರಡುಗಳನ್ನು ಎತ್ತಿ ಹೇಳೋಣ, ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಬೇಕು. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ನೀವು ಆತ್ಮಾರ್ಥವಾಗಿ ಇಷ್ಟಪಡುವುದಾದ್ರೆ, ഇത് ഞാനൊരു ടീച്ചിങ് മാത്രമല്ല, ഇത് പ്രാവചിക സന്ദേശമാണ്. ಇದು ಟೀಚಿಂಗ್ ಮಾತ್ರ ಅಲ್ಲ, ಒಂದು ಪ್ರವಾದಿಯ ಸಂದೇಶ. നിങ്ങൾ ആഗ്രഹത്തോടെ ഇരുന്നാൽ ನೀವು ಆಸೆಯಿಂದ ഈ ಕುಳಿತುಕೊಳ್ಳುವುದಾದ್ರೆ, സന്ദേശം ಈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ಸಂದೇಶ ಕೇಳುವಾಗ നിങ്ങളുടെ മേൽ അഭിഷേകത്തെ ദൈവം പകരും. ನಿಮ್ಮ ಮೇಲೆ ಆ ಅಭಿಷೇಕ ದೇವರು ಇಳಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ, ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡಬೇಕು. പ്രാർത്ഥനയിൽ പോരാടാൻ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಟ ഇന്ന് ಮಾಡಬೇಕು. പകൽ അഭിഷേകത്തെ ദൈവം കൈമാറാൻ വേണ്ടി ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಆ ಅಭಿಷೇಕ ಇಳಿದು ಬರಲು ಹೋಗುತ್ತದೆ. വാംശമന വൈഡത അധികൽക്കമന ഗന്ധരി ഭൂതാബലദബ ശകലദബദി അന്തൽ വൈഗമന ഗന്ധരി ലാംശമന വൈഡത അധികൽക്കമന ഗസിയന്തരി ഭൂതാബലദ ഖനി അന്തൽ വൈഗമന ഗന്ധരി ദിഗൽക്കമന അടലദബ ശിയന്തൽ വൈഗമന ഗന്ധരി ദിഗൽക്കമന ಕಲ್ಬನಾಸಿ ಆಂದನಾದರಿ ಬಲಬರಿ ಬರ ആച്ഛത് കലാദികൽക്കമന യാന്തൽ വൈഗമന ഗന്ധരി ಗಡಗಡಗನ ಅಂದಲ್ವೇದಿ ಅಸ್ತರಾ ഭൂതാബലദബ ശകലദബദി അന്തൽ വൈഗമന ഗന്ധരി ಕಲ್ಬನಾಸಿ ಆಂದನಾದರಿ ಬಾಬಾ ಶಾಗರ ഭൂതാബലദബലദ ഗദയന്തൽ വൈഗമന ഗന്ധരി ദിഗൽക്കമന ഗന്ധരി വാംശമിനിയൽ വൈഡത ഹസ്കോദി അന്തൽ വൈഗമന ഗന്ധരി ಕಲ್ಬನಾಸಿ ಆಂದನಾದರಿ ഉടദ ശകല ദിഗൽക്കമന വൈസ്കനി യാന്തൽ വൈഗമന ഗന്ധരി ഉടദ ശബല ദിഗൽക്കന ഹന്തൽ വൈഗമന ഗന്ധരി ಕಲ್ಬನಾದರಿ ಆಂದನಾದರಿ ഓദബ ശകലദ സിയാന്തൽ വൈഗമന ഗന്ധരി ಆಮೆನ್ ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഒത്തിരി തെളിവുകൾ, ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ಅನೇಕ ಗೂಢಾರ್ಥಗಳು ಬೈಬಲ್ ಅಲ್ಲಿ ಇದೆ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ಆದಿಕಾಂಡ ಪುಸ್ತಕ 32-ാം അധ്യായം 32ನೇ ಅಧ್ಯಾಯದಲ್ಲಿ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ಯಾಕೋಬನು ಲಾಬಾಬನ ಮನೆಗೆ ಬರುವ ಸಮಯದಲ್ಲಿ യാബോക്ക് എന്ന കടവിനക്കരെ ಆ ಒಂದು ಸಮುದ್ರದ ಆಚೆ തന്റെ ഭാര്യമാരെയും തന്റെ കുഞ്ഞുങ്ങളെയും സമ്പത്തിനെല്ലാം ತನ್ನ ಮಕ್ಕಳನ್ನು ಅಲ್ಲಿ ಸಮ್ಮತಿಸಲಿಲ್ಲ. അക്കരെ കടത്തിയ ശേഷം ಆಚೆ ದಡಕ್ಕೆ ಹೋದ ನಂತರ യാക്കോബോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ಯಾಕೋಬನು ಅಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഉഷസുദിച്ചപ്പോൾ ഉഷസ് രാവിലെ ആയപ്പോൾ ಬೆಳಿಗ್ಗೆ ಆದಾಗ ഹല്ലേലൂയ, അവ ദൂതം വന്നു എന്നെ വിടുക,
ದೂತನು ಬಂದು ಹೇಳ್ತಾನೆ, ನನ್ನನ್ನು ಬಿಡು. ಯಾಕೋಬನು, ನೀ ಎന്നെ ಅನುಗ್ರಹಿಸല്ലാതെ ഞാൻ വിടുകയില്ല. ಯಾಕೋಬನು ಹೇಳ್ತಾನೆ, ನೀ ನನ್ನನ್ನು ಆಶ್ರಯಿಸದೆ ಹೊರತು ನಾನು ನಿನ್ನನ್ನು ಬಿಡುವುದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് അവിടെ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ಯಾಕೋಬನಲ್ಲಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡುತ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ಆಗ ದೇವರು ಅವನೊಂದಿಗೆ ಕೇಳಿದರು, ನಿನ್ನ അപ്പോൾ നിന്റെ ಹೆಸರೇನು? പേര് യാക്കോബ് എന്നാ. ಅವನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ನನ್ನ ಹೆಸರು ಯಾಕೋಬನು. അവൻ ഉടനെ ദൈവത്തിന്റെ മറുപടി, ಆಗ ದೇವರ ಉತ್ತರ, നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ನೀನು ದೇವರಲ್ಲಿಯೂ ಮನುಷ್ಯರಲ್ಲಿಯೂ ನೀನು ಜಯಿಸಿ ಹೋರಾಟ നിന്റെ പേര് ಮಾಡಿ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാകും. ನಿನ್ನ ಹೆಸರು ಯಾಕೋಬನಲ್ಲ ಇಸ್ರಾಯೇಲನೆಂಬುದಾಗಿ ಆಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവത്തോട് മനുഷ്യരെ മല്ല് പിടിച്ച് ജയിച്ചത്? ಹೇಗೆ ಅವನು ದೇವರೊಂದಿಗೆ ಮನುಷ್ಯರೊಂದಿಗೆ ಹೋರಾಡಿ അവൻ ಜಯಿಸಿದನು? പ്രാർത്ഥനയിൽ പോരാടുന്നവനാണ്. ಅವನು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡುವಂತ ಮನುಷ್ಯ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടി യാക്കോബിന്റെ പ്രത്യേകത, ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಡಿದಂತ ಯಾಕೋಬನ ಪ್ರತ್ಯೇಕತೆ, അവന്റെ പേര് ദൈവം മാറ്റി. ಅವನ ಹೆಸರನ್ನು ದೇವರು ആ ಬದಲಾಯಿಸಿದನು. പേര് രാജ്യത്തിന് മേൽ വന്നു. ಆ ಹೆಸರು ರಾಜ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಯಿತು. അവന്റെ സകല അവസ്ഥകളുടെ വ്യത്യാസം വരുത്തി. ಅವನ ಸಕಲ ಅವಸ್ಥೆಗಳ ಮೇಲೆ ದೇವರು ವ್ಯತ್ಯಾಸ ಕೊಟ್ಟನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരിക. ನಾನು ಬೇಗನೆ ಮುಂದೆ ಹೋಗ್ತೀನಿ. വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. ನಂಬಿಕೆಗಾಗಿ ನಾವು ಹೋರಾಟ ಮಾಡಬೇಕು. പ്രാർത്ഥനയിൽ നാം പോരാടണം. ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಾವು ಹೋರಾಟ ಮಾಡಬೇಕು. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 12ನೇ ಅಧ್ಯಾಯ അതിന്റെ 4-ാം വാക്യം. ಅದರ 4ನೇ ವಾಕ್ಯ. 12-ാം വാക്യം. ನೀವು ಪಾಪಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಹೋರಾಡುವುದರಲ್ಲಿ ಪ್ರಾಣ ಅಪಾಯದ ತನಕ ಇನ್ನೂ ಅದನ್ನು ಎದುರಿಸಲಿಲ್ಲ. ಮಕ್ಕಳಿಗೆ ಹೇಳುವಂತೆ ನಿಮಗೆ ಹೇಳಿದ ಎಚ್ಚರಿಕೆಯ ಮಾತನ್ನು ಮರೆತು ಬಿಟ್ಟಿರೋ. ഓക്കേ, താങ്ക് യു. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ನೀವು ಪಾಪಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಓಡಾಡುವುದರಲ್ಲಿ ಪ್ರಾಣ ಅಪಾಯದ ತನಕ ಇನ್ನೂ ಅದನ್ನು ಎದುರಿಸಲಿಲ್ಲ. അപ്പൊ നാം പാപത്തോട് പോരാടേണ്ട ആവശ്യമാണ്. ಹಾಗಾದ್ರೆ ನಾವು ಪಾಪಕ್ಕಾಗಿ ಹೋರಾಟ ಮಾಡುವುದು ಅವಶ್ಯವಾಗಿದೆ. ഒന്നുകൂടെ നിങ്ങളോട് പറയാം, ಇನ್ನೊಂದು ಸಾರಿ ಹೇಳುತ್ತೇನೆ, നമുക്ക് വേണ്ടി ഒരിക്കലായി ബലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ನಮಗಾಗಿ ಒಪ್ಪಿಸಲ್ಪಟ್ಟಂತ ಆ ನಂಬಿಕೆಗಾಗಿ ನಾವು ಹೋರಾಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. രണ്ട് പ്രാർത്ഥനയിൽ നാം പോരാടണം. ಎರಡನೇದಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಹೋರಾಟ ಮಾಡಬೇಕು. മൂന്ന് പാപത്തോട് പോരാടണം. ಮೂರನೇದಾಗಿ ಪಾಪದೊಂದಿಗೆ ನಾವು ಹೋರಾಟ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. പരീക്ഷ അകപ്പെടാതെ ഇപ്പം ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു. ನಾವು ಪರೀಕ್ಷೆಗೆ ಶೋಧನೆಗೆ ಒಳಗಾಗದಂತೆ ನಾವು ಎಚ್ಚರವಿದ್ದು ಪ್ರಾರ್ಥಿಸಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പാപത്തിന്റെ സ്വാധീനം ಪಾಪದ ಸ್ವಾಧೀನ ലോകം മുഴുവൻ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ಲೋಕ ಎಲ್ಲಾ ಕಡೆ ವ್ಯಾಪರಿಸುತ್ತಾ ಇದೆ. ഒത്തിരി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ പറ്റൂ. ಹೆಚ್ಚಾಗಿ ಪ್ರಾರ್ಥಿಸಿ ಹೋರಾಟ ಮಾಡಿದ್ರೆ ಮಾತ್ರ ನಾವು ಮುಂದೆ ಹೋಗಲು ಸಾಧ್ಯ. വളരെ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റൂ. ಬಹಳವಾದ ದೇವರ ಕೃಪೆ ನಮ್ಮಲ್ಲಿ ಇರುವುದಾದ್ರೆ ಮಾತ್ರ ಜೀವಿಸಲು ಸಾಧ್ಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പാപത്തോട് പോരാടിയില്ലെങ്കിൽ ನೀವು ಪಾಪದೊಂದಿಗೆ ಹೋರಾಟ ಮಾಡಲಿಲ್ಲದಿದ್ದರೆ അതിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ನಾವು ಬಿದ್ದು ಹೋಗಲು ಸಾಧ್ಯತೆ ಉಂಟು. ഉൽപ്പത്തി പഠിക്കുന്ന സമയത്ത്, ಯೋಸೇಫನ ಆದಿಕಾಂಡ ಪುಸ್ತಕ ಓದುವ ಸಮಯದಲ್ಲಿ, പോത്തിഫർ വീട്ടിൽ യോസേഫ് ആയിരിക്കുന്ന സമയത്ത്, ಪೋಟಿಫರನ ಮನೆಯಲ್ಲಿ ಯೋಸೇಫನಿರುವ ಸಮಯದಲ್ಲಿ, പോത്തിഫറുടെ ഭാര്യ ಪೋಟಿಫರನ ಹೆಂಡತಿ യോസേഫിനെ ഒരു ദിവസം നിർബന്ധിക്കുമായിരുന്നു തന്നെ കൂടെ ശയിക്കാൻ, പാപം ചെയ്യാൻ. ಯೋಸೇಫನೊಂದಿಗೆ ಪೋಟಿಫರನ ಹೆಂಡತಿ ಪಾಪ ಮಾಡುವುದಕ್ಕಾಗಿ എന്നാൽ യോസേഫ് ഒരിക്കലും അനുവാദം കൊടുത്തില്ല. ಆದ್ರೆ ಯೋಸೇಫನ ಅನುಮತಿ ಕೊಡಲಿಲ್ಲ. യോസേഫ് ಅದಕ್ಕೆ ಸಮ್ಮತಿಸಿಲ್ಲ. ಯೋಸೇಫನು ಅದಕ್ಕೆ ಅನುಮತಿ ಕೊಡಲಿಲ್ಲ. വളരെ ശക്തിയോടെ പോരാടി നിന്നു. ಬಹಳ ಶಕ್ತಿಯೊಂದಿಗೆ ಅವರು ಹೋರಾಟ ಮಾಡಿದರು. ശക്തിയോടെ എതിർത്ത് നിന്നു. ಶಕ್ತಿಯೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಿದರು. ഞാൻ പാപം ചെയ്ത് ദൈവത്തോട് അകലാൻ ആഗ്രഹിക്കുന്നില്ല. ನಾನು ಪಾಪ ಮಾಡಿ ದೇವರೊಂದಿಗೆ ಇರಲಿಕ್ಕೆ ಇಷ್ಟಪಡುವುದಿಲ್ಲ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആ ഒറ്റ കാരണം മുഖാന്തരം ಆ ಒಂದೇ ಒಂದು ಕಾರಣದ ಮೂಲಕ യോസേഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു. ಯೋಸೇಫನು ಕಾರಾಗೃಹದಲ್ಲಿ ಬಂಧಿಸಲ್ಪಟ್ಟನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു തെറ്റും ചെയ്യാതെ, ಒಂದು ಪಾಪವೂ ಮಾಡದೆ, ഒരു കുറ്റവും ചെയ്യാതെ, ಒಂದು ತಪ್ಪು ಮಾಡದೆ, ആ പാപം താൻ ചെയ്യാൻ അനുവാദം കൊടുക്കാത്തത് കൊണ്ട്, ಪಾಪ ಮಾಡ್ಲಿಕ್ಕೆ ಅನುಮತಿ ಕೊಡದೆ അതുകൊണ്ട് ನಿಮಿತ್ತವಾಗಿ, സഹരിക്കാത്തത് കൊണ്ട് ಅದರೊಂದಿಗೆ ಸಂಬಂಧ ಬೆಳೆಸದ താൻ ನಿಮಿತ್ತವಾಗಿ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. ಅವನು ಸೆರೆಮನೆಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ಟನು. എന്നാലും അവൻ ദൈവത്തോട് കൂടെ നിന്നു. ಆದ್ರೂ ಅವನು ದೇವರ ಜೊತೆಯಲ್ಲಿ ನಿಂತನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തോട് പോരാടുന്നത് ಪಾಪದೊಂದಿಗೆ ಹೋರಾಟ ಮಾಡುವುದಾದ್ರೆ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ಪಾಪದ ತ್ಯಾಗದೊಂದಿಗೆ ನಾವು ನಿಲ್ಲಬೇಕು. നമ്മുടെ ജീവിതാന്ത്യം വരെ, ನಮ್ಮ ಜೀವಿತದ കർത്താവിന്റെ വരെ വരെ, ಕರ್ತನ അല്ലെങ്കിൽ ಮರಣದವರೆಗೂ, നമ്മുടെ മരണം വരെ ನಮ್ಮ ಮರಣದವರೆಗೂ പാപത്തോട് പോരാടുന്നതിൽ ಪಾಪದೊಂದಿಗೆ ಹೋರಾಟ ಮಾಡಬೇಕು. പ്രാണത്യാഗത്തോളം എതിർത്ത് ನಾವು നിൽക്കണം. ಪ್ರಾಣ ತ್ಯಾಗವನ್ನು ಮಾಡಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാ യൂദാടെ പറയാനുള്ള കാരണം, ಕಾರಣ ಯೂದನು ಯಾಕೆ ಆ ರೀತಿಯಾಗಿ ಹೇಳಿಕೆ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി ബലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, ನಿಮಗಾಗಿ ಒಪ್ಪಿಸಲ್ಪಟ್ಟಂತ ನಂಬಿಕೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇത് മനുഷ്യനിൽ ഉണ്ടായ രക്ഷയല്ല. ಇದು ಮನುಷ್ಯರಿಗಾಗಿ ಉಂಟಾದ ഇത് ಲಕ್ಷ್ಯ ಅಲ್ಲ. മനുഷ്യനുണ്ടാക്കിയെടുത്തതല്ല. ಇದು ಮನುಷ್ಯನುಂಟು ಮಾಡಿ ഇത് ತೆಗೆದದಲ್ಲ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. ಇದು ದೇವರ ಕೃಪೆ, ಆತನ അതുകൊണ്ട് ಕರುಣೆ. എഫേസ്യരിൽ പൗലോസ് പറഞ്ഞത്, ಅದರಿಂದಾಗಿ ಪೌಲನು ಹೇಳಿದನು, കൃപയാലല്ലോ ಕೃಪೆಯಿಂದಲೂ നാം വിശ്വാസം മൂലം ನಂಬಿಕೆಯ ಮೂಲಕ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ್ದೇವೆ. അത് നിങ്ങളുടെ പ്രവൃത്തിക കാരണമല്ല, ಅದು ನಿಮ್ಮ ಪುಣ್ಯಕ್ರಿಯೆಗಳಿಂದ അത് ಅಲ್ಲ. ദൈവത്തിന്റെ ദാനമത്ര. ಅದು ದೇವರ ഒരു ದಾನವಾಗಿದೆ. നല്ല ഹല്ലേലൂയ പറഞ്ഞു. ಒಂದು ಒಳ್ಳೆ ಹಾಲೆಲು ಹೇಳೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഈ രക്ഷ ഉണ്ടാക്കിയെടുക്കാൻ, ಈ ರಕ್ಷಣೆ ಉಂಟು ಮಾಡಿ ഈ ತೆಗಿಲಿಕ್ಕೆ, രക്ഷയ്ക്ക് വേണ്ടി ಈ ರಕ್ಷಣೆಗಾಗಿ ദൈവത്തിന്റെ സ്വന്തം പുത്രനെ അമ്മ കൊടുത്തു. ದೇವರ ಸ್ವಂತ ಮಗನನ್ನೇ ನಮಗಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟನು. അപ്പൊ ഇത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട, ദൈവത്താൽ ഒരുക്കപ്പെട്ടത്. ಆದ್ರೆ ದೇವರಿಗಾಗಿ ಸಿದ್ಧ ಮಾಡಿದಂತ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ನಂಬಿಕೆಗಾಗಿ ನಾವು ಹೋರಾಟ ಮಾಡಬೇಕು. അതിന് 4-ാം വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ಅದರ 4ನೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ಹೋಗೋಣ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി
ഏകനാഥനും നമ്മുടെ കർത്താവുമായ യൂദയുടെ ലേഖനം 4 വാക്യം. യൂദയുടെ ലേഖനം 4 വാക്യം. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കി. ದೇವರ ಕೃಪೆಯು ದುಷ್ಕೃತ್ಯಗಳನ್ನು ತೆಗೆದುಹಾಕುವಂತದ್ದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട, ಆದ್ರ ನಿಮಿತ್ತವಾಗಿ ಅವನು ಒಂದು ಸಾರಿ ರಕ್ಷಣೆ ಹೊಂದಿದ ಮೇಲೆ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ, ಕೃಪೆಯ ಮೂಲಕ ರಕ್ಷಣೆ ദൈവത്തെ ಹೊಂದಿದವರು, അറിഞ്ഞവർ, ದೇವರನ್ನು ತಿಳ್ಕೊಂಡವರು, എത്ര വലിയ പാപം ചെയ്താലും ಎಷ್ಟು ದೊಡ್ಡ ಪಾಪ ಮಾಡಿದರು ഒരു കുഴപ്പമില്ലെന്ന്. ಒಂದು ಕೊರತೆ ಇಲ್ಲ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര രക്ഷിക്കപ്പെട്ട വ്യക്തി, ಎಷ್ಟೋ ರಕ್ಷಣೆ ಹೊಂದಿದಂತ ವ್ಯಕ್ತಿ, കർത്താവിനെ അറിഞ്ഞ വ്യക്തി ಕರ್ತನನ್ನು ತಿಳಿದಂತ പാപം ವ್ಯಕ್ತಿ ചെയ്താലും ಪಾಪ ಮಾಡಿದ್ರು വലിയ കുഴപ്പമില്ലെന്നുള്ള ಏನು ಕೊರತೆ ಇಲ್ಲ ഒരു ಎಂಬುದಾಗಿ ഉപദേശം ആ സഭയ്ക്കകത്ത് പറഞ്ഞു വരുത്തി. ಒಂದು ಉಪದೇಶ ಆ ಸಭೆಯಲ್ಲಿ ಹೇಳಿದರು. വചനത്തിൽ അത്ര പക്വതയില്ലാത്ത, ವಾಕ್ಯಕ್ಕೆ ಬದಲಾವಣೆ ಇಲ್ಲದ, കർത്താവിൽ അത്ര വളർന്നിട്ടില്ലാത്ത ಕರ್ತನ ವಾಕ್ಯ ಬೆಳೆಯಲಿಲ್ಲದ സാധാരണ വിശ്വാസികൾ ಸಾಧಾರಣ ವಿಶ್ವಾಸಿಗಳು അത് കേട്ട സമയത്ത് ಅದನ್ನು ಕೇಳಿದಂತ ಸಮಯದಲ್ಲಿ അവരത് വിശ്വസിച്ചു. ಅವರು ಅದನ್ನು ನಂಬಿದರು. അവർ ഇങ്ങനെ ചിന്തിച്ചു, ಅವರು ಹೀಗೆ ಯೋಚಿಸಿದರು, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്കിലും ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ್ದೇವೆ, പാപം ചെയ്താലും ಪಾಪ ಮಾಡಿದರು കുഴപ്പമില്ല, ನಮಗೆ ಏನ್ ತೊಂದರೆ ಇಲ್ಲ, കർത്താവ് ക്ഷമിക്കും. ಕರ್ತನು ಕ್ಷಮಿಸ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള പല ഉപദേശങ്ങൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಅಂತ ಉಪದೇಶಕರು ಶಕ್ತವಾಗಿ ಬೆಳೆದಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര വലിയ പാപം ചെയ്താലും ಎಷ್ಟು ದೊಡ್ಡ ಪಾಪ ಮಾಡಿದರು, കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ ಕರ್ತನನ್ನು ತಳ್ಳಿ ಹೇಳಿದರು ಕೂಡ കർത്താവ് ക്ഷമിക്കും. ಕರ್ತನು ಕ್ಷಮಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ಅದು ಕೂಡಲೇ ಸಂಭವಿಸ್ತದ. പാപം ചെയ്യും, ಪಾಪ ಮಾಡ್ತಾರೆ, ഏറ്റു പറയും, ಮತ್ತೆ ಕೊರತೆ ಹೇಳುತ್ತಾರೆ, പിന്നെയും ചെയ്യും, ಮತ್ತೆ ಮಾಡುತ್ತಾರೆ, പിന്നെയും ഏറ്റു പറയും, ಮತ್ತೆ ಒಪ್ಪಿಕೊಳ್ಳುತ್ತಾರೆ, പിന്നെയും ചെയ്യും, ಮತ್ತೆ ಮಾಡುತ್ತಾರೆ, പിന്നെയും ഏറ്റു ಮತ್ತೆ പറയും. ಒಪ್ಪಿಕೊಳ್ಳುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്നാൽ വചനം ഒരിക്കലും അങ്ങനെ നമ്മൾ അനുശ്വാസിക്കുന്നില്ല. ಆದ್ರೆ ವಾಕ್ಯ ಅದನ್ನು ಅಂಗೀಕರಿಸುವುದಿಲ್ಲ. ഒരിക്കൽ നമുക്ക് ദൈവത്തെ അറിഞ്ഞാൽ, ಒಂದು ಸಾರಿ ನಾವು ದೇವರನ್ನು ತಿಳಿದುಕೊಂಡರೆ, നാം ആരും പൂർണ്ണരല്ല, ನಾವು ಯಾರು ಪರಿಪೂರ್ಣರಲ್ಲ, നാം ആരും ദൂതന്മാരൊന്നുമല്ല. ನಾವು ಯಾರು ഈ ದೇವದೂತರಲ್ಲ, ലോകത്തിലാണ് ജീവിക്കുന്നത്. ಈ ಲೋಕದಲ್ಲಿ ನಾವು ಜೀವಿಸ್ತಾ പാപത്തെ ಇದ್ದೇವೆ. സ്വാധീനം ഈ ലോകത്തിലുണ്ട്. ಪಾಪದ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಸಹ ಈ നമുക്ക് ಲೋಕದಲ್ಲಿ തെറ്റുകൾ വരാം, ನಮಗೆ ತಪ್ಪುಗಳು ಬರಬಹುದು, കുറവുകൾ വരാം. ಕೊರತೆಗಳು ಬರಬಹುದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമ്മുടെ ദൈവത്തിൽ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കും. ನಮಗೆ ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ದೇವರಲ್ಲಿ പക്ഷെ ഒരിക്കൽ ಒಪ್ಪಿಕೊಳ್ಳುವ രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞ വ്യക്തി ಆದ್ರೆ ಒಂದು ಸಾರಿ ರಕ್ಷಣೆ ಹೊಂದಿ ಕರ್ತನನ್ನು ತಿಳಿದುಕೊಂಡ ವ್ಯಕ್ತಿ മനഃപൂർവ്വമായി പാപം ചെയ്താൽ ಮನಪೂರ್ವಕವಾಗಿ ಪಾಪ ಮಾಡುವುದಾದ್ರೆ അത് ദൈവം ക്ഷമിക്കത്തില്ല. ಅದು ದೇವರು ಕ್ಷಮಿಸುವುದಿಲ್ಲ. 1-2 ദോഷം ക്ഷമിച്ചേക്കാം, 1-2 ದೇವರು ಕ್ಷಮಿಸಬಹುದು. പക്ഷെ ಆವರ್ತಿച്ചു വന്നാൽ ಆದ್ರೆ ಮತ್ತೆ ಮತ್ತೆ ಬಂದರೆ ദൈവം ക്ഷമിക്കണമെന്നില്ല. ದೇವರು ಅದನ್ನು ಕ್ಷಮಿಸುವುದೇ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഒത്തിരി തെളിവ് എനിക്ക് വചനത്തിൽ എനിക്ക് പറയാനുണ്ട്. ಅನೇಕ ಕಾರ್ಯಗಳು ನನಗೆ ಹೇಳಲಿಕ್ಕಿದೆ, ഞാൻ കൊണ്ട് കിടക്കുന്നില്ല. ನಾನು ಅದಕ್ಕೆ ಹೋಗುದಿಲ್ಲ. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം, 2 പത്രോസ് 2-ാം അധ്യായം, 2 ಪೇತ್ರ 2ನೇ അതിന്റെ ಅಧ್ಯಾಯ 20 മുതലുള്ള വാക്യങ്ങൾ, ಅದರ 20ನೇ ವಾಕ್ಯಗಳು, എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ, ಇಬ್ರನೇ ಲೇಖನ 6-ാം അധ്യായം 4 മുതലുള്ള, 6ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯ, എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, ಇಬ್ರಿಯ ಬರೆದ 10-ാം ಪತ್ರಿಕೆ അധ്യായം 10ನೇ 26 മുതൽ ಅಧ್ಯಾಯ 26 മുതലുള്ള വാക്യങ്ങൾ, 26ನೇ ವಾಕ್ಯಗಳು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവിടൊക്കെ കൊടുത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ಅಲ್ಲೆಲ್ಲ ಇರುವಂತದ್ದು ಒಂದೇ ಕಾರ್ಯ. ഒരിക്കൽ നാം കർത്താവിനെ അറിഞ്ഞു, ಒಂದು ಸಾರಿ ನಾವು ದೇವರನ್ನು ತಿಳಿದುಕೊಂಡರೆ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ಸತ್ಯದ ಪರಿಜ್ಞಾನವನ್ನು നാം ತಿಳಿದುಕೊಂಡ രക്ഷിക്കപ്പെട്ട ശേഷം, ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ ಮೇಲೆ മനഃപൂർവ്വമായി പാപം ചെയ്താൽ ಮನಪೂರ್ವಕವಾಗಿ ಪಾಪ ഇനി ಮಾಡಿದಾಗ പാപങ്ങൾക്കൂടി യാഗം ശേഷിക്കുന്നില്ല. ಆ ಪಾಪಕ್ಕೆ ಯಾವ ಕ್ಷಮೆಯೂ ನಮಗೆ ಸಿಕ್ಕುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നാം തെറ്റിപ്പോകരുത്, ನಾವು ತಪ್ಪಿ ಹೋಗಬಾರದು, തെറ്റിപ്പോകരുത്. ನಾವು ತಪ್ಪಿ ಹೋಗಬಾರದು. ആരും നമ്മെ വഞ്ചിക്കാനിടയാകരുത്. ಯಾರು ನಮ್ಮನ್ನು ವಂಚಿಸಲಿಕ್ಕೆ, ദൈവവചനത്തിൽ നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ದೊಡ್ಡ ಬೋಧ್ಯ ನಮಗೆ ಇರಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. തെറ്റായ ഉപദേശങ്ങൾ വരുമ്പോൾ ತಪ್ಪಾದ ಉಪದೇಶಕರು ಬರುವಾಗ അതിന് ശക്തിയോടെ ಅದು നാം ಶಕ್ತಿಯೊಂದಿಗೆ എതിർത്ത് നിൽക്കണം. ನಾವು ಅದನ್ನು ಎದುರಿಸಿ ನಿಲ್ಲಬೇಕು. ദൈവവചനത്തോട് എതിർത്ത് നിൽക്കണം. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನೆಲೆ ನಿಲ್ಲಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കഴിയുമെങ്കിൽ സകല വൃദ്ധന്മാരും കൂടി തെറ്റിക്കുന്ന കാലഘട്ടം. ಆ ಸಾಧ್ಯವಾದ್ರೆ ಅನೇಕ ವೃದ್ಧರು ಕೂಡ ತಪ್ಪು ಮಾಡುವಂತ ಕಾಲಘಟ್ಟಳೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവൻ അനേകർ ബഹുമാനിച്ചുകൊണ്ടിരുന്ന, ಅನೇಕರಿಗೆ ನಾವು ಗೌರವಿಸುವಂತ ವ್ಯಕ್ತಿಗಳು, വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ടിരുന്ന, ಬಹಳ ಆಶಿಸಲ್ಪಟ್ಟಂತ ಜೀವಿತ ಮಾಡುವಂತ, അനേകരെ കർത്താവിനോട് നേടിയെടുത്ത, ಅನೇಕರಿಗಾಗಿ ಕರ್ತನಿಗಾಗಿ വിശുദ്ധിയോടെ ജീവിച്ച ಪರಿಶುದ್ಧದೊಂದಿಗೆ അനേക ಜೀವಿಸಿದ ഭക്തന്മാർ പട്ടുപോയ ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ಅನೇಕರು ಮುಗಿದು ಹೋದಂತ ಸಾಲದಲ್ಲಿ ನಾವು ಜೀವಿಸ್ತಾ ಇದ್ದೇವೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാനിങ്ങനെ പറയും, നമ്മൾ കളിക്കളത്തിലല്ല നിൽക്കുന്നത്, ನಾವು ಒಂದು ರಣರಂಗದಲ್ಲಿ ಅಲ್ಲ നാം ഒരു പടക്കളത്തിലാണ് നിൽക്കുന്നത്. ನಾವು ರಣರಂಗದಲ್ಲಿ ನಿಂತಿದ್ದೇವೆ. നമ്മുടെ മുമ്പിൽ അനേകർ പട്ടുപോയിട്ടുണ്ട്. ನಮ್ಮ ಹಿಂದೆ ಅನೇಕರು ಮುಗಿದು ಹೋಗಿದ್ದಾರೆ. 3-ാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ട ദൈവം മനുഷ്യൻ, ಪೂರ್ಣ ಸ್ವಾತಂತ್ರ್ಯದಿಂದ ತೆಗೆದಲ್ಪಟ್ಟಂತ ಮನುಷ್ಯರು, 9 കൃപാവരം ഓപ്പറേറ്റ് ചെയ്ത മനുഷ്യൻ, 9 ಕೃಪಾವರಗಳು ಹೊಂದಿದಂತ ಮನುಷ್ಯರು, 13 ലേഖന സഭയ്ക്ക് എഴുതിയ ദൈവ മനുഷ്യൻ, 13 ಲೇಖನಗಳನ್ನು ಸಭೆಗೆ ಬರೆದ ಮನುಷ್ಯರು, കർത്താവ് കഴിഞ്ഞാൽ ശക്തം ഉപയോഗിക്കപ്പെട്ട അപ്പോസ്തലൻ, ಕರ್ತನಿಗಾಗಿ ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಂತ ಅಪೊಸ್ತಲನು പൗലോസ് ഇങ്ങനെ പറയുക, ಪೌಲನಿಗೆ ಬರೀತಾನೆ, ഞാനാകുന്നത്
ನಾನು ಇರುವಂತದ್ದು കൃപയാലാകുന്നു. ದೇವರ ಕೃಪೆಯ നമുക്ക് എത്ര ಮೂಲಕ പേർക്ക് പറയാൻ പറ്റും? ನಾವೆಷ್ಟು ಜನ ಹೇಳ್ತೇವೆ ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം ಇವತ್ತು ನಾನು ಹಗಲ ವೇಳೆಯಲ್ಲಿ ഞാൻ ನಿಲ್ಲಲಿಕ್ಕೆ നിങ്ങളുടെ മുമ്പിൽ ಕಾರಣ, നിൽക്കുന്നത് ನಾನು ನಿಮ್ಮ ಮುಂದೆ എന്റെ ನಿಂತಿರುವುದು വിശുദ്ധി കൊണ്ടല്ല, ನನ್ನ ಪರಿಶುದ್ಧತೆಯಿಂದ എന്റെ ಅಲ್ಲ, മിടുക്ക് കൊണ്ടല്ല, ನನ್ನ ಕೃಪೆಯ എന്റെ ಕಾರ್ಯಗಳಿಂದ കഴിവ് ಅಲ್ಲ, കൊണ്ടല്ല. ನನ್ನ ಸಾಮರ್ಥ್ಯದಿಂದ എനിക്ക് ഒറ്റ ಅಲ್ಲ. പറയാനുള്ളൂ, ನಾನು ಒಂದೇ ಹೇಳ್ತೇನೆ, കർത്താവിന്റെ മഹാകൃപയാണ്. ಕರ್ತನ ಮಹಾಕೃಪೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് വരെ നിർത്തിയത് കർത്താവിന്റെ കൃപയാണ്. ಇದುವರೆಗೂ ನಾನು ನಿಲ್ಲಿಸಿದ್ದು ಕರ್ತನ നാളെ ಕೃಪೆಯಾಗಿದೆ. നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ನಾನು നാളെ നിൽക്കുന്നുണ്ടെങ്കിലും അതും ദൈവത്തിന്റെ കൃപയാണ്. ನಾಳೆ ನಾನು ನಿಲ್ಲುವುದಾದ್ರೂ ಅದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അനേക യൗവനക്കാർ തെറ്റി പോകുന്നു. ಅನೇಕರು ಯೌವನರು ತಪ್ಪಿ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. Praise God. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൻ ഇന്ന് പകൽ ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, ಆ ದೇವರ ವಾಕ್ಯ ವ್ಯಕ್ತವಾಗಿ ನಮಗೆ ಕಲಿಸದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲ, വചനം അറിയാത്തത് കൊണ്ടല്ല, ವಾಕ್ಯ ತಿಳಿಯದೇ ಇರುವ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲ, ഉപദേശം അറിയാത്തത് കൊണ്ടല്ല, ಉಪದೇಶ ಗೊತ್ತಿಲ್ಲದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲ, ആരാധിക്കാത്തത് കൊണ്ടല്ല, ಆರಾಧಿಸದೇ ಇರುವ ಕಾರಣ ಅಲ್ಲ, പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ಪ್ರಾರ್ಥಿಸದೇ ಇರುವಂತ ಕಾರಣ ಅಲ್ಲ, എല്ലാം അറിയുന്നത് പോലും ಎಲ್ಲ ಗೊತ್ತಿದ್ರು ಕೂಡ തെറ്റിപ്പോകുന്നു. ತಪ್ಪಿ ಹೋಗುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. Praise God. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ഒരിക്കലും ഇത് പാസ് ഇങ്ങനെ പറഞ്ഞു, ಒಂದು ಸಾರಿ ಪಾಸ್ಟರ್ ಹೀಗೆ ಹೇಳಿದರು, അത്യാവശ്യമായിട്ടൊക്കെ സിനിമ കാണുന്നത് വലിയ തെറ്റൊന്നുമില്ല, സിനിമ കാണുന്നുണ്ട്. ಅತ್ಯಗತ್ಯವಾಗಿ ಸಿನಿಮಾವನ್ನು ನೋಡಿದ್ರೆ ತಪ್ಪಿ ಹೋಗುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അത് വലിയ പാപമൊന്നുമല്ല. ಅದು ಯಾವುದು ಒಂದು ಪಾಪ, ಅಷ್ಟು ದೊಡ್ಡ ಪಾಪವೇನಲ್ಲ. ഇതല്ല, ഇതിൽ വലുത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നേ ഉള്ളൂ, ഇതിൽ വലുത് നീ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ಇದ್ರ ದೊಡ್ಡದಾದು ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരിക്കൽ ഒരു പാസ് അപ്രതീക്ഷിതമായി വീട്ടിൽ ചെന്നു, അപ്രതീക്ഷിതമായിട്ട് വിളിക്കാതെ നേരത്തെ ಅವರು ಕರೆಯದೆ ಒಂದು ಮನೆಗೆ ಹೋದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ വിളിച്ചിട്ട് പോകാതുള്ളൂ മാക്സിമം. ನಾನು ಯಾರಾದ್ರೂ ಕರೆದ್ರೆ ಮಾತ್ರ ಹೋಗ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ പാസ്റ്റർ തന്റെ സ്വന്തം ശസ്ത്ര വിശ്വാസിയാണ്. ಆ ಪಾಸ್ಟರ್ ಅವರ ಸ್ವಂತ ಚರ್ಚೆ ವಿಶ್ವಾಸಿ. 2 ആഴ്ച നാലാഴ്ച കാണുന്നില്ല. 2 ವಾರ ಅವರು ಕಾಣಲಿಲ್ಲ. അപ്പം അവരെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നു. ಹಾಗೆ ಅವರ ಇಷ್ಟದಂತೆ ಅವರ ಮನೆಗೆ ಹೋದ್ರು. അവിടെ എത്തിയപ്പോൾ ഫോൺ വിളിച്ചു. ಅವರು ಅಲ್ಲಿ ಹೋದ ನಂತರ ಫೋನ್ ಅಲ್ಲಿ ಕರೆ ಮಾಡಿದ್ರು. ഫോൺ എടുക്കുന്നില്ല. ಫೋನ್ ತೆಗಿತಾ ಇಲ್ಲ. 2 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചു. 2 ಸಲ ಕಾಲಿಂಗ್ ಬೆಲ್ ಹೊಡೆದ್ರು. ഹല്ലേലൂയ. ആദ്യം പുറത്ത് വരുന്നില്ല, ಯಾರು ಹೊರಗೆ ಬರ್ತಾ ಇಲ್ಲ. അപ്പൊ പാസ്റ്റർ നോക്കിയപ്പോൾ ഡോറ് ശരിക്കും അടച്ചിട്ടില്ല, ചെറുതായി ചാരി വെച്ചു. ಡೋರ್ ಸರಿಯಾಗಿ ಮುಚ್ಚಲಿಲ್ಲ, ಸ್ವಲ್ಪ ವಾರೆ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. പാസ്റ്റർ ഡോറ് തുറന്ന് അകത്ത് കയറി. ಪಾಸ್ಟರ್ ಡೋರ್ ಓಪನ್ ಮಾಡಿ ಒಳಗೆ ಹೋದರು. ആന്റി അറിഞ്ഞില്ല, ಆಂಟಿಗೆ ಗೊತ್ತಾಗಲಿಲ್ಲ. ടിവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ಟಿವಿ ನೋಡ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സോഫയിൽ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നില്ല ഇല്ലാത്ത പോലെ പകുതി എണ്ണീറ്റ് നിൽക്കുന്നത്. ಅವರು ಕೂತ್ಕೊಂಡಿದ್ದಾರೋ ನಿಂತಿದ್ದಾರೋ ಗೊತ್ತಿಲ್ಲ, ಆ ರೀತಿಯಾಗಿ ಅರ್ಧ ನಿಂತಿದ್ದಾರೆ. അയ്യോ നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആന്റി കരഞ്ഞുകൊണ്ടിരിക്കുക. ಅಯ್ಯೋ ನನಗೆ ಹೀಗೆ ಸಂಭವಿಸುತ್ತಲ್ಲ ಎಂಬುದಾಗಿ ನೆನೆಸ್ತಾ ಇರ್ತಾರೆ. ഹല്ലേലൂയ. പാസ്റ്റർ 5 മിനിറ്റ് അവിടെ നിന്നു. ಫಾಸ್ಟ್ 5 ನಿಮಿಷ ಅಲ್ಲಿ ನಿಂತರು. ആന്റി കണ്ടില്ല. ಆಂಟಿ ನೋಡ್ಲೇ ಇಲ್ಲ. കുറച്ച് കഴിഞ്ഞപ്പോ ಸ್ವಲ್ಪ ಆದ ನಂತರ ആന്റി ഒരു പേര് വിളിച്ചു. ಆಂಟಿ ಹೆಸರು ಕರೆದ್ರು. ഉടനെ ആന്റി ചാടി എഴുന്നേറ്റിട്ട് ಕೂಡಲೇ ಆಂಟಿ ಬೇಗನೆ ಎದ್ದು ಹೇಳಿದರು, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್ ಪಾಸ್ಟ್ರೇ. എപ്പോഴാ പാസ്റ്റർ വന്നേ? ಯಾವಾಗ ಪಾಸ್ಟರ್ ಬಂದ್ರಿ? 5 മിനിറ്റ് ആയി വന്നിട്ട്. 5 ನಿಮಿಷ ಆಯ್ತು ನಾನು ಬಂದು. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചർച്ചിൽ കണ്ടില്ല, അതുകൊണ്ട് വന്നതാ. ಹೋದ ವಾರ ನಿಮ್ಮನ್ನು ಚರ್ಚೆಯಲ್ಲಿ ನೋಡ್ಲಿಲ್ಲ, ಅದಕ್ಕಾಗಿ ನಾನು ಬಂದೆ. അത് വാസ്തവം എനിക്കിത് മൂടുണ്ടായില്ല വരാൻ, എനിക്കിത് മൂടുണ്ട്, സന്തോഷം ഉണ്ടായില്ല വരാൻ. ಪಾಸ್ಟ್ರೇ ನನಗೆ ಒಂದು ಮೂಡಿ ಇರ್ಲಿಲ್ಲ, ಸಂತೋಷ ಇರ್ಲಿಲ್ಲ ನನಗೆ ಬರ್ಲಿಕ್ಕೆ. ഹല്ലേലൂയ. ആ പാസ്റ്റർ ഓക്കെ, നിങ്ങൾ ബൈബിൾ എടുക്കാൻ മതി. ബൈബിൾ ಪಾಸ್ಟರ್ ಆಯ್ತು, ನೀವು ಬೈಬಲ್ ಅನ್ನು ತೆಗಿರಿ. അവര് പെട്ടെന്ന് പോയി കട്ടിലടി നോക്കി ബൈബിൾ കാണുന്നില്ല. ಅವರು ಕೂಡಲೇ ಮಂಚಕ್ಕೆ ಹೋದ್ರು, ಮಂಚದ ಅಡಿಯಲ್ಲಿ ನೋಡಿದ್ರು ಬೈಬಲ್ ಸಿಗಲಿಲ್ಲ. റൂമിൽ നോക്കി ബൈബിൾ കാണുന്നില്ല. ರೂಮ್ ನೋಡಿದ್ರೆ ಬೈಬಲ್ ಕಾಣಲಿಲ್ಲ. അങ്ങോട്ട് കൂടെ ഓടാൻ തുടങ്ങി. ಆಚೆ ಈಚೆ ಓಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರು. ഹല്ലേലൂയ. ടിവിന്റെ അടുത്ത സ്റ്റാൻഡിൽ ಟಿವಿ ಹತ್ತಿರ ಸ್ಟ್ಯಾಂಡ್ പൊടി പിടിച്ച് കിടക്കുന്ന ബൈബിൾ എടുത്തു കൊണ്ടുവന്നു. ಆ ಧೂಳಿ ಹಿಡ್ದಂತ ಒಂದು ಬೈಬಲ್ ಅನ್ನು ಹಿಡ್ಕೊಂಡು ಬಂದ್ರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ബൈബിൾ കയ്യിലെടുത്തിട്ട് വർഷങ്ങളായി. ಬೈಬಲ್ ಅನ್ನು ಕೈಯಲ್ಲಿ ಮುಟ್ಟಿ ಅನೇಕ ವರ್ಷಗಳಾಯ್ತು. നിങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ನಿಮ್ಮ ಕುರಿತಲ್ಲ ಮಾತಾಡುವಂತ. ഹല്ലേലൂയ. 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 നല്ലത്. ഹല്ലേലൂയ. ಒಳ್ಳೆಯ ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ಹಾಗಾದ್ರೆ ದೇವರ ಕೃಪೆಯು ದುಷ್ಕರ್ಮಿಗಳಿಗಾಗಿ ಇರುವ വളരെ ശക്തിയോടെ യൂത ശാസിക്കുകയാണ്. ಬಹಳ ಶಕ್ತಿಯೊಂದಿಗೆ ಯೂದನು ಶಪಿಸುತ್ತಾರೆ. എതിരെ സഭയ്ക്കുള്ളിൽ വന്ന ദുരുപദേഷ്ടന്മാർ, ಸಭೆಯ ಒಳಗೆ ಬಂದಂತ ದುರುಪದೇಶಕರು സഭയെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. ಸಭೆಯನ್ನು ನಷ್ಟಪಡಿಸ್ತಾ ഞാൻ ಇದ್ದಾರೆ. ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ನಾನು ಈ ಆಗಲ ವೇಳೆ ನಿಮ್ಮೊತ್ತಿಗೆ ഒരു ಹೇಳ್ತೇನೆ, സഭ തുടങ്ങാൻ ഒരു ദൈവ മനുഷ്യൻ കൊടുക്കുന്ന വില ഭയങ്കരമാണ്. ಒಂದು ಸಭೆ ಪ್ರಾರಂಭಿಸಿದರೆ ಒಂದು ದೇವರ ವಾಕ್ಯವನ್ನು ಕೊಡುವುದು ಅದು ಭಾರಿ ಶಕ್ತವಾಗಿದೆ. ഈ സഭ തുടങ്ങാൻ എത്ര വില കൊടുത്ത് നിങ്ങൾ ശ്രീപാസോട് ചോദിച്ചത് പാസ്റ്റർ പറയും. ഈ സഭ തുടങ്ങാൻ, ಈ ಸಭೆ ಪ್ರಾರಂಭಿಸಲು എത്ര വില കൊടുത്തിട്ടുണ്ടെന്ന് ಎಷ್ಟು ಬೆಲೆ ಕೊಟ್ಟಿದ್ದಾರೆ ಅವರು. അവൻ നിങ്ങൾ പാസ്റ്ററോട് ചോദിച്ചാൽ പാസ്റ്റർ പറയും. ಅದು ನಿಮ್ಮ ಪಾಸ್ಟರ್ ಹತ್ರ ಕೇಳಿದ್ರೆ ಅವರು ಹೇಳ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവ നിയോഗം പ്രാപിച്ചു, ದೇವರ ನಿಯೋಗ ആരും സഹായിക്കുന്നില്ല, ಯಾರು ಸಹಾಯ ആരും സപ്പോർട്ട് ഇല്ലാതെ, ಯಾರು ಸಪೋರ್ಟ್ ഒരു ಇಲ್ಲದೆ ദേശത്ത് ചെന്ന് ಒಂದು ದೇಶಕ್ಕೆ ಹೋಗಿ പട്ടിണി കടന്ന് ಅವರು ಉಪವಾಸ ಇದ್ದು വീടുകൾ കാതെ ഇറങ്ങി ಮನೆ ಇಲ್ಲದೆ സുവിശേഷം പറഞ്ഞു ಆ ಸುವಾರ್ತೆ ಕೊಟ್ಟು അനേക ദൈവപ്രവൃത്തി കണ്ട് ಅನೇಕ ದೇವರ ಕಾರ್ಯಗಳಿಗಾಗಿ ആത്മക്കൾ വന്നുകൊണ്ടിരിക്കും. ಆತ್ಮಗಳು ಬರುತ್ತಾ ಇರುವಾಗ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവ കുടുംബത്തെ നോക്കാൻ പറ്റാതെ, ಅವರ ಕುಟುಂಬವನ್ನು ನೋಡ್ಲಿಕ್ಕೆ കുഞ്ഞുങ്ങൾക്ക് നല്ല ಸಾಧ್ಯವಾಗದೆ, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാതെ,
നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാതെ, ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸ ಕೊಡ್ಲಿಕ್ಕೆ ಆಗದೆ, ഹല്ലേലൂയ ಹಾಲೆಲೂಯ, ദൈവവേല ചെയ്തുകൊണ്ട് ദൈവദാസന്മാർ ದೇವರ ಕೆಲಸವನ್ನು ಮಾಡಿದ ದೇವರ വളരെ ಸೇವಕರು കഷ്ടപ്പെട്ട് ദൈവസഭ പണിതുകൊണ്ടിരിക്കും. ಬಹಳ ಕಷ್ಟಪಟ್ಟು ದೇವರ ಸಭೆಯನ್ನು സഭ ಕಟ್ಟುತ್ತಾ ಇದೆ. വലുതായി വളർന്നു കഴിയുമ്പോൾ ಸಭೆ ಬೆಳೆದು ಬರುವಾಗ സഭയെ കുറിച്ചൊരു ഭാരമില്ലാത്ത, ಸಭೆಯು ಕುರಿತಾಗಿ ಯಾವುದೇ ഒരു ദർശനമില്ലാത്ത ಒಂದು ದರ್ಶನವಿಲ್ಲದೆ ദുരുപദേശകന്മാർ വന്ന് ದುರುಪದೇಶಕರು ಬಂದು സഭയെ ഭിന്നിപ്പിക്കുമ്പോൾ ಸಭೆಗಳನ್ನು ಭಿನ್ನವಿಸುವಾಗ ഓർക്കുക ഒരു കാര്യമുണ്ട്. ನೆನೆಸುವಂತ ಒಂದು നിങ്ങൾ ಕಾರ್ಯ ಇದೆ. ദൈവസഭയല്ല വേദനിപ്പിക്കുന്നത്, നിങ്ങൾ പാസ്റ്റർമാരല്ല വേദനിപ്പിക്കുന്നത്, ನೀವು ಪಾಸ್ಟರ್ಗಳನ್ನೆಲ್ಲ ಮೆಚ್ಚಿಸುವಂತದ್ದು, നിങ്ങൾ പാസ്റ്റർമാരോടല്ല നിങ്ങൾ പോരാടുന്നത്, ನೀವು ಪಾಸ್ಟರ್ಗಳೊಂದಿಗೆ ಎಲ್ಲ ಹೋರಾಟ നിങ്ങൾ ಮಾಡುವಂತದ್ದು, കർത്താവിനെ വേദനിപ്പിക്കുന്നത്. ನೀವು ಕರ್ತನಿಗಾಗಿ ಹೋರಾಡಬೇಕು. കാരണം സഭ എന്ന് പറയുന്നത് ಕಾರಣ ಸಭೆ ಎಂಬುದಾಗಿ യേശുവിന്റെ ശരീരമാണ് സഭ. ಯೇಸು ಕ್ರಿಸ್ತನ ಶರೀರವಾಗಿದೆ ഒരു ಸಭೆ. നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ಒಂದು ಒಳ್ಳೆ ಹಾಲೆಲೂಯ ಹೇಳೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകൽ 2 ദിവസമായി ഈ ആലോചന എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ಈ തന്നു. ಆಗಲ ವೇಳೆಯಲ್ಲಿ 2 ದಿವಸದಿಂದ ಈ ಆಲೋಚನೆ ದೇವರಾತ್ಮನು ಕೊಡ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ನಾ ಈ ವಾಕ್ಯವನ್ನು ಧ್ಯಾನಿಸುತ್ತಿರುವಾಗ എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവാത്മ ഭാരം എനിക്ക് തന്നു. ನನ್ನ ಪ್ರಾರ್ಥನೆ ಕೋಣೆಯಲ್ಲಿ ದೇವರ ಆತ್ಮ ನನಗೊಂದು ಭಾರ ഇത് നീ ಕೊಟ್ಟನು. പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ಇದನ್ನು ಪ್ರಸಂಗ ಮಾಡಲೇಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ ദൈവാത്മ നിയോഗത്തോടെ ഇന്ന് പകൽ നിൽക്കുന്നത്. ನಾನು ದೇವರಾತ್ಮ ನಿಯೋಗದೊಂದಿಗೆ ಇಲ್ಲಿ ನಿಂತಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകൽ സഭയ്ക്ക് അകത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപദേശത്തെ മാറ്റുന്ന, സഭയെ ഭിന്നിപ്പിക്കുന്ന വ്യക്തികൾക്ക് സഭ തുടങ്ങുന്ന ഭാരം അറിയത്തില്ല. ಇವತ್ತು ಸಭೆ ಒಳಗೆ ಬಂದು ಸಭೆಯನ್ನು ಭಿನ್ನಮತ ಮಾಡುವಂತ, ಸಭೆಗೆ ಉಪದ್ರಪಡಿಸುವಂತ ಈ ಜನಗಳಿಗೆ ಈ ಭಾರ ಯಾವುದೆಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാം, ನಾನು ನಿಮಗೆ ಪ್ರೀತಿಯೊಂದಿಗೆ ಹೇಳ್ತಾ നിങ്ങൾ ಇದ್ದೇನೆ. കേട്ട ഉപദേശത്തിന് വിപരീതമായി, ನೀವು ಕೇಳಿದಂತ ಉಪದೇಶಕ್ಕೆ ವಿರುದ್ಧವಾಗಿ, നിങ്ങൾ കേട്ട ദൈവവചനത്തിന് വിപരീതമായി ನೀವು ಕೇಳಿದಂತ ದೇವರ ವಾಕ್ಯಕ್ಕೆ ವಿವಿಧವಾಗಿ എന്തെങ്കിലും ഒരു ഉപദേശം, ಯಾವುದಾದ್ರೂ ಬೇರೆ എന്തെങ്കിലും ഒരു ആലോചന ಯಾವುದಾದ್ರೂ ಒಂದು ಆಲೋಚನೆ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, ಯಾರಾದ್ರೂ ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುವುದಾದ್ರೆ, നിങ്ങൾ ആദ്യം വന്ന് നിങ്ങളെ പാസ്റ്ററുമായി വിഷയം ഷെയർ ചെയ്യുക. ನೀವು ಮುಖ್ಯವಾಗಿ ನಿಮ್ಮ ಪಾಸ್ಟರ್ ಹತ್ರ ಬಂದು ಈ ವಿಷಯ ತಿಳಿಸಬೇಕು. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ಅವರು ನಿಮಗಾಗಿ നിങ്ങൾ ಪ್ರಾರ್ಥಿಸುವಂತದ್ದು, ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കുന്നത്, ನಿಮ್ಮ ಆತ್ಮಗಳ ಲೆಕ್ಕವನ್ನು ಒಪ್ಪಿಸುವಂತದ್ದು, നിങ്ങൾ നയിക്കുന്ന പാസ്റ്റർ, ನಿಮ್ಮನ್ನು ಕಳಿಸುವಂತ ಸೇವಕರಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ വന്നാണ്. ಒಳ್ಳೆ ಹಾಲೆಲೂಯ ಹೇಳೋಣ. ശക്തിയോടെ ഹല്ലേലൂയ. ಶಕ್ತಿಯೊಂದಿಗೆ ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആ കൺഫ്യൂഷൻ വെച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ಆ ಒಂದು ಕನ್ಫ್ಯೂಷನ್ ಇಟ್ಟು ನೀವು ಕೂತ್ಕೊಳ್ಳಬಾರದು. ആമേൻ. ആ ಹಾಲೆಲೂಯ. കൺഫ്യൂഷൻ നിങ്ങൾ അകത്ത് നിങ്ങൾ മാറ്റണം. ಆ ಒಂದು ಕನ್ಫ್ಯೂಷನ್ ನಿಮ್ಮ ಒಳಗಿನ ತೆಗೆದು ಹಾಕಬೇಕು. ദൈവവചനത്തിന്റെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ದೇವರ ವಾಕ್ಯದ ಯಾವುದೇ ಸಂಶಯಗಳು ನಿಮಗೆ ಇರುವುದಾದ್ರೆ, അപ്പോൾ തന്നെ നിങ്ങൾ ദൈവദാസന്മാരുമായി ഷെയർ ചെയ്ത് മാറ്റണം. ಆಗಲೇ ನೀವು ದೇವದಾಸರಿಗೆ ಅದನ್ನು ತಿಳಿಸಿಕೊಡಬೇಕು. കൃപയാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, ಕೃಪೆಯಿಂದ ರಕ್ಷಣೆ ಹೊಂದಿದಂತ ವ್ಯಕ್ತಿಗಳು പാപം ചെയ്താലും ಪಾಪ ಮಾಡಿದರೆ വലിയ കുഴപ്പമില്ലാത്ത ഉപദേശം, ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಇರುವಂತ ഈ ದುರುಪದೇಶ യൂദയുടെ ലേഖനത്തിൽ ಈ ಯೂದನ ಪತ್ರಿಕೆಯಲ್ಲಿ ആമൻ 2 തരത്തിലുള്ള ന്യായവിധി നമുക്ക് കാണാൻ പറ്റും. 2 തരത്തിലുള്ള ന്യായവിധി. 2 ವಿಧವಾದ ನ್ಯಾಯ ತೀರ್ಪು. ഒന്ന് സമൂഹത്തിൽ വന്ന ന്യായവിധി, ಒಂದು ಸಮೂಹಕ್ಕೆ ಒಂದು ನ್ಯಾಯವಿಧಿ. 2 വ്യക്തികൾക്ക് വന്ന ന്യായവിധി. ಎರಡನೇದಾಗಿ ವ್ಯಕ್ತಿಗತಗಳಿಗೆ ಒಂದು ನ್ಯಾಯವಿಧಿ. കൂടെ ഉണ്ടോ? ಜೊತೆಯಲ್ಲಿದ್ದೀರಾ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ಅರ್ಥವಾಗುತ್ತದೆಯಾ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ബോധമടിക്കുന്നില്ലല്ലോ? ಬೋರ್ ಹೊಡಿತದ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഒന്ന് സമൂഹത്തിൽ വന്ന ന്യായവിധി, ಒಂದು ಸಮೂಹಕ್ಕೆ ಒಂದು ನ್ಯಾಯವಿಧಿ. 2 വ്യക്തികൾക്ക് വന്ന ന്യായവിധി. ಎರಡನೇದಾಗಿ ವ್ಯಕ್ತಿಗಳಿಗೆ ನ್ಯಾಯವಿಧಿ. യൂദ ഇതെല്ലാം എഴുതാനുള്ള കാരണം, ಯೂದನು ಇದನ್ನು ಬರೆಯಲಿಕ್ಕೆ ಕಾರಣ, കർത്താവിനെതിരെ ആരൊക്കെ നിന്നാലും, ಕರ್ತನ ವಿರುದ್ಧವಾಗಿ ಯಾರೆಲ್ಲ ನಿಂತರು, വിശ്വാസത്തിന് ആരൊക്കെ നിന്നാലും, ನಂಬಿಕೆಯಲ್ಲಿ ಯಾರೆಲ್ಲ ನಿಂತರು, തുടക്കം മുതൽ ಆ ಪ್ರಾರಂಭದಿಂದ കാലാവസാനം വരെ ಆ ಕಾಲ ಅವಸಾನದವರೆಗೆ അവർക്ക് വരാൻ വന്ന ന്യായവിധിയെ കുറിച്ച് ಅವರಿಗೆ ಬರುವಂತ ನ್ಯಾಯವಿಧಿಯ സഭയ്ക്ക് ಕುರಿತು ബോധം വരുത്താൻ വേണ്ടി ಸಭೆಗೆ ಒಂದು ದೈವಿಕ ಆಲೋಚನೆ യൂദ ಕೊಡುವುದಕ್ಕಾಗಿ അതെല്ലാം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ಯೂದನು ಅದೆಲ್ಲ ತೋರಿಸಿಕೊಡುತ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. സമൂഹത്തിൽ വന്ന ന്യായവിധി, ಸಮೂಹಕ್ಕೆ ಒಂದು ನ್ಯಾಯವಿಧಿ. ഒന്ന് ഇസ്രായേൽ മക്കൾക്ക് വന്ന ശിക്ഷ, ಒಂದು ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ ಬಂದಂತ ಶಿಕ್ಷೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 2 സോദോം ഗൊമോറ പട്ടണത്തിൽ വന്ന ശിക്ഷ, ಎರಡನೇದು ಸೋದೋರ್ ಗೋಮರ್ ಪಟ್ಟಣಕ್ಕೆ ಬಂದಂತ ಶಿಕ್ಷೆ. 3 ദൂതന്മാർക്ക് വന്ന ന്യായവിധി, ಮೂರನೇ ದೂತರಿಗಾಗಿ ಬಂದಂತ ನ್ಯಾಯವಿಧಿ. അതാണ് സമൂഹത്തിൽ വന്ന ന്യായവിധി. ಅದಾಗಿದೆ ಸಮೂಹಕ್ಕೆ ಬಂದ ನ್ಯಾಯವಿಧಿ. എന്നീ വ്യക്തികൾക്ക് വന്ന ന്യായവിധി. ಇನ್ನು ವ್ಯಕ್ತಿಗಳಿಗೆ ಬಂದಂತ ನ್ಯಾಯವಿಧಿ. അതിന്റെ 11ാം അധ്യായത്തിൽ നമുക്ക് 11ാം വാക്യത്തിൽ കാണാൻ പറ്റും. 11ാം വാക്യം. ಅವರ ಗತಿಯನ್ನು ಏನು ಹೇಳಲಿ? ಇವರು ಕಾಯಿನನ ಮಾರ್ಗವನ್ನು ಹಿಡಿದವರು, ದ್ರವ್ಯ ಸಂಪಾದನೆಗೋಸ್ಕರ ಬೀಳಾಮನ ಭ್ರಾಂತಿಯಲ್ಲಿ ಪೂರ್ಣವಾಗಿ ಮುಳುಗಿದವರು, ಕೋರಹನಂತೆ ಎದುರು ಮಾತುಗಳನ್ನಾಡಿ ನಾಶವಾಗಿ ಹೋಗತಕ್ಕವರು ಆಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 5ನೇ ವಾಕ್ಯದಿಂದ 7ನೇ ವಾಕ್ಯದ ತನಕ സമൂഹത്തിന് വന്ന ന്യായവിധി നമുക്ക് കാണാൻ പറ്റും. ಸಮೂಹಕ್ಕೆ ಇರುವಂತ ನ್ಯಾಯವಿಧಿಯನ್ನು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. 11ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്, അവർക്ക് അയ്യോ കഷ്ടം. ಅವರಿಗೆ ಅಯ್ಯೋ ಅವರ ಗತಿಯನ್ನು ಏನು ಹೇಳಲಿ? 3 വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. 3 ವ್ಯಕ್ತಿಗಳಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. ഒന്ന് കയീൻ, ಒಂದು ಕಾಯಿನ, 2 ബിലയാം,
ಎರಡನೇದಾಗಿ ಬಿಳಾಮನು, 3 ಕೋರಹ, ಮೂರನಾಗಿ ಕೋರಹನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്താ കൈന്റെ പ്രത്യേകത? ಏನು ಕಾಯಿನನ ಪ್ರತ್ಯೇಕತೆ? തന്റെ സ്വന്തം സഹോദരനെ കൊന്ന മനുഷ്യൻ. ತನ್ನ ಸ್ವಂತ ಸಹೋದರನ ಕೊಂದಂತ ವ್ಯಕ್ತಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകൽ ഇതേ ശിക്ഷയാണ് ഈ ദുരുപദേശകന്മാർക്ക് വരാൻ പോകുന്നത്. ಇವತ್ತು ಇದೇ ಶಿಕ್ಷೆ ಈ ದುರುಪದೇಶಕರಿಗೆ ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಾರೆ. കൈൻ അക്ഷരികമായി ഹാബേലിനെ കൊന്നു. ಕಾಯಿನ ಆಶ್ಚರ್ಯವಾಗಿ ಹಾಬೇಲನನ್ನು ಕೊಂದನು. ദുരുപദേഷ്ടകന്മാർ ചെയ്യുന്ന കാര്യം, ದುರುಪದೇಶಕರು ಮಾಡಿದಂತ ಕಾರ್ಯಗಳು അക്ഷരികമായി കൊല്ലുന്നില്ലെങ്കിലും ಆಶ್ಚರ್ಯವಾಗಿ ಕೊಲ್ಲದಿದ್ದರು ആത്മീയമായി അവരെ കൊന്നുകൊണ്ടിരിക്കുക. ಆತ್ಮಿಕವಾಗಿ ಕೊಲ್ಲುತ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 2 കൂലി കൊതിച്ച് ഇസ്രായേൽ മക്കളെ തെറ്റിച്ച ബിലെയാം. ಎರಡನೇದಾಗಿ ಕ್ರೂರತನದಿಂದ കൂലി കൊതിച്ച് ಕೂಲಿ. ಎರಡನೇದಾಗಿ ಕೂಲಿ ಕೊಡದೆ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ ಶಿಕ್ಷೆ ಕೊಟ್ಟಂತ ವಿಧಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 3 കോരഹ. ಮೂರನೇದಾಗಿ ಕೋರಹನು. നമുക്ക് അധികാരത്തിനെതിരെ മറുതലിച്ച ಆ ಕೋರಹನು ಅಧಿಕಾರದೊಂದಿಗೆ ಮದ ತುಂಬಿದವನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ನಾನು ಅದನ್ನೆಲ್ಲ ಓದುವಾಗ ಒಂದು ಅದ್ಭುತ ಹಿಡಿದವನಾಗಿದ್ದೇನೆ. ಹಾಲೆಲೂಯ. മോശೆಗೆ ദൈവിക അധികാരത്തെ പുറപ്പെടുത്തപ്പോൾ ಮೋಶೆಗೆ ಕೊಟ್ಟಂತ ದೈವಿಕ ಅಧಿಕಾರಕ್ಕೆ ಗುಣಗುಟ್ಟಿದವರು. ഒരു അപൂർവ കാര്യം ഇവിടെ സംഭവിച്ചു. ಒಂದು ಅಪೂರ್ವವಾದ ಕಾರ್ಯ ಅಲ್ಲಿ ಸಂಭವಿಸಿತು. ഇസ്രായേൽ മക്കളെല്ലാം കാണുക, ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳೆಲ್ಲರೂ ഭൂമി പിളർന്ന് ಭೂಮಿ ಒಡೆದು അവരെ വിഴുങ്ങിക്കളഞ്ഞു. ಅದರ ಒಳಗೆ ಹೋದರು. കൂടെയുണ്ടോ? ಜೊತೆಯಲ್ಲಿ ಇದ್ದೀರಾ? അന്നത്തെ കാലഘട്ടമായി നിന്നെങ്കിൽ ಆವತ್ತದು ಕಾಲಘಟ್ಟದಲ್ಲಿ ಹಾಗೆ ಇರುವುದಾದ್ರೆ ഞാനും നിങ്ങളൊന്നും ഇവിടെ കാണത്തില്ലായിരുന്നു. ಈಗ ನಾವು ನೀವು ಇಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഒരിക്കലും ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ಒಂದು ಸಾರಿಯೂ ದೈವಿಕವಾದ ಅಧಿಕಾರಕ್ಕೆ ನಾವು ಪ್ರಶ್ನೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. അതിനെ മറുതലിക്കാൻ പാടില്ല, അനുസരിക്കാതിരിക്കാൻ പാടില്ല, ಅದನ್ನು ಅನುಸರಿಸದೆ ಇರಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യൂദ ഇതെല്ലാം എടുത്ത് കാണിച്ചത്? ಏನಾಗಿದೆ? ಯೂದನು ಇದನ್ನೆಲ್ಲ ತೋರಿಸಲಿಕ್ಕೆ അവർ ദൈവത്തിനെതിരെ നിന്നപ്പോൾ, ಅವರು ದೇವರಿಗೆ ವಿರುದ್ಧವಾಗಿ ನಿಂತಾಗ അവർക്ക് അങ്ങനെ ശിക്ഷ വന്നെങ്കിൽ ಅವರಿಗೆ ಶಿಕ್ಷೆ ಬರುದಾದ್ರೆ ഈ കാലഘട്ടത്തിൽ വളരെ ഭയത്തോടെ ജീവിച്ചേ പറ്റത്തുള്ളൂ. ಬಹಳ ಭಯದೊಂದಿಗೆ ನಾವು ಜೀವಿಸಲೇಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എനിക്കതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ലാത്ത വേഗത്തിൽ മുന്നോട്ട് പോയി. ನನಗೆ ಅದು ವಿವರಿಸಲಿಕ್ಕೆ ಸಮಯ ಇಲ್ಲದಿರುವುದಂತವಾಗಿ ಬೇಗವಾಗಿ ಹೋಗುತ್ತೇನೆ. ഇതെല്ലാം യൂദ എടുത്ത് കാണിക്കുന്നു. ಇದೆಲ್ಲ ಯೂದನು ತೆಗೆದುಕೋ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ಒಂದು ಸಮೂಹത്തിന് ಒಂದು ನ್ಯಾಯವಿಧಿ. ಒಂದು ಸಮೂಹಕ್ಕೆ ನ್ಯಾಯವಿಧಿ. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിശ്വസിച്ചു. ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳು ದೇವರ ನಂಬಿದರು. ദൈവത്തെ വിടുവിച്ചെങ്കിലും ದೇವರವರನ್ನು ಬಿಡುಗಡೆ അവർ ಮಾಡಿದರು. വിശ്വസിക്കാതെ നിമിത്തം ಅವರು ನಂಬದ ಇರುವ ನಿಮಿತ್ತವಾಗಿ അവർ മരുഭൂമിയിൽ പട്ടുപോയി. ಅವರು ಮರುಭೂಮಿಯಲ್ಲಿ ಬಿದ್ದು ಹೋದರು. തങ്ങളെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ, ಅವರನ್ನು ಕಾಯುವಂತ ದೂತರುಗಳು, ഹല്ലേലൂയ, ന്യായവിധിക്കേണ്ടി ദൈവത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ನ್ಯಾಯ ತೀರ್ಪಿಗಾಗಿ ಅವರನ್ನು ಇಟ್ಟಿದ್ದಾರೆ. സോദോം ഗോമോര പട്ടണത്തെ ಸೋದೋಮ್ ಗೋಮರ್ ಪಟ್ಟಣದಲ್ಲಿ ദൈവം നശിപ്പിച്ചു. ದೇವರು ನಾಶ ಮಾಡಿದರು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അമ്മ യൂദ അതിന്റെ 3-ാം വാക്യം നമ്മിങ്ങനെ വായിച്ചു, നമുക്ക് വേണ്ടി ഒരിക്കലായി ബലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. 3ನೇ ವಾಕ್ಯದಲ್ಲಿ ನಮಗೆ ಉದುವಾಗಿರುವ ರಕ್ಷಣೆಯ ವಿಷಯದಲ್ಲಿ ನಮಗೆ ಬರೆಯುವುದೇನೆಂದರೆ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതിന്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ಅದರ 17ನೇ ವಾಕ್ಯ ಹೀಗೆ നിങ്ങൾ ಓದುತ್ತೇವೆ. പ്രിയരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ನೀವಾದರೂ ನಮ್ಮ ಕರ್ತನಾದ അപ്പോസ്തലർ മുൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർക്കണം. ಅಪೊಸ್ತಲರು ಮೊದಲು ಹೇಳಿದ ಮಾತುಗಳನ್ನು ಜ್ಞಾಪಕ ಮಾಡಿಕೊಳ್ಳಿರಿ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ಭಕ್ತಿಗೆ ವಿರುದ್ಧವಾದ ನಮ್ಮ ಆಶೆಗಳನ್ನು ಅನುಸರಿಸಿ ನಡೆಯುವವರು ಕುಚೋದ್ಯಗಾರರು ಅಂತ್ಯಕಾಲದಲ್ಲಿ ಇರುವರೆಂದು ನಿಮಗೆ ಹೇಳಿದಾರಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നാം വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ನಾನು ಓದಿದಂತ ವಾಕ್ಯಕ್ಕೆ ಹಿಂತಿರುಗಿ ಬರುತ್ತೇನೆ. 20-ാം വാക്യം, 20ನೇ ವಾಕ್ಯ, നിങ്ങളോ പ്രിയമുള്ളവരെ, ನೀವೆಲ್ಲರೂ ಪ್ರಿಯರೇ, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ನಿಮಗಿರುವ ಅತಿ ಪರಿಶುದ್ಧವಾದ ಕ್ರಿಸ್ತ ನಂಬಿಕೆಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും ಭಕ್ತಿಯ ಅಭಿವೃದ್ಧಿಯನ್ನು ಹೊಂದುತ್ತಾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു ಪವಿತ್ರಾತ್ಮ ಪ್ರೇರಿತನಾಗಿ നിത്യ ജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ನಿತ್ಯ ಜೀವನಕ್ಕಾಗಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ കരുണയ്ക്ക് കാത്തിരുന്നുകൊണ്ട് ಕರುಣೆಯನ್ನು ಎದುರು ನೋಡುತ್ತಾ ദൈവ സ്നേഹത്തിൽ ನಿಮ್ಮನ್ನು ದೇವರ ಪ್ರೀತಿಯಲ್ಲಿ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ನಿಮ್ಮನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതിവിശുദ്ധ വിശ്വാസം, ಅತಿ ಪರಿಶುದ್ಧವಾದ ಕ್ರಿಸ್ತ ನಂಬಿಕೆ. ഒന്ന് കരമെത്തി പറഞ്ഞാട്ടെ, ಒಂದು ಕರಗಳನ್ನೆತ್ತಿ ಹೇಳೋಣ. അതിവിശുദ്ധ വിശ്വാസം, ಅತಿ ಪರಿಶುದ್ಧವಾದ ಕ್ರಿಸ್ತ ನಂಬಿಕೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ബൈബിൾ നമുക്ക് ഒത്തിരി വിശ്വാസത്തെ കാണാൻ പറ്റും, ഒത്തിരി വിശ്വാസം. ಬೈಬಲ್ ಅಲ್ಲಿ ಅನೇಕ ಪರಿಶುದ್ಧರನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ಕರ್ತನು ಅವರ ಶಿಷ್ಯರನ್ನು ಕರೆದು ಕೇಳಿದ್ರೆ, ಈಗಲೂ ನಿಮಗೆ ನಂಬಿಕೆ ಇಲ್ಲವೋ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിങ്ങൾ അങ്ങനെ അവിശ്വാസികളാകുന്നത് എന്തുകൊണ്ടാണ്? ನೀವು ಅವಿಶ್ವಾಸಿಗಳಾಗುವುದು ಯಾಕಾಗಿ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. മറ്റൊരു കർത്താവിനെ വിളിച്ചു അല്പവിശ്വാസികളെ. ಮತ್ತೆ ಒಂದು ಕಡೆಯಲ್ಲಿ ಕರ್ತನ ಹೇಳ್ತಾನೆ, ಅಲ್ಪ ವಿಶ್ವಾಸಿಗಳೇ. അല്പവിശ്വാസികളെ. ಅಲ್ಪ ವಿಶ್ವಾಸಿಗಳೇ. അല്പവിശ്വാസത്തെ കാണാൻ പറ്റും. ಅಲ್ಲಿ ಅಲ್ಪ ವಿಶ್ವಾಸಿಗಳನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. ഭാഗത്ത് വലിയ വിശ്വാസം കാണാൻ പറ്റും, വലിയ വിശ്വാസം. ದೊಡ್ಡ ನಂಬಿಕೆಯನ್ನು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. എന്നാൽ ഇവിടെ കൊടുത്തത് അതിവിശുദ്ധ വിശ്വാസം. ಆದ್ರೆ ಇಲ್ಲಿ ಕೊಟ್ಟದ್ದು ಅತಿ ಪರಿಶುದ್ಧವಾದ ನಂಬಿಕೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ಮತ್ತಾಯನ ಸುವಾರ್ತೆ 15ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 22 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22 ഉള്ള വാക്യങ്ങൾ. ആ ദേശത്ത് നിന്നൊരു കന്യക സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ,
എൻ്റെ മകൾക്ക് ഭൂതബോധം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവൻ്റെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൻ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ವന്നു. ಅವರು ಆ ಬೆಟ್ಟದಿಂದ ಇಳಿದು ಬರುತ್ತಿರುವಾಗ ಯೇಸು ಅವರಿಗೆ, ನೀವು ಈತನನ್ನು ಕಂಡು ದರ್ಶನ ಮನುಷ್ಯ ಕುಮಾರನು ಸತ್ತು ಜೀವಿತನಾಗಿ ಎಬ್ಬಿಸಲ್ಪಟ್ಟ ನಂತರ ಯಾರಿಗೂ ಹೇಳಬೇಡಿರೆಂದು ಖಂಡಿತವಾಗಿ ಹೇಳಿದನು. ಆಗ ಆತನು ಶಿಷ್ಯರು 22 മുതൽ. ഓക്കെ, ഞാനത് വിശദീകരിക്കാം. കർത്താവ് അമൻ ശിഷ്യന്മാരും കൂടെ പോകുന്ന സമയത്ത് കനാന്യ സ്ത്രീ വന്ന് യേശുവിനടുത്ത് ഒരു അപേക്ഷ പറയുക. ಕರ್ತನು ಕಾನನ ಸ್ತ್ರೀ ಹೋಗುವಂತ ಸಮಯದಲ್ಲಿ ಅಲ್ಲಿ ಬಂದು ಒಂದು ಮಾತುಗಳನ್ನು ಹೇಳುತ್ತಾನೆ. ഹല്ലേലൂയ. കനാന്റെ പ്രത്യേകത ശപിക്കപ്പെട്ടവന്. ಕಾನಾನಿನ ಪ್ರತ್ಯೇಕತೆ ಶಪಿಸಲ್ಪಟ್ಟವರು. ಇವಳು യവന സ്ത്രീയ. ಇವಳು ಯೌವನ ಸ್ತ್ರೀಯು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ಇವಳು വന്നിട്ട് യേശുവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ എൻ്റെ മകൾക്ക് ഭൂതം കഠിനമായിരിക്കുന്നു. ಇವಳು ಯೇಸು ಕ್ರಿಸ್ತನ ಹತ್ರ ಬಂದು ಹೇಳುತ್ತಾಳೆ, ನನ್ನ ಮಗಳಿಗೆ ಭೂತವು ಕಠಿಣವಾಗಿ. യേശു അവളോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ಯೇಸು ಅವಳಿಗೆ ಒಂದು ಮಾತು ಕೂಡ ಹೇಳಲಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ಇವಳು 4 പ്രാവശ്യം യേശുവിനെ സമീപിക്കുന്നു. 4 പ്രാവശ്യം. ಇವಳು 4 ಹೊತ್ತು ಯೇಸುವಿನ ಹತ್ರ ಬಂದಳು. 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 22ನೇ ವಾಕ್ಯದಿಂದ 28 ವಿಷಯത്തിന് വേണ്ടി ಒಂದೇ ಒಂದು ವಿಷಯಕ್ಕಾಗಿ യേശുവിന്റെ അടുത്ത് മാറി മാറി വരിക. ಯೇಸುವಿನ ಹತ್ತಿರ ಅವಳು ಬರ್ತಾ ಇದ್ದಾಳೆ. 4 പ്രാവശ്യം യേശുവിന്റെ അടുത്ത് സമീപിച്ചു. 4 ಸಲ ಯೇಸುವಿನ ಹತ್ರ ಬಂದಳು. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ನಾನು ನಿಮ್ಮ ಹತ್ರ നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ನೀವು ಒಂದು ವ್ಯಕ್ತಿಯೊಂದಿಗೆ ಮಾತನಾಡುತ್ತೀರಾ, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ಬಹಳ ಗೌರವಾರ್ಥಕವಾಗಿ നിങ്ങൾ ಆ ವ್ಯಕ್ತಿയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ನೀವು ಆ ವ್ಯಕ್ತಿಯೊಂದಿಗೆ ആ ಮಾತಾಡುತ್ತಾ വ്യക്തി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നില്ലെങ്കിൽ, ಆ ವ್ಯಕ್ತಿ ನಿಮ್ಮನ್ನು ಶ್ರದ್ಧೆಯಿಂದ ನೋಡದಿದ್ದರು, നിങ്ങൾ സംസാരം തുടരുമോ? ನೀವು ಮಾತನ್ನು ನಿಲ್ಲಿಸುತ್ತೀರಾ? തുടരുമോ? ನೀವು ಮಾತನ್ನು ಮತ್ತೆ ಮಾತಾಡುತ್ತೀರಾ? ഇല്ല. ಇಲ್ಲ. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ನಾನು ಎಷ್ಟು ಜನ ನೋಡಿದ್ದೇನೆ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ പ്രൈസ്ലോടൊക്കെ പറയുമ്പോൾ, ನಾನು ಪ್ರೈಸ್ ಲಾರ್ಡ್ ಎಲ್ಲ ಹೇಳುವಾಗ ഹല്ലേലൂയ, മുഖത്ത് നോക്കത്തില്ല, ಮುಖ ನೋಡುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ചില കാര്യം സംസാരിക്കാൻ വരുമ്പോൾ ഒരു മുഖം നോക്കത്തില്ല. വിശ്വാസികളാ, ജാതികളല്ല, വിശ്വാസികൾ. ಅವರು ವಿಶ್ವಾಸಿಗಳೇ. നിങ്ങളല്ലാട്ടോ, നിങ്ങൾ നല്ല ദൈവമക്കളാ. ನೀವಲ್ಲ, ನೀವು ಒಳ್ಳೆ ದೇವರ ಮಕ್ಕಳು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പൊ മുഖത്ത് നോക്കത്തില്ല. ಅವ್ರ ಮುಖವನ್ನು ನೋಡುವುದಿಲ್ಲ. ഇവിടെ മകളുടെ വിഷയമായി യേശുവിന്റെ അടുത്ത് വേദനയോടെ വരിക. ಆದ್ರೆ ಇವಳ ಮಗಳ ವಿಷಯವನ್ನು ಇವಳು ವೇದನೆಯೊಂದಿಗೆ ಯೇಸು ಹತ್ರ ಹೇಳುವಾಗ, നിങ്ങൾക്കറിയാം, ഒരു അമ്മയുടെ ദുഃഖം ഭയങ്കരമാണ്. ಒಂದು ತಾಯಿಯ ವೇದನೆ ಭಯಂಕರವಾದದ್ದು. അവളുടെ മകൾക്ക് ഭൂതോപദം കഠിനമായി. ಅವಳ ಮಗಳಿಗೆ ಭೂತವು ಕಠಿಣವಾಗಿತ್ತು. ബൈബിൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരു ടീനേജ് പ്രായമായിരിക്കാം, ചെറുപ്പക്കാരിയായിരിക്കാം. ಬೈಬಲ್ ಅಲ್ಲಿ ಹಾಗೆ ಕೊಡ್ಲಿಲ್ಲಾದ್ರೂ ಆ ರೀತಿಯಾಗಿ ಯೋಚಿಸಬಹುದು. ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ, ಹಾಗೆ ಒಂದು ವಿಷಯ ಇರುವುದಾದ್ರೆ, അവൾക്കൊരിക്കലും നല്ല കല്യാണാലോചന വരത്തില്ല, ಅವಳಿಗೆ ಒಳ್ಳೆ ಮದುವೆಯೋ ಯಾವುದು ಬರುವುದಿಲ್ಲ, ഒരു നല്ല ഭാവി അവൾക്കുണ്ടാകത്തില്ല, ಒಂದು ಒಳ್ಳೆ ಭವಿಷ್ಯ ಅವಳಿಗೆ ಉಂಟಾಗುವುದಿಲ್ಲ. ഒത്തിരി വർഷം ഇത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ಅವಳು ಬಹಳ ವರ್ಷದಿಂದ ಭಾರಪಟ್ಟಿದ್ದಾಳೆ. പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. ಅನೇಕರು ಅವಳನ್ನು ತಿರಸ್ಕರಿಸ್ತಾ ಇರಬಹುದು. ആരോ അവളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, ಯಾರೋ ಅವಳಿಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ಬಗ್ಗೆ ಹೇಳಿದರು. അവൾക്കൊരു വെളിപ്പാടുണ്ടായി. ಅವಳಿಗೊಂದು ಪ್ರಕಟಣೆ അവൻ ಉಂಟಾಯಿತು. ദാവീദിന്റെ പുത്രനാണ്, ಅವನು ದಾವೀದನ ಕುಮಾರ, അവന് കഴിയാത്തൊരു കാര്യമില്ല. ಅವನಿಗೆ ಅಸಾಧ್ಯವಾದ അങ്ങനെ റിക്വസ്റ്റുമായി അവൾ യേശുവിന്റെ അടുത്ത് വന്നു. ಹಾಗೆ ಆ ನಂಬಿಕೆಯೊಂದಿಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ಬಳಿಗೆ നിലവിളിച്ചുകൊണ്ടുള്ള പറഞ്ഞു, എന്റെ മകളെ നീ രക്ഷിക്കണം. ಅವಳು ಮೊರೆ ಇಟ್ಟು ಹೇಳುತ್ತಾ ಇದ್ದಾಳೆ, ನನ್ನ ಮಗಳನ್ನು ರಕ್ಷಿಸು. യേശു വാക്കുത്തരം പറഞ്ഞില്ല. ಯೇಸು ಒಂದು ಮಾತು ಹೇಳಲಿಲ್ಲ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ಈ ಮೀಟಿಂಗ್ ಮುಗಿಯುವಾಗ നിങ്ങളൊരു വിഷയം എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരിക. ನೀವು ನಿಮ್ಮ ವಿಷಯಗಳನ್ನು ಹೇಳಿ ನನ್ನ ಹತ್ರ ಪ್ರಾರ್ಥಿಸಲು ഞാൻ ಬರುತ್ತೀರಿ. മൈൻഡ് ചെയ്തില്ലെങ്കിൽ ನಾನು ಅದನ್ನು ಯಾವುದಕ್ಕೂ ಗಮನಕ್ಕೆ ತೆಗೆಲಿಲ್ಲಾದ್ರೂ നിങ്ങൾ റെസ്പോണ്ട് എന്തായിരിക്കും? ನಿಮ್ಮ ಒಂದು ಸ್ಥಿತಿ ಏನಾಗಿರಬಹುದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. രണ്ടാമത്തെ അറ്റംപ്റ്റ്, രണ്ടാമത്തെ പ്രാവശ്യം ಎರಡನೇದು ದೋಷ. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ಶಿಷ್ಯರು ಅವಳಿಗಾಗಿ ಕೇಳಿದಂತ ആ ಪ್ರಶ್ನೆ, സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നമ്മൾ പുറകെ വരിക. ಅವಳು ಬೊಬ್ಬೆ ಇಟ್ಟು ಹೇಳ್ತಾ ಇದ್ದಾಳೆ, നീ അവളൊന്ന് പറഞ്ഞയക്കണം, ನೀನು ಅವಳನ್ನು ಕಳಿಸಿಕೊಡಬೇಕು. യേശുവിന്റെ മറുപടി എന്താ? ಯೇಸುವಿನ ಉತ್ತರ ಏನು? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളേക്കല്ലാതെ ಇಸ್ರಾಯೇಲ್ ಜನರಲ್ಲಿ ಕಾಣದೆ ಹೋದ ಕುರಿಗಳಲ್ಲದೆ എന്നെ ദൈവം അയച്ചിട്ടില്ല. ನನ್ನನ್ನು ದೇವರು ಕಳಿಸಲಿಲ್ಲ. കൂടെ ഉണ്ടോ? ಜೊತೆಯಲ್ಲಿದ್ದೀರಾ? ഞാനായിരുന്നെങ്കിൽ ನಾನಾಗಿರುವುದಾದ್ರೆ അപ്പ വിട്ടുപോയത്. ಆಗಲೇ ಬಿಟ್ಟು ಹೋಗುತ್ತಿದ್ದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എടാ, ഞാൻ കനാന്യ സ്ത്രീ, ഞാൻ ശപിക്കപ്പെട്ടവനാ, ഞാൻ കനാന്യ സ്ത്രീയാ. ನಾನು ಕಾನಾನ್ಯ ಸ್ತ್ರೀ, ನಾನು ഇവൻ ಶಪಿಸಲ್ಪಟ್ಟವನು. യഹൂദന് വേണ്ടി വന്നതാ. ನಾನು ಈ ಯಹೂದ್ಯರಿಗಾಗಿ ഇവന്റെ ಬಂದೆ. വായ കൊണ്ടുവന്ന് പറഞ്ഞു, ഇവൻ യഹൂദനെ സൗഖ്യമാക്കത്തുള്ളൂ. ಇವನ ಬಾಯಿಂದ ಹೇಳಿದರೆ ನನ್ನ ಮಗಳಿಗೆ എന്നാ ಸೌಖ್ಯವಾಗುತ್ತದೆ. പിന്നെ പോയേക്കാം. ಆಮೇಲೆ ನಾನು ಹೋಗುತ್ತೇನೆ. അവളുടെ വിശ്വാസം നിങ്ങൾ ശ്രദ്ധിക്കും. ಅವಳ ನಂಬಿಕೆ ನೋಡಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൾ കനാന്യ സ്ത്രീ ആണെങ്കിലും, ಅವಳು ಕಾನಾನ್ಯ ಸ್ತ್ರೀ ಆದ್ರೂ അവൾ ಕೂಡ, ജാതീയ സ്ത്രീ ആണെങ്കിലും, ಅವಳು ಅನ್ಯ ಜಾತಿಯ ಸ್ತ್ರೀ അവൾ ಆದ್ರೂ വീട്ടിൽ ಕೂಡ, നടക്കുമ്പോൾ തീരുമാനം എടുത്തിട്ടാ വന്നത്. ಅವಳು ಮನೆಯಿಂದ ಬರುವಾಗ ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡು പലയിടത്തും എന്റെ മകളെ കൊണ്ടുപോയി.
പലയിടത്തും എന്റെ മകളെ കൊണ്ടുപോയി. ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಮಗಳನ್ನು ತೆಗೆದುಕೊಂಡು പക്ഷെ ഒരു ಹೋದರು. സൗഖ്യം അവർക്ക് നടന്നിട്ടില്ല. ಅವಳಿಗೆ ಸೌಖ್ಯವೊಂದು പക്ഷെ ನಡೆಯಲಿಲ್ಲ. എനിക്കൊരു കാര്യം മനസ്സിലായി. ಆದ್ರೆ ನನಗೊಂದು ಕಾರ್ಯ ಅರ್ಥ ಆಯ್ತು. ലോകത്തിന്റെ രക്ഷിതാവായവൻ, ಲೋಕದಲ್ಲಿ ರಕ್ಷಣೆ ദാവീദിന്റെ പുത്രനായവൻ, ದಾವಿದನ ಪುತ್ರ അത്ഭുത മന്ത്രിയായവൻ, ಅದ್ಭುತ ಸ್ವರೂಪನಾದ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ಅವನು ಇಲ್ಲಿ ಬಂದಿದ್ದಾನೆ. ഞാൻ അവന്റെ അടുത്തേക്ക് പോകാൻ ನಾನು ಅವನ പോവുകയാണ്. ಹತ್ತಿರ ഞാൻ ಹೋಗುತ್ತೇನೆ. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ನಾನು ತಿರುಗಿ ಮನೆಗೆ എന്റെ ಬರುವಾಗ മകൾക്ക് സൗഖ്യമില്ലാതെ. ನನ್ನ ಮಗಳಿಗೆ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായി കഥ തട്ടി, നന്നായി കഥ തട്ടി, ಒಳ್ಳೆಯದಾಗಿ ಕರಗಳನ್ನು ತಟ್ಟೋಣ. നന്നായി കഥകളെ തട്ടി. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാപിച്ചെടുത്താണ്. ನಂಬಿಕೆಯೊಂದಿಗೆ ശമലകമതിയന്തൽവായകമതകന്തതി ആർത്തന വൈഡന ജുഡകൽക്കമതകന്തതി വംശമന വൈഡന അധികൽക്കമതകസിയന്തതി ലായ്ക്കമതവൽഗമതിയന്തൽവായകമതകന്തതി വംശമനി വൈഡന അധികൽക്കമതകസിയന്തതി ಶಗನ ದೊರೆಗಡ ಅಂದರ್ವೇದಿ ಅಸ್ತರಾಧನವೇ ഉടല അകൽക്കന വൈഡന അധികൽക്കമന നന്ദലി ആദാബ ശേഖബിയൽ വായകമന ഹന്തലി വാസക ഒറിയൽ വായകമതകന്തതി ಬಲಬರಬ ಶಗನ ದೊರೆಗಡ ಅಂದರ್ವೇದಿ ಅಸ್ತರಾಧನವೇ ದಿಗರಾಬಲ ದೀರ ಕಂದಗ ದೀದಗರೆ ಶಗನ ದೊರೆಗಡ Hallelujah, hallelujah. ದರೆ ಕಾ ಬಾ 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 ಶಗರ ದೊರೆಗಡ ಗಡಗನ ಅಂದರ ದೊರೆಗಲ್ಬಲ ಸಿಯಾಂದನ ದೊರೆ ಬಾ 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 അവൾ തീരുമാനമെടുത്ത് കാണും. ಅವಳು ಒಂದು ತೀರ್ಮಾನ ഇനി ಮಾಡಿರಬಹುದು. എന്റെ മകളുടെ വിഷയത്തിന് വേണ്ടി ಇನ್ನು ನನ್ನ ಮಗಳ ವಿಷಯಕ್ಕಾಗಿ ഞാൻ ഇത് വ്യക്തിയുടെ അടുക്കൽ പോകത്തില്ല. ನಾನು ಎಲ್ಲಿಗೂ ಇನ್ನು ಹೋಗುವುದಿಲ್ಲ. ഇത് ലാസ്റ്റ് എന്റെ അറ്റംപ്റ്റ്. ಇದು ಲಾಸ್ಟ್ ನನ್ನ ಒಂದು ഞാൻ ಪ್ರಯತ್ನ. തിരിച്ചു വിട്ട് കയറുകയാണെങ്കിൽ ನಾನು ತಿರುಗಿ ಮನೆಗೆ ಬರುವಾಗ സൗഖ്യമില്ലാതെ വരത്തില്ല. ಸೌಖ್ಯ ಹೊಂದದೆ ನಾನು ಬರುವುದಿಲ್ಲ. ഇന്ന് പകൽ നിങ്ങൾ തീരുമാനമെടുത്തിട്ടാണോ വന്നത്? ಈ ಆಗಲನ ವೇಳೆಯಲ್ಲಿ ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡು ഞാൻ ಬಂದಿದ್ದೀಯ. തിരിച്ചു പോകുമ്പോൾ ನೀನು ತಿರುಗಿ ಹೋಗುವಾಗ സൗഖ്യമില്ലാതെ പോകത്തില്ല. ಸೌಖ್ಯ ಹೊಂದದೆ ഞാൻ ಹೋಗುವುದಿಲ್ಲ. തിരിച്ചു പോകുമ്പോൾ ನಾನು ತಿರುಗಿ ഒരു ಹೋಗುವಾಗ വിടുതൽ ഇല്ലാതെ മടങ്ങി ಒಂದು പോകത്തില്ല. ಬಿಡುಗಡೆ ಇಲ್ಲದೆ ನಾನು ഞാൻ തിരിച്ചു പോകുമ്പോൾ ನಾನು ತಿರುಗಿ ഒരു ಹೋಗುವಾಗ അനുഗ്രഹമില്ലാതെ മടങ്ങി ಒಂದು പോകത്തില്ല. ಆಶೀರ್ವಾದ ಇಲ್ಲದೆ ನಾನು ಮನೆಗೆ ಹೋಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കൂടെയുണ്ട് നിങ്ങൾ? ಜೊತೆಯಲ್ಲಿದ್ದೀರಾ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച വന്നതെങ്കിൽ ಹಾಗೆ ನೀವು ಆಸೆ ಪಟ್ಟು ಬಂದಿರುವುದು സൗഖ്യമില്ലാതെ നിങ്ങൾ പോകത്തില്ല. ಸೌಖ್ಯವಿಲ್ಲದೆ ನೀವು വിടുതലില്ലാതെ നിങ്ങൾ മടങ്ങി ಬಿಡುಗಡೆ പോകത്തില്ല. ಇಲ್ಲದೆ ನೀವು ಹೋಗುವುದಿಲ್ಲ. അത്ഭുതമില്ലാതെ നിങ്ങൾ മടങ്ങി ಅದ್ಭುತ പോകത്തില്ല. ಇಲ್ಲದೆ ನೀವು ಹಿಂತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. അനുഗ്രഹമില്ലാതെ നിങ്ങൾ മടങ്ങി പോകത്തില്ല. ಆಶೀರ್ವಾದ ಇಲ್ಲದೆ ನೀವು ಹಿಂತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. യേശു വന്ന് ഇസ്രായേൽ ജനത്തിനെ കാണാതെ പോയ ആടുകൾക്കല്ലാതെ ന്യായച്ചിട്ടില്ല. ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳ್ತಾನೆ, ಇಸ್ರಾಯೇಲರಿಗೆ ಕಾಣದೆ ಹೋದ ಕುರಿಗಳಲ್ಲದೆ ನಾನು ಬೇರೆ ಎಲ್ಲಿಗೂ അതുകൊണ്ട് നീ ಕಳಿಸಲ್ಪಟ್ಟವನಲ್ಲ. പൊക്കോ, നിന്നെ മകളെ സൗഖ്യമാകത്തില്ല ഞാൻ. ಹಾಗಾದ್ರೆ ನೀನು ಹೋಗು, ನಿನ್ನ ಮಗಳ ಸೌಖ್ಯವಾಗುವುದೇ ಇಲ್ಲ. അവൾ പോയോ? ಅವಳು ಹೋದ್ಲಾ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൾ പിന്നെയും യേശുവിന്റെ അടുത്ത് വന്നു. ಅವಳು ಮತ್ತೆ ಯೇಸು ಹತ್ರ ಬಂದಳು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അമ്മ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് അവൾ പിന്നെയും പറഞ്ഞു, ಕರ್ತನ ಹತ್ತಿರ ಬಂದವಳು ಮತ್ತೆ ಹೇಳ್ತಾ ಇದ್ದಾಳೆ, കർത്താവിനെ സഹായിക്കണം ಕರ್ತನೇ ನನಗೆ ಸಹಾಯ ಮಾಡು എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ಹಾಗೆ ಹೇಳಿ ಅವಳು ನಮಸ್ಕಾರ ചില ಮಾಡಿದಳು. ട്രാൻസ്ലേഷൻ കൊടുത്ത ആരാധിച്ചെന്ന. ಅಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ ಆರಾಧಿಸಿದಳು ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. സഹായിക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിച്ചു. ಸಹಾಯ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಹೇಳಿ ಯೇಸುವನ್ನು അവൾ ಆರಾಧಿಸಿದಳು. നമസ്കരിച്ചു. ಅಲ್ಲಿ യേശു അവളെ തിരസ്കരിച്ചിട്ടു. ಯೇಸು ಅವಳನ್ನು ತಿರಸ್ಕರಿಸಿದರು. യേശു അവളെ മാക്സിമം ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടു. ಯೇಸು ಅವಳನ್ನು ಉಪೇಕ್ಷಿಸಿ ಮಾಡಿದರು. അവൾ യേശുവിനെ വിടുന്നില്ല. ಆದ್ರೂ ಅವಳು ಯೇಸುವನ್ನು ಬಿಡಲಿಲ್ಲ. കൂടെ ഉണ്ടോ? ಜೊತೆಯಲ್ಲಿದ್ದೀರಾ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ചേർന്ന് നിൽക്കുക. ಸೇರಿ ನಿಲ್ಲಬೇಕು. അവൾ വന്ന് സൗഖ്യമില്ലാതെ മടങ്ങി പോകത്തില്ല. ಅವಳು ಸೌಖ್ಯ ಇಲ್ಲದೆ ಹಿಂತಿರುಗಿ ಹೋಗಲಿಲ್ಲ. ഹല്ലേലൂയ. ബൈബിളിൽ രണ്ട് ദിനവൃത്താന്തം പുസ്തകം, രണ്ട് ദിനവൃത്താന്തം 2 ವೃತ್ತಾಂತ 4-ാം അധ്യായം 2 ಪೂಲಕಾಲ അതിന്റെ 9-10 വാക്യങ്ങളിൽ 4ನೇ ಅಧ್ಯಾಯ 9 4-ാം അധ്യായം 2 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യം. എടുത്തെങ്കിലും വാക്യം 2 ദിനവൃത്താന്തം 4-ാം അധ്യായം ಹೇಗಿದ್ದವರು ಓದಿರಿ. 9-10 വാക്യം. 1 ദിനവൃത്താന്തം 1ನೇ ವೃತ್ತಾಂತ 1 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യം. 4ನೇ ಅಧ್ಯಾಯ ಅದರ 9ನೇ ವಾಕ್ಯ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 9-10. യെബൂസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ അമ്മ ഞാനൊരു വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവൻ യെബൂസ് എന്ന് പേരിട്ടു. യെബൂസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ അത് വിസ്താരമാക്കുകയും നിന്റെ കൈഞ്ഞോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. നിങ്ങൾ ധൈര്യപ്പെടുത്താൻ ഞാൻ ഒരു കാര്യം പറയാം. ನಿಮ್ಮನಿಗೆ ಧೈರ್ಯಪಡಿಸುವುದಕ್ಕಾಗಿ ಒಂದು ಕಾರ್ಯ. കഴിഞ്ഞ സ്ഥലത്ത് മീറ്റിംഗ് പോയ സമയത്ത് ನಾನು ಕಳೆದ ದಿವಸ ಮೀಟಿಂಗಿಗೆ ಹೋದ ಸಮಯದಲ್ಲಿ വചനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ವಾಕ್ಯಗಳನ್ನು ಓದ್ತಾ ಇರುವಾಗ പെട്ടെന്ന് ചില വ്യക്തികളുടെ ദൈവാത്മാവ് ദൂത് പറഞ്ഞു. ಕೂಡಲೇ ದೇವರ ಆತ್ಮನು ಕೆಲ ವ್ಯಕ್ತಿಯೊಂದಿಗೆ ಆಲೋಚನೆ ಹೇಳಿದರು. അതിന്റെ കൂട്ടത്തിൽ സഹോദരി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു. ಅಲ್ಲಿ ಒಂದು ಸಿಸ್ಟರ್ ಕುಳಿತುಕೊಂಡಿದ್ದರು. പെട്ടെന്ന് മുമ്പോട്ട് വിളിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ಕೂಡಲೇ ದೇವರ ಆತ್ಮನವರನ್ನು ಮುಂದೆ ಕರೀಲಿಕ್ಕೆ ದೇವರು ಇಷ್ಟಪಟ್ಟರು. മുമ്പോട്ട് വിളിച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮನವರೊಂದಿಗೆ ಆಲೋಚನೆ ಹೇಳುವಾಗ ഇങ്ങനെ പല ദൂതുകൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ಹೀಗೆ ಆಲೋಚನೆ ಹೇಳುವಾಗ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಹೇಳಿದರು. നീ ഇന്ന് ഇവിടെ മീറ്റിംഗിന് വന്നത്, ನೀನು ಇವತ್ತು ಈ ಮೀಟಿಂಗಿಗೆ ಬಂದದ್ದು, മീറ്റിംഗ് വരുമ്പോൾ നീ ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു. ಮೀಟಿಂಗಿಗೆ ಬರುವಾಗ ದೇವರೊಂದಿಗೆ ನೀನು ಈ ഞാൻ ಕಾರ್ಯ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന മുമ്പേ ನಾನು ಇವತ್ತು ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಹೋಗುವ എന്നോട് ಮುಂಚೆ സംസാരിച്ചേ പറ്റൂ. ನನ್ನ ಜೊತೆಯಲ್ಲಿ ನೀನು ಮಾತನಾಡಲೇಬೇಕು. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാ നീ വന്നത്. ಹಾಗೆ ಪ್ರಾರ್ಥಿಸಿ ನೀನು ಬಂದಿದ್ಯಾ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ.
കഴിഞ്ഞ അതിന് തൊട്ട് തലേദിവസം അവൾ മീറ്റിംഗിന് വന്നപ്പോൾ ಅದರ ಮರುದಿವಸ ಅವರು ಮೀಟಿಂಗಿಗೆ ಬಂದಾಗ പലരോടും ദൈവം സംസാരിച്ചു. ಅನೇಕರೊಂದಿಗೆ ದೇವರು ಮಾತನಾಡಿದರು. അവളോടൊന്നും സംസാരിച്ചില്ല. ಅವರ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಲಿಲ್ಲ. അവിടെ ಆಂಟಿയോട് പറഞ്ഞു, ಅಲ್ಲೇ ಆ ಆಂಟಿಯೊಂದಿಗೆ ಹೇಳಿದರು, എന്നോട് മാത്രം ദൈവം സംസാരിച്ചില്ല. ನನ್ನೊಂದಿಗೆ ಮಾತ್ರ ದೇವರು ಮಾತನಾಡಿಲ್ಲ. ആന്റിയോട് ധൈര്യപ്പെടുത്തി, നീ പ്രാർത്ഥിച്ചു, നാളെ നിന്നോട് ദൈവം സംസാരിക്കും. ಆ ಆಂಟಿ ಧೈರ್ಯಪಡಿಸಿದರು, ನಾಳೆ ನೀನು ಪ್ರಾರ್ಥಿಸಿ ಬಾ, ನಾಳೆ ನಿನ್ನೊಂದಿಗೆ ದೇವರು ಮಾತನಾಡುತ್ತಾರೆ. ഈ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ಈ ಕಾರ್ಯ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ, കർത്താവിന് അറിയാമായിരുന്നു. ಆದ್ರೆ ಕರ್ತನಿಗೆ ಗೊತ್ತಿತ್ತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. ದೇವರವರೊಂದಿಗೆ ವ್ಯಕ್ತವಾಗಿ ಮಾತನಾಡಿದರು. എവിടെ നമുക്ക് കാണാൻ പറ്റും? യബ്ബസ് എന്ന് പറഞ്ഞ വ്യക്തി ಅಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಯಾಬೇಸನ್ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ಅವರ ಸಹೋದರರಿಗಿಂತಲೂ ಬಹಳ ಘನವಂತನಾದನು. അവന്റെ അമ്മ വേദനയോടെ പ്രസവിച്ചു, വ്യസനത്തോടെ പ്രസവിച്ചു. ಅವನ ತಾಯಿ ವೇದನೆಯಿಂದ ಅವನನ್ನು ಎತ್ತಲು അവന് യബ്ബസ് എന്ന് പേരിട്ടു. ಅವನಿಗೆ ಯಾಬೇಸನ್ ಎಂದು ಹೆಸರಿಟ್ಟಳು. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധാരണ സഹോദരിമാർ പ്രസവിക്കുമ്പോൾ ഈ പ്രസവവേദന വരാറുണ്ട്. ಸಾಧಾರಣವಾಗಿ ಪ್ರಸಂಗಿಸುವಾಗ പ്രസവവേദന ಸಾಧಾರಣವಾಗಿ ಪ್ರಸವವೇದನೆ ಬರ್ಲಿಕ್ಕಿದೆ. പക്ഷെ ഇവിടെ കൊടുത്തത് ആ വേദനയല്ല. ಆದ್ರೆ ಇಲ್ಲಿ ಕೊಟ್ಟಂತೂ ಆ ವೇದನೆಯಲ್ಲ. ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് വേദപണ്ഡിതന്മാർ പറഞ്ഞത്, ಕೆಲವು ವೇದ ಪಂಡಿತರು ಅಭಿಪ್ರಾಯ ಹೇಳಿದ್ದು, യബ്ബസ് ജനിച്ച സമയത്ത് ಯಾಬೇಸು ಜನಿಸಿದ ಸಮಯದಲ್ಲಿ അംഗവൈകല്യമുള്ള വ്യക്തിയായിരുന്നു. അംഗവൈകല്യം, ಅಂಗವೈಕಲ್ಯವಾದ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು. പലരും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಅನೇಕ ಕಾರ್ಯಗಳನ್ನು ಹೇಳುತ್ತಾರೆ. അതുകൊണ്ട് യബ്ബസിന്റെ അമ്മ അവനെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു. ಅದರಿಂದಾಗಿ ಅವನ ತಾಯಿಯೇ ಹೇಳ್ತಾ ಇದ್ದಾಳೆ, ನಾನು ಅವನನ್ನು ವೇದನೆಯಿಂದ ಎತ್ತೇನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വേദനയിൽ ഗർഭം ധരിച്ചു, ನಾನು ವೇದನೆಯಲ್ಲಿ ಗರ್ಭ ಧರಿಸಿ, വേദനയിൽ പ്രസവിച്ചു, ವೇದನೆಯಲ್ಲಿ ನಾನು വേദനയിൽ അവൻ വളർന്നു, ವೇದನೆಯಲ್ಲಿ ಅವನು ಬೆಳೆದನು, വേദന അവൻ ജീവിച്ചു. ವೇದನೆಯಲ್ಲಿ ಅವನು പക്ഷെ ಜೀವಿಸಿದನು. വേദന അവസാനിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ಆದ್ರೆ ವೇದನೆ ನೀಗಿ ಹೋಗಬೇಕೆಂಬುದು ಅವನಿಗೆ ಇಷ್ಟಪಡಲಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ പിതാക്കൾ നമ്മുടെ ചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ಅದು ಪಿತೃಗಳ ಚರಿತ್ರೆ ಓದುವಾಗ അവനൊരു കാര്യം മനസ്സിലായി. ಅವನಿಗೆ ಒಂದು ಕಾರ್ಯ, ആരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ಯಾರೆಲ್ಲ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿದ അവരുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. ಅವರ ಅವಸ್ಥೆಗಳಿಗೆ ದೇವರು അവൻ ಬದಲಾವಣೆ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಅವನು ದೇವರೊಂದಿಗೆ എന്താ പ്രാർത്ഥിച്ചത്? ಏನು ಪ್ರಾರ್ಥಿಸಿದ್ದು? ചുരുക്ക വിഷയമാണ് പ്രാർത്ഥിച്ചത്. ಚುರುಕವಾದ ಚಿಕ್ಕ ವಿಷಯಗಳನ್ನು ഹല്ലേലൂയ. ಪ್ರಾರ್ಥಿಸಿದನು. ഒന്ന്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ಒಂದನೇದಾಗಿ, ನೀನು ನನ್ನ ನಿಶ್ಚಯವಾಗಿ ಆಶ್ರಯಿಸಬೇಕು. എന്റെ അതിനെ നീ വിസ്താരമാക്കണം. ನನ್ನ ಪ್ರಾಂತ್ಯವನ್ನು ವಿಸ್ತರಿಸಿ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ನಿನ್ನ ಹಸ್ತದಿಂದ ನನ್ನನ್ನು ಹಿಡಿದು അനർത്ഥം എനിക്ക് വ്യസ്തമായി തീരാതെ എന്നെ കാക്കണം ಯಾವ ವೇದನೆ ಉಂಟಾಗದಂತೆ ನನ್ನ ರಕ್ಷಿಸಬಾರದೆ എന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ಎಂದು ಮೊರೆಯಿಡಲು അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ಅವನ ಮೊರೆಯನ್ನು ಲಾಲಿಸಿದನು. ದೇವರು ಅವನ ಮೊರೆಯನ್ನು ಲಾಲಿಸಿದನು. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊക്കെ യബ്ബസിന്റെ പ്രാർത്ഥന? ಏನು ಯೆಹೋವನ ಪ್ರಾರ್ಥನೆ? ഒന്ന്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ಒಂದು, ನೀನು ನನ್ನ ನಿಶ್ಚಯವಾಗಿ ಆಶ್ರಯಿಸಬೇಕು. രണ്ട്, എന്റെ അതിനെ വിസ്താരമാക്കണം. ಎರಡನೇದಾಗಿ, ನನ್ನ ಪ್ರಾಂತ್ಯವನ್ನು നിന്റെ ವಿಸ್ತರಿಸು. കൈ എന്നോട് കൂടെ ഇരിക്കണം. ನಿನ್ನ ಹಸ್ತ ನನ್ನನ್ನು ಹಿಡಿದು അനർത്ഥം വ്യസ്തമായി തീരാതെ നീ എന്നെ കാക്കണം. ಯಾವ ವೇದನೆ ಉಂಟಾಗದೆ ನನ್ನ അവൻ ರಕ್ಷಿಸಬಾರದೆ. അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ಅವನು ಯಾವ ರೀತಿ ಅಪೇಕ್ಷಿಸಿದನು, ದೇವರು ಅದೇ ರೀತಿ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ನೀವೆಷ್ಟು ಜನ ഞാൻ ನಂಬುತ್ತೀರಿ? ദൈവത്തോട് അപേക്ഷിച്ചു, ನಾನು ದೇವರೊಂದಿಗೆ ദൈവം എനിക്കത് നൽകും. ದೇವರು ಅದು ನನಗೆ ഞാൻ ಕೊಡ್ತಾನೆ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ನಾನು ದೇವರೊಂದಿಗೆ ദൈവം എനിക്കത് നൽകും. ದೇವರು ಅದು ನನಗೆ ಕೊಡ್ತಾನೆ. ഒന്ന് ശബ്ദം എത്തിക്കാൻ നമുക്ക് ಒಂದು സ്തോത്രം ಶಬ್ದ ചെയ്യാം. ಎತ್ತಿ ಕರವೆತ್ತಿ ದೇವರಿಗೆ ಹೇಳೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ കുറച്ച് പേരുള്ളൂ, എന്നാലും ശബ്ദം എത്തി കഥ സ്തോത്രം ചെയ്യണം. ನಾವು ಸ್ವಲ್ಪ ಜನ ಇರುವುದಾದ್ರೂ ಶಬ್ದವೆತ್ತಿ ನಾವು ಹೇಳೋಣ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ഞാനിങ്ങനെ കരം അടിക്കുകയാണെങ്കിൽ നന്നായി അടിക്കണം. ಒಂದು ವೇಳೆ ಕೈ ತಟ್ಟುದಾದ್ರೂ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ತಟ್ಟಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കരം എത്തി സ്തോത്രം ചെയ്യണം, നന്നായിട്ട് സ്തോത്രം ചെയ്യണം. ನಾವು ಕರ ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡುದಾದ್ರೂ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸ್ತೋತ್ರ ಹೇಳಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മുടെ ശബ്ദം അതാണെങ്കിൽ, നമ്മുടെ ശബ്ദത്തെ ഉണ്ടെന്ന് അതാണെങ്കിൽ ನಮ್ಮ ಶಬ್ದ ಹೊರಗೆ ತಿಳಿಯಬೇಕಾದರೆ വീട്ടിൽ വന്നാൽ മതി അല്ലേ? ಮನೆಗೆ ಬಂದ್ರೆ ಗೊತ್ತಾಗುತ್ತದೆ. പിള്ളേര് പദമനുസരിച്ചില്ലെങ്കിൽ ಮಕ್ಕಳು ಮಾತನ್ನು ಅನುಸರಿಸಲಿಲ್ಲದೆ അറിയാതെ നമ്മുടെ ശബ്ദം പൊങ്ങും. ಆಗ ಗೊತ್ತಿಲ್ಲದೆ ಶಬ್ದ ಹೊರಗೆ ಬರ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കഥയ്ക്ക് ഉപ്പ് കുറഞ്ഞാൽ, ಪದಾರ್ಥಕ್ಕೆ ಉಪ್ಪು ಕಡಿಮೆ ಆದರೆ, സമയത്ത് കിട്ടേണ്ട ചായ കിട്ടാതിരുന്നാൽ, ಸಮಯಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಚಾಯ್ ಸಿಕ್ಕದಿದ್ದರೆ, അടുത്ത 10 വീട്ടിൽ നമ്മുടെ ശബ്ദം കേൾക്കാം. 10 ನಿಮಿಷದ ನಂತರ ಒಂದು ಶಬ್ದ ಕೇಳ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്നാൽ ദൈവസന്നിധിയിൽ മാത്രം നമ്മുടെ ശബ്ദം കേൾക്കാം. ಆದ್ರೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಮಾತ್ರ ಶಬ್ದ ಕೇಳುವುದಿಲ್ಲ. ഒരു നല്ല ഹല്ലേലൂയ. ಒಂದು ಒಳ್ಳೆಯ ಹಲ್ಲೆಲೂಯ. സമയം പോയത് ഞാൻ വേഗത്തിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി, എനിക്ക് അറിയില്ല ദൂത് തീരുമെന്ന് അറിയത്തില്ല, എന്നാൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. ನಾವು ಬೇಗನೆ ಮುಂದೆ ಹೋಗುವ, ಇದು ಮುಗಿತದೆ ಗೊತ್ತಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പൊ യബ്ബസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಯಾಬೇಸನು ದೇವರೊಂದಿಗೆ അത് ಪ್ರಾರ್ಥಿಸಿದನು. ദൈവം അവന് നൽകി. ಅದು ದೇವರು ಅವನಿಗೆ ഇന്ന് ಕೊಟ್ಟನು. പകൽ പരിശുദ്ധാത്മ ഞാൻ ആലോചന കൈമാറുന്നു. ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ നിങ്ങൾ എന്തൊക്കെ ദൈവത്തോട് ನೀವು പ്രാർത്ഥിച്ചിട്ടുണ്ട്, ಏನೆಲ್ಲ ದೇವರೊಂದಿಗೆ ഇന്ന് ಪ್ರಾರ್ಥಿಸಿದ್ದೀರಿ? പകൽ അപേക്ഷിച്ച എല്ലാവരും മറുപടി തരാൻ വേണ്ടി ಈ പോകാം. ಆಗಲ ವೇಳೆಯಲ್ಲಿ ನೀವು ಅಪೇಕ್ಷಿಸಿದ ಎಲ್ಲವೂ ದೇವರು ಉತ್ತರ ಕೊಡಲು ಹೋಗುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യബ്ബസ് പറഞ്ഞു, എനിക്ക് തരുമെന്നല്ല, ಯಾಬೇಸನು ಹೇಳಿದ ನನಗೆ ಕೊಡು. അവൻ അപേക്ഷിച്ചതിന്
ಆಮೆನ್. ಅಪೇಕ್ಷಿಸಿದ ദൈവം അവന് നൽകി. ದೇವರು ಅವನಿಗೆ ಕೊಟ್ಟರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് നൽകി, ദൈവം അവന് കൊടുത്തു. ದೇವರು ಅವನಿಗೆ ಕೊಟ್ಟರು. അവന്റെ ഒരു പ്രാർത്ഥനയാണ് എന്റെ അതിരിനെ നീ വിസ്താരമാക്കണം. ಅವನ ಒಂದೇ ಒಂದು ಪ್ರಾರ್ಥನೆ, ನನ್ನ ಸ್ಥಳವನ್ನು ವಿಸ್ತರಿಸಬೇಕು. നിങ്ങളെത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? ನೀವು ಎಷ್ಟು ಜನ ಪ್ರಾರ್ಥಿಸುತ್ತೀರಿ? എന്റെ അതിരിനെ നീ വിസ്താരമാക്കണം. ನನ್ನ ಆದಿರನ್ನು ನೀನು എന്റെ ವಿಸ್ತಾರಪಡಿಸು. സകല മേഖല അതിനെ വിസ്താരമാക്കണം. ನನ್ನ ಸಕಲ ಮೇಘನದ ಆದಿರನ್ನು ನೀನು ವಿಸ್ತಾರಪಡಿಸಬೇಕು. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ಸ್ತೋತ್ರ ಹೇಳೋಣ. എന്റെ ഒരു സമയത്ത് എന്റെ ഒരു സമയങ്ങളിലെ പ്രാർത്ഥനയായിരുന്നു. ನನ್ನ ಒಂದು ಸಮಯದಲ್ಲಿ ಈ ಪ್ರಾರ್ಥನೆಯಾಗಿತ್ತು. എന്റെ ശുശ്രൂഷ അതിനെ വിസ്താരമാക്കണം. ನನ್ನ ಸೇವೆಯ ಆದಿರುಗಳನ್ನು ವಿಸ್ತಾರಪಡಿಸು. എന്റെ സകല മേഖല അതിനെ വിസ്താരമാക്കണം. ನನ್ನ ಸಕಲ ಮೇಘನಗಳನ್ನು ವಿಸ್ತಾರಪಡಿಸಬೇಕು. 1 ദിനവൃത്താന്തം 2-55 വാക്യം വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകും. 1 ദിനവൃത്താന്തം 2-55 വാക്യം. 1 ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 2ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ. അവിടെ വാക്യമുണ്ട്, എബേസിൽ പാർത്ത ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ. എബേസിൽ പാർത്ത, ಅಲ್ಲಿ ಏಬೇಸನು ವಾಸ ಮಾಡಿದಂತ ಅಲ್ಲಿಯ ವ್ಯಕ್ತಿಗಳ ಹೆಸರು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എബേസിന്റെ അതിവിസ്താരമായ സമയത്ത്, ಹಾಗಾದ್ರೆ ಯಾಬೇಸಿನ ಆದಿರುಗಳು ವಿಸ್ತಾರವಾದ എബേസ് ಸಮಯದಲ್ಲಿ പേരിൽ പട്ടണമുണ്ടായി. ಯಾಬೇಸನ ಹೆಸರಿನಲ್ಲಿ ಒಂದು ಪಟ್ಟಣವೇ ಉಂಟಾಯಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ പാർത്തത് സാധാരണക്കാരല്ലായിരുന്നു. ആ പട്ടണത്തിൽ പാർത്തത് സാധാരണക്കാരല്ലായിരുന്നു. ಆ ಪಟ್ಟಣದಲ್ಲಿ ವಾಸ ಮಾಡಿದವರು ಸಾಧಾರಣ ಜನರಲ್ಲ, ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ಶಾಸ್ತ್ರಿಗಳು. ഇന്ന് പകൽ ദൈവം നമ്മുടെ അതിനെ വിസ്താരമാക്കിയ ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಆದಿರುಗಳನ್ನು ದೇವರು നമ്മുടെ ವಿಸ್ತರಿಸುತ್ತಾರೆ. പേര് നമ്മുടെ ദേശം അറിയപ്പെടും. ನಮ್ಮ ಹೆಸರು ನಮ್ಮ ದೇಶ ತಿಳಿದುಕೊಳ್ಳುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പേര് നമ്മുടെ ദേശം അറിയപ്പെടും. ನಮ್ಮ ಹೆಸರಿನಲ್ಲಿ ನಮ್ಮ ದೇಶ ഇപ്പോൾ ತಿಳಿದುಕೊಳ್ಳುತ್ತದೆ. നമ്മെ ആരും അറിയുന്നില്ലായിരിക്കാം. ಈಗ ನಾವು ಯಾರು ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲದಿರಬಹುದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ദേശം അറിയപ്പെടുന്നത് അവിടുത്തെ നടക്കുന്ന സംഭവങ്ങൾക്ക് നിമിത്തമായിരിക്കാം. ಒಂದು ದೇಶ ತಿಳಿದುಕೊಳ್ಳುವುದು ಅಲ್ಲಿಯ ಸಂಭವಗಳ ನಿಮಿತ್ತವಾಗಿ അവിടുത്തെ ತಿಳಿದುಕೊಳ್ಳುತ್ತದೆ. ഏറ്റവും ഉന്നതന്മാരെ കൊണ്ടായിരിക്കാം അറിയപ്പെടുന്നത്. ಅಲ್ಲಿಯ ಉನ್ನತ ವ್ಯಕ್ತಿಗಳ ಮೂಲಕ ಆ ದೇಶ ತಿಳಿಯಲ್ಪಡುತ್ತದೆ. അല്ലെങ്കിൽ അവിടെ നടന്ന പ്രത്യേക സംഭവങ്ങൾ നിമിത്തമായിരിക്കാം. ಅಲ್ಲಿ ನಡೆಯುವಂತ ಅನೇಕ ಸಂಭವಗಳ ನಿಮಿತ್ತವಾಗಿ എന്നാൽ ഞാൻ ತಿಳಿದುಕೊಳ್ಳುತ್ತದೆ. ആത്മാവിൽ നിങ്ങൾ നോക്കി പ്രവചിക്കും. ಆದ್ರೆ ನಾನು ಆತ್ಮನಿಂದ ನಿಮ್ಮನ್ನು ನೋಡಿ ഇപ്പോൾ ಪ್ರವಾದಿಸುತ್ತೇನೆ. ആരും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ಈಗ ಯಾರು ನಿಮ್ಮನ್ನು ತಿಳ್ಕೊಳ್ಳದಿದ್ದರು, നിങ്ങൾ അതിൽ വിസ്താരമാകാൻ തുടങ്ങിയ ನಿಮ್ಮ ಆದಿರುಗಳು ವಿಸ್ತಾರವಾದಲು നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേര്, ನಿಮ್ಮ ಹೆಸರು, നിങ്ങളുടെ ദേശം അറിയപ്പെടും. ನಿಮ್ಮ ದೇಶ ತಿಳಿದುಕೊಳ್ಳುತ್ತದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ಯಾಬೇಚ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ അവൻ അത് ಪ್ರಾರ್ಥಿಸಿದನು. പിടിച്ചെടുത്ത ദൈവത്തിൽ നിന്ന്. ಅವನು ಅದನ್ನು ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಂಡನು. ചിലപ്പോൾ ദൈവം അനുഗ്രഹിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന നിമിഷം പ്രാർത്ഥന മറുപടി ലഭിക്കും. ಆ ಪ್ರಾರ್ಥನೆಗಳ ವಿಷಯಗಳು ചില നമ്മൾ പിടിച്ചെടുക്കേണ്ടി വരും. ಕೆಲವು ಸಲ ನಾವು ಹಿಡಿದು ಎಳಿಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്താൽ ಇವತ್ತು ನಾವು ನಂಬಿಕೆಯಲ್ಲಿ ചില പിടിച്ചെടുക്കാൻ വേണ്ടി പോകാം. ನಾವು ಅದನ್ನು ಹಿಡಿದುಕೊಳ್ಳಲು ಹೋಗುತ್ತೇವೆ. കൂടെയുണ്ടോ ಜೊತೆಯಲ್ಲಿ വിശ്വാസത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി പോകാം. ನಂಬಿಕೆಯ ಮೂಲಕ ಅದನ್ನು അപ്പോൾ ಹಿಡಿಯಲು മൂന്നാമത് യേശുവിന്റെ അടുത്ത് വന്നിട്ട് നമസ്കരിച്ചു, കർത്താവിനെ സഹായിക്കണം. ಹಾಗಾದ್ರೆ ಮೂರನೇದಾಗಿ ಅವಳು ಬಂದು ಯೇಸುವನ್ನು ನಮಸ್ಕರಿಸಿದರು, ಕರ್ತನೇ ನನಗೆ ಸಹಾಯ ಮಾಡು. ഒന്ന്, യേശുവോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ಒಂದು ಮಾತು ಕೂಡ ಯೇಸು ಕ್ರಿಸ್ತನು ಉತ್ತರ ಕೊಡಲಿಲ್ಲ. 2, യേശു വന്ന് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അല്ലാതെ അന്യായിച്ചിട്ടില്ല. ಎರಡನೇದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳುತ್ತಾನೆ, ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಲ್ಲಿ ಕಾಣದೆ ಹೋದ. മൂന്നാമത് അവൾ പറഞ്ഞു, എന്നെ നീ സഹായിക്കണം. ಮೂರನೇದಾಗಿ ನನಗೆ ನೀನು ಸಹಾಯ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വെറുതെ സൗഖ്യം ആക്കാതെ വെറുതെ വിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ಸುಮ್ಮನೆ ಸೌಖ್ಯ ಮಾಡದೆ ಸುಮ್ಮನೆ ಬಿಟ್ರೆ ಚಿಂತೆ ಆಗಿರ್ತಿರ್ಲಿಲ್ಲ. യേശുവಳ മുഖത്ത് നോക്കി പറഞ്ഞു, ಯೇಸು ಅವಳ ಮುಖವನ್ನು ನೋಡಿ ಹೇಳಿದರು, മക്കളുടെ അപ്പം എടുത്ത് ಮಕ್ಕಳಿಗೆ ರೊಟ್ಟಿಗಳನ್ನು ಕೊಟ್ಟು നായ്ക്കുട്ടികൾ ഇട്ട് കൊടുക്കത്തില്ല. ಅದು ನಾಯಿ ಮರಿಗಳಿಗೆ ಹಾಕಿ ಕೊಡುವಾಗ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പൊ ഇവൾ ആരായി? ಹಾಗಾದ್ರೆ ಇವಳು ಯಾರು? യേശു പരസ്യം വിളിച്ചു, നായ്ക്കുട്ടിയെ നീ. ಯೇಸು ಅವಳನ್ನು ಕರೆದರು ನಾಯಿಗೆ ಮಕ್ಕಳು ಎಂಬುದಾಗಿ. നീ മകളല്ല, ನೀನು ಮಗಳಲ್ಲ. മക്കൾ യഹൂദന്മാരാ, ഇസ്രായേൽ മക്കളാ. ಮಕ್ಕಳು ಇಸ್ರೇಲ್ ಮಕ್ಕಳು ಮಾತ್ರ. മക്കളുടെ അപ്പം, മക്കളുടെ അപ്പമാണ് സൗഖ്യം. ಹಾಗಾದ್ರೆ ಮಕ್ಕಳ ರೊಟ್ಟಿಯಾಗಿದೆ ಸ್ವಸ್ಥತೆ. കൂടെയുണ്ടോ? ಜೊತೆಯಲ್ಲಿ ಇದ್ದೀರಾ? മക്കളുടെ അപ്പമാണ് സൗഖ്യം. ಮಕ್ಕಳ ರೊಟ್ಟಿಯಾಗಿದೆ ಸೌಖ್ಯ. നമ്മുടെ അവകാശമാണ് സൗഖ്യം. ನಾವು ನಮ್ಮ ಅವಕಾಶವಾಗಿದೆ നമ്മുടെ ಸೌಖ್ಯ. അവകാശമാണ് സൗഖ്യം. ನಮ್ಮ ಅವಕಾಶವಾಗಿದೆ. നാം ആരാ? നാം ദൈവത്തിന്റെ മക്കളാ. ನಾವ್ಯಾರು? ನಾವು ದೇವರ ಮಕ್ಕಳು. യേശുവിനെ കൈക്കൊണ്ട് ಯೇಸುವಿನನ್ನು അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു ಅವನ ನಾಮದಲ್ಲಿ ഏവർക്കും ദൈവമക്കളെ അധികാരം കൊടുത്തു. ಯಾವ ಜನರಿಗಾದ್ರೂ ದೇವರ അപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാ. ನಾವು ದೇವರ ಮಕ್ಕಳು. നമ്മുടെ അപ്പമാണ് സൗഖ്യം. ನಮ್ಮ ರೊಟ್ಟಿಯಾಗಿದೆ ಸೌಖ್ಯ. യേശു സൗഖ്യം കൊടുക്കുന്നെങ്കിൽ ಯೇಸು ಕ್ರಿಸ್ತನ ಸೌಖ್ಯ അത് മക്കൾക്ക് മാത്രമേ ಅದು ഉള്ളൂ. ಮಕ್ಕಳಿಗೆ അത് ಮಾತ್ರವೇ നിനക്കുള്ള കാര്യമല്ല. ಅದು ಬೇರೆ ಯಾರಿಗೂ ಅಲ್ಲ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഓർത്ത് എന്നാലെങ്കിലും ഇവള് പോകുമെന്ന്, എന്നാലെങ്കിലും ഇവള് പോകുമെന്ന് യേശു ഓർത്തു. ಯೇಸು ಹಾಗೆ ಆದ್ರೂ ಅವಳು ಹೋಗ್ತಾಳ ಎಂಬುದಾಗಿ ഇവിടെ വിശ്വാസ കഥ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ಆದ್ರೆ ಅವಳು ನಂಬಿಕೆಯಲ್ಲಿ ತೋರಿಸ್ತಾ ಇದ್ದಾಳೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നായ്ക്കുട്ടിനെ വിളിച്ചിട്ടും ನಾಯಿ ಮಗಳು ಎಂಬುದಾಗಿ ಕರೆದು ಕೂಡ താഴ്മയോടെ നിന്നിട്ട് പറഞ്ഞു, ತಾಳ್ಮೆಯೊಂದಿಗೆ ನಿಂತಳು. അതെ കർത്താവേ. ಅದೇ ಕರ್ತನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ಆ ವಾಕ್ಯವನ್ನು ನೀವು ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ನೋಡಬೇಕು. ഉടയവരും മേശയുടെ നായ്ക്കുട്ടികളും ಕೂಡಲೇ ಅವಳು ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ.
ಆ ಮೇಜಿನ ಕೆಳಗೆ ಬಿದ್ದಂತ ಆ ರೊಟ್ಟಿ ಚೂರುಗಳನ್ನು ತಿನ್ನುತ್ತದಲ್ಲ. നീ പറഞ്ഞത് അപ്പം മക്കൾക്കാണെന്നാണല്ലോ. ನೀನು ಹೇಳಿದ್ದು ರೊಟ್ಟಿ ಮಕ್ಕಳಿಗೆ ಎಂಬುದಾಗಿ ಅಲ್ಲವೋ? എനിക്ക് അപ്പം വേണമെന്നില്ല. ನನಗೆ ರೊಟ್ಟಿ ಬೇಕಂತಿಲ್ಲ. അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ಅದು ತಿಂದ್ರೆ ಎಷ್ಟು ಮೊಟ್ಟೆ ಅಂತ എത്ര മുട്ടായി എടുക്കാം? എത്ര മുട്ടായി എടുക്കാം? ಎಷ್ಟು ಮಿಠಾಯಿಯನ್ನು ತೆಗಿಬಹುದು? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ചിലർ പറയും ഒന്നെടുത്താൽ മതി, ಕೆಲವರು ಹೇಳ್ತಾರೆ ಒಂದು ತೆಗೆದ್ರೆ ಸಾಕು, ചിലർ രണ്ടെണ്ണം എടുത്താൽ മതി, ಕೆಲವರು ಎರಡು ತೆಗಿತಾರೆ. അങ്ങനെ ಇഷ്ടം പോലെ എടുത്തോ. ಅವ್ರು ಹೇಳ್ತಾರೆ ನೀನು ಇಷ್ಟ ಬಂದಷ್ಟು ತೆಗೆದುಕೋ. നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ, ನೀವು ನನ್ನೊಂದಿಗೆ ಹೀಗೆ ಹೇಳಿದರೆ അത് മുഴുവൻ ഞാൻ എടുക്കും, ನಾನು ಎಲ್ಲವನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ. മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? ആ മുട്ട ഇത് പ്ലേറ്റ് നിറച്ച മുട്ടായി കൊണ്ടുവരിക. ಆ ಪ್ಲೇಟ್ ಫುಲ್ ಚಾಕ್ಲೇಟ್ ತರ್ತಾರೆ. എന്നിട്ട് എന്നോട് ഇഷ്ടം പോലെ എടുത്തോ. ಆಮೇಲೆ ನನ್ನ ಹತ್ರ ಹೇಳ್ತೆ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ತೆಗಿ. ഞാൻ ഒന്നും രണ്ടിൽ നിൽക്കത്തില്ല, ನಾನು ಒಂದೆರಡು ತೆಗೆಯುವುದಿಲ್ಲ, ഞാൻ മുട്ടായി മുഴുവൻ എടുക്കും. ನಾನು ಆ ಚಾಕ್ಲೇಟ್ ಎಲ್ಲ ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ. യേശു എന്നവളോട് പറഞ്ഞു, ಯೇಸು ಅವಳೊಂದಿಗೆ ಹೇಳಿದರು, ഇഷ്ടം പോലെ എനിക്ക് ഭാവിക്കട്ടെ. ನಿನಗೆ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ತೆಗೆದುಕೋ. അത് സൗഖ്യം മാത്രമേ ഉള്ളൂ. ಅದು ಸೌಖ್ಯ ಮಾತ್ರವೇ അല്ല ಆಗಿದೆ. അല്ല അല്ല, ಅಲ್ಲ, കൂടെ ഉണ്ടോ? ಜೊತೆಯಲ್ಲಿದ್ದೀರಾ? സൗഖ്യം മാത്രമല്ല, ಸೌಖ್ಯ ಮಾತ್ರ അവൾ ಅಲ್ಲ, വന്നത് സൗഖ്യത്തിന് വേണ്ടിയാ. ಅವಳು ಬಂದದ್ದು ಸೌಖ್ಯಕ್ಕಾಗಿ, മകളുടെ ഭൂതബാധ മാറാൻ വേണ്ടിയാ. ಮಗಳ ಭೂತವು ನೀಗಿ എന്നാൽ ಹೋಗುತ್ತದೆ. യേശുടെ മാക്സിമം മാറ്റാൻ ശ്രമിച്ചിട്ടും ಆದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ അവൾ മാറിയില്ല. ಯೇಸು ಕ್ರಿಸ್ತನ ಅವಳನ್ನು ನೀಗಿಸಿದನು, ಅವಳು ಹೋಗಲಿಲ್ಲ. അവൾ വിശ്വാസത്തോടെ കർത്തന്റെ മുമ്പിൽ പോകുക. ಅವಳು ನಂಬಿಕೆಯೊಂದಿಗೆ ಕರ್ತನ ಮುಂದೆ ಹೋದಳು. അവൾ വിശ്വാസം കണ്ടപ്പോൾ ಅವಳು ನಂಬಿಕೆ ನೋಡಿದ യേശു പറയുക, ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കണം. ನಿನಗೆ ಇಷ್ಟ ಬಂದಷ್ಟು ತೆಗೆದುಕೋ. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം കാണുമ്പോൾ ಈ ಆಗಲ ವೇಳೆ ನಮ್ಮ ನಂಬಿಕೆ ನೋಡುವಾಗ കർത്താവ് പറയണം, ಕರ್ತನು ഇത് ಹೇಳಬೇಕು, ഒരു വിഷയമല്ല, ನೀನು ಒಂದು ವಿಷಯ രണ്ട് വിഷയമല്ല, ಎರಡು ವಿಷಯ നീ ಅಲ್ಲ, കരയുന്ന വിഷയം മാത്രമല്ല, ನೀನು ಕೂಗುವ ವಿಷಯ നിന്റെ ಮಾತ್ರ, ഉള്ളിൽ എന്തൊക്കെ ഇഷ്ടമുണ്ടോ, ನಿನ್ನ ಒಳಗೆ എന്തൊക്കെ ആഗ്രഹമുണ്ടോ, ಏನೆಲ್ಲ ಆಸೆ ಇದೆಯೋ അതെല്ലാം സംഭവിക്കട്ടെ. ಎಲ್ಲವೂ ಸಂಭವಿಸಲಿ. ಆಮೆನ್. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് പോലും വിശ്വാസമില്ല. ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ನಡೆಯುವವರಿಗೂ ಕೂಡ ನಂಬಿಕೆ ಇಲ್ಲ. അല്ലേ? കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് പോലും വിശ്വാസമില്ല. ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ನಡೆಯುವವರಿಗೂ ಕೆಲಸ യേശു ചിലയിടത്ത് അത്ഭുതങ്ങൾ ചെയ്തില്ല. ಯೇಸು ಕೆಲವರ ಮಧ್ಯದಲ್ಲಿ ಅದ್ಭುತಗಳು അത്ഭുത കഥ ചെയ്യാൻ കഴിഞ്ഞില്ല. ಅನೇಕ ಅದ್ಭುತಗಳು ಕರ್ತನ ಕೆಲವರ ಮಧ್ಯದಲ್ಲಿ അവിടുത്തെ അവിശ്വാസ നിമിത്തം, ಅವರ ಅಪನಂಬಿಕೆ ನಿಮಿತ್ತ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും അത് വിശ്വാസമില്ല. ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ನಡೆದ ಶಿಷ್ಯರಿಗೂ ಅಷ್ಟು ನಂಬಿಕೆ ಇಲ್ಲ. അത്ഭുതം കണ്ടവർക്ക് വിശ്വാസമില്ല. ಅದ್ಭುತಗಳನ್ನು ನೋಡಿದವರಿಗೂ യേശുവിനെ അറിയാതിരുന്ന, ಯೇಸುವನ್ನು ತಿಳಿಯದೇ ಇರುವ, ശപിക്കപ്പെട്ട് കിടക്കുന്ന ಶಾಪಿಸಲ್ಪಟ್ಟಂತ ജാതിയായ സ്ത്രീക്ക് ಅನ್ಯ ಜಾತಿಯ അവളകത്ത് കത്തിയത് വിശ്വാസം. ಅವಳ ಆ ಹೃದಯದೊಳಗೆ ತುಂಬಿದ ഹല്ലേലൂയ. ആ ನಂಬಿಕೆ. വിശ്വാസങ്ങളെ യേശുവിനെ വിളിച്ചു പറഞ്ഞു, ಆ ನಂಬಿಕೆಯನ್ನು ಯೇಸು ಕರೆದು ಹೇಳಿದನು, നിന്റെ വിശ്വാസം വലിയത്. ನಿನ್ನ ನಂಬಿಕೆ ದೊಡ್ಡದು. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം കാണുമ്പോൾ ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಆ ನಂಬಿಕೆ ನೋಡುವಾಗ കർത്താവ് നമ്മെ കുറിച്ച് പറയട്ടെ, ಕರ್ತನು ನಮ್ಮ ಕೂಡ ഓ നിന്റെ വിശ്വാസം, ಓ ನಿನ್ನ ನಂಬಿಕೆ അത് ചെറിയ വിശ്വാസമല്ല, ಅದು ಚಿಕ್ಕ ನಂಬಿಕೆ ಅಲ್ಲ, അല്പവിശ്വാസമല്ല, ಅದು ಅಲ್ಪ ವಿಶ್ವಾಸ അത് വലിയ ಅಲ್ಲ, വിശ്വാസം. ಅದು ದೊಡ್ಡ ನಂಬಿಕೆ. ഹല്ലേലൂയ. 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 നിങ്ങൾ എബ്രായ ലേഖനം 15 അധ്യായം എടുത്ത് പഠിച്ചു. എബ്രായ ലേഖനം 15 അധ്യായം ಇಬ್ರಿಯ ಬರೆದ ಪತ್ರಿಕೆ അത് നിങ്ങൾ 12 പഠിക്കുന്ന സമയത്ത് ಅದನ್ನು ಓದುವ ಕಲಿಯುವ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ, ನಂಬಿಕೆ വിശ്വാസ ഡെഫിനിഷൻ ನಂಬಿಕೆಯ ಒಂದು ವೃದ್ಧಿ അവിടെ കൊടുക്കുകയാ. ಅಲ್ಲಿ ಕೊಡುತ್ತದೆ. എന്താ വിശ്വാസം? ಏನಾಗಿದೆ വിശ്വാസം എന്നതോ ನಂಬಿಕೆ ಎಂಬುದು ആശിക്കുന്നതോടൊപ്പം ನಾವು ಯೋಚಿಸುವುದಕ್ಕಿಂತಲೂ കാണാത്ത കാര്യം നിശ്ചയമാകുന്നു. ಕಾಣದೇ ಇರುವಂತ ಕಾರ್ಯಗಳು ನಂಬಿಕೆಯಲ್ಲಿ ನೀವು ನೋಡುವುದಾದ್ರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഞാനിത് 10 മിനിറ്റ് കൊണ്ട് ನನ್ನ ಎದುರಲ್ಲಿ 10 ನಿಮಿಷ ഒരു ಇದೆ. 120 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പോവുക. ಒಂದು 120 ಸ್ಪೀಡಲ್ಲಿ ಓಡ್ತಾ ಇದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ തീരത്തില്ല, പോട്ടെ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പം നമ്മുടെ വിശ്വാസം കൊണ്ട് കർത്താവ് പറയട്ടെ. ನಮ್ಮ ನಂಬಿಕೆ ಕರ್ತನ ಹೇಳಿ. അത് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് വിഷയം ചെയ്യും. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ നിന്റെ വിശ്വാസം വലിയത്, ನಿಮ್ಮ ನಂಬಿಕೆ ದೊಡ್ಡದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಈ ವಾಕ್ಯ ಕೇಳುವ ಸಮಯದಲ್ಲಿ അമ്മ എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, ನನಗೆ ವ್ಯಕ್ತವಾಗಿ ಅರಿವುಂಟು. നമ്മുടെ അകത്ത് ദൈവം പകർന്ന വിശ്വാസത്തിന്റെ അളവ് ನಮ್ಮ ಒಳಗೆ ದೇವರು ಕೊಟ್ಟಂತ ನಂಬಿಕೆ വർദ്ധിക്കാൻ വേണ്ടി പോയ. ಅದು ವೃದ್ಧಿಯಾಗಲು ಹೋಗುತ್ತದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കാൻ വേണ്ടി പോയ. ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲು ಹೋಗುತ್ತದೆ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ನಾನೊಂದು ಕೇಳುತ್ತೇನೆ, അമ്മ നമുക്കെന്നും ഇങ്ങനെ ആയാ മതിയോ? ನಮಗೆ ಯಾವಾಗ್ಲೂ ಇದೇ ರೀತಿಯಾಗಿದ್ರೆ ಸಾಕಾ? മതിയോ? ಸಾಕಾ? എന്നിങ്ങനെ ഇരുന്നാ മതിയോ? ನಮಗೆ ಯಾವಾಗ್ಲೂ ಇದೇ ರೀತಿಯಾಗಿದ್ರೆ പോരാ, ಸಾಕಾ? പോരാ, അല്ലേ? ಸಾಕಾಗುದಿಲ್ಲ. ഇത് പോരാ. ಇದು ഞാൻ ಸಾಕಾಗುದಿಲ್ಲ. എല്ലാ സദൈവത്തിലും പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്. ನಾನು ಎಲ್ಲಾ ಸಮಯದಲ್ಲಿಯೂ ಪ್ರಾರ್ಥಿಸುವ ಒಂದು ಕಾರ್ಯ ഈ ಇದೆ. അഭിഷേകം എനിക്ക് പോരാ, ಈ ಅಭಿಷೇಕ ನನಗೆ ಈ ശുശ്രൂഷ എനിക്ക് പോരാ, ಸಾಕಾಗುದಿಲ್ಲ. ಈ ಸೇವೆ ನನಗೆ ഈ ಸಾಕಾಗುದಿಲ್ಲ. ലെവൽ എനിക്ക് പോരാ. ಈ ಲೆವೆಲ್ ನನಗೆ ಸಾಕಾಗುದಿಲ್ಲ. കർത്താവിനൊരു വാഗ്ദത്തം ചെയ്തത് ಕರ್ತನು ನನ್ನ ವೃದ್ಧನೆ ಮಾಡಿದರೆ എനിക്ക് പ്രാപിച്ചേ പറ്റൂ. ನಾನು ಒಂದೇ ಕೊಳ್ಳುತ್ತೇನೆ. വിശ്വാസത്താൽ ಆ ನಂಬಿಕೆಯೊಂದಿಗೆ നാമലേക്ക് കാണാൻ വേണ്ടി പോകുക. ಅದನ್ನು ನಾವು ಕಾಣಲು ಹೋಗುತ್ತೇವೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, ನಂಬಿಕೆಯೋ ನಾವು ನಿರೀಕ್ಷಿಸುವುದಕ್ಕಿಂತ കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ನಾವು ಕಾಣದೇ ಇರುವಂತ ಕಾರ್ಯಗಳು ನಿಜವೆಂದು ನಂಬುವುದು ഹല്ലേലൂയ. ಆಗಿದೆ. ಆಮೇನ್. കർത്താവ് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ಕರ್ತನು ಬರುತ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ನೀವು ನಂಬ್ತೀರಾ? നാം എടുക്കപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ടോ? ನಾವು ಎತ್ತಲ್ಪಡ್ತೇವೆ ಎಂಬುದಾಗಿ ನಂಬುತ್ತೀರಾ?
നാം നിത്യത്തിൽ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ? ನಾವು ನಿತ್ಯತ್ವಕ್ಕೆ ಹೋಗ್ತೇವೆ ಎಂಬುದಾಗಿ ನಂಬುತ್ತೀರಾ? അവിടെ ദൈവം കൊണ്ട് ഭവനം ഒരുക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ? ಅಲ್ಲಿ ದೇವರು ನಮಗಾಗಿ ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ ಎಂಬುದನ್ನು ನೆನ್ತೀರಾ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ನಾನು ನಿಮ್ಮ ಹತ್ರ ಕೇಳುತ್ತೇನೆ, ആ നിത്യത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ಆ ನಿತ್ಯತೆಯನ್ನು ನೀವು ನೋಡಿದ್ದೀರಾ? നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കുന്ന നിങ്ങൾ ആ വീട് കണ്ടിട്ടുണ്ടോ? ನಿಮಗಾಗಿ ಮನೆ ಸಿದ್ಧವಾಗಿದೆ, ಅದು ನೀವು ನೋಡಿದ್ದೀರಾ? ഇല്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കുന്നു? കർത്താവ് പറഞ്ഞു, ಕರ್ತನು ಹೇಳಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. നിങ്ങൾ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങൾ ഹൃദയം കലങ്ങി പോകരുത്. ನೀವು ಅದಕ್ಕೆ കലങ്ങി പോകരുത്. ಕಳವಳಗೊಳ್ಳಬೇಡಿರಿ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ದೇವರನ್ನು ನಂಬಿರಿ. എന്നിൽ വിശ്വസിപ്പിൻ. ಹೇಗೆ ನಂಬಬೇಕು? എന്റെ പിതാവിന്റെ ഭവനത്തിൽ ನನ್ನ ಕರ್ತನ ಭವನದಲ್ಲಿ അനേക വാസസ്ഥലങ്ങളുണ്ട്. ಅನೇಕ ವಾಸಸ್ಥಳ ಉಂಟು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. 12 വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് പ്രതീക്ഷയില്ലായിരുന്നു. 12 ವಾಸಸ್ಥಳ ಉಂಟು ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, അല്ലേ? 12 കഥ പറഞ്ഞെങ്കിൽ അപ്പോസ്തലന്മാരുടെ 12 പേര് നമുക്കില്ല. 12 ವಾಸಸ್ಥಳ ಅಂತ ಹೇಳಿದ್ರೆ ಅಪೊಸ್ತಲರು 12 ಜನ ಇದ್ದಾರೆ, ನಮಗಿಲ್ಲ. 50 എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുടുങ്ങി പോയനെ. 50 ಅಂತ ಹೇಳಿದ್ರು ಅಲ್ಲೂ ಇಲ್ಲ. പക്ഷേ അത് അനേക വാസസ്ഥലങ്ങളുടെ പക്കലുണ്ട്. ಹಾಗಾದ್ರೆ ಅನೇಕ ವಾಸಸ್ಥಳಗಳು ಉಂಟು. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ನಾನು ಹೋಗುವಂತದ್ದು ನಿಮಗೆ ഞാൻ ಪ್ರಯೋಜನ. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോയ. ನಾನು ನಿಮಗಾಗಿ ಸ್ಥಳ ಸಿದ್ಧ ಮಾಡಲು ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ನಾನು ನಿಮಗೆ ಸ್ಥಳ ಸಿದ್ಧ ഞാൻ ಮಾಡುತ್ತೇನೆ. ഇരിക്കുന്നിടത്ത് ನಾನು ಇರುವಲ್ಲಿ നിങ്ങളെയും ഇരുത്തേണ്ടത്. ನೀವು ഞാൻ ಕುಳಿತುಕೊಳ್ಳಬೇಕು. പിന്നെയും വന്ന് ನಾನು ಮತ್ತೆ ಬಂದು നിങ്ങളെ ഞെരുക്കൽ ചേർത്തുകൊള്ളും. ನಿಮ್ಮನ್ನು ನನ್ನ ಬಳಿಗೆ ಸೇರಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നാം അത് കണ്ടിട്ടില്ല, ನಾವು ಅದು ನೋಡಲಿಲ್ಲ, പക്ഷേ വിശ്വസിക്കുകയാണ്. ಆದ್ರೆ ನಂಬುತ್ತೇವೆ. കർത്താവ് അത് പറഞ്ഞു. ಕರ್ತನು ಅದನ್ನು ಹೇಳಿದನು. അപ്പോസ്തലന്മാർ അത് പറഞ്ഞു. ಅಪೊಸ್ತಲರು ಅದನ್ನು ಹೇಳಿದರು. ദൈവവചനം അത് പറയുന്നു. ದೇವರ ವಾಕ್ಯ ಅದು ಹೇಳುತ್ತದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ಕಾಣದ ಕಾರ್ಯಗಳು ನಂಬಿಕೆ. അത് അവിടെ പൗലോസ് അവിടെ ലേഖനത്തിൽ നിത്യത മാത്രമാണ്. ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟದ್ದು ನಿತ್ಯತೆ ಮಾತ್ರ. അല്ലേ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. വീട് കാണാത്ത കാര്യമില്ലാണോ? നിങ്ങൾ വീട് കണ്ടിട്ടില്ലേ? ಮನೆ ಕಾಣದ ಕಾರ್ಯಗಳು. ನೀವು ಮನೆ ನೋಡ್ಲಿಲ್ವಾ? കാത് കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ಕಾಡು ಕಾಣದವರು ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ഉണ്ടോ? ഫ്ലൈറ്റ് കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ಫ್ಲೈಟ್ ನೋಡದವರು ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? അപ്പൊ അതെന്താ? അത് മറ്റൊന്നുമല്ല, നിത്യതയാണ്. ಅದು ಯಾವುದು? ಅದು ಬೇರೆ ಏನಲ್ಲ, ಅದು ನಿತ್ಯತೆ. കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. ಕಾಣದ ಕಾರ್ಯಗಳು ಅದು ನಿಶ್ಚಯವಾಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അബ്രഹാം അത് കണ്ടിട്ടില്ലായിരുന്നു. ಅಬ್ರಹಾಮನು ನೋಡಲಿಲ್ಲ, പക്ഷേ അത് വിശ്വാസമുണ്ടായിരുന്നു. ಆದ್ರೆ ಅವನಿಗೆ ನಂಬಿಕೆ ಇತ್ತು. അവൻ ദൂരത്തിൽ അത് കണ്ടു. ಅವನು ದೂರದಲ್ಲಿ ಅದನ್ನು അത് ನೋಡಿದನು. അഭിവന്ദിച്ചുകൊണ്ട്. ಅದರ ಅಭಿವೃದ್ಧಿ ಆದದ್ದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല വീട് പണിയണമെങ്കിൽ ಹಾಗಾದ್ರೆ ಎಷ್ಟು ಒಳ್ಳೆ ಮನೆ ಕಟ್ಟಬೇಕಾದ್ರೆ അബ്രഹാമിന് പണിയാമായിരുന്നു. അല്ലേ? അബ്രഹാമിന് പണിയാമായിരുന്നു. ಅಬ್ರಹಾಮನಿಗೆ ಕಟ್ಟಬಹುದಾಗಿತ್ತು. അവൻ ബഹുസമ്പന്നനായിരുന്നു. ಅವನು ಬಹು ಸಂಪತ್ತುಳ್ಳವನಾಗಿದ್ದನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. 318 അഭ്യാസികളെ 318 ಅಭ್ಯಾಸಿಗಳು വീട്ടിൽ താമസിപ്പിച്ച് ಮನೆಯಲ್ಲಿ ಅವರು ವಾಸ ಮಾಡುತ್ತಾ ಇದ್ದರು. ഭക്ഷണം കൊടുത്ത മനുഷ്യൻ. ಅವರು ವರ್ಷಗಟ್ಟಲೆ ತಾಮಸಿದರು. ഹല്ലേലൂയ. ബഹുസമ്പന്നൻ അബ്രഹാം. ಬಹು ಸಂಪನ್ನನ ಅಬ್ರಹಾಮನು. പക്ഷെ അവൻ പോയിടത്തൊക്കെ കൂടാരം അടിച്ചു. ಆದ್ರೆ ಅವನು ಹೋದ ಎಲ್ಲಾ ಕಡೆಗಳಲ್ಲಿ ಗುಡಾರ ಮಾಡಿಕೊಂಡಿದ್ದನು. വർഷങ്ങൾക്ക് മുമ്പേ, ವರ್ಷಗಳ ಮುಂಚೆನೆ അബ്രഹാമിന് വെളിപ്പാട് കിട്ടി. ಅಬ್ರಹಾಮನಿಗೆ ಒಂದು ದರ್ಶನ ഈ ಸಿಕ್ಕಿತು. ഭൂമിയിലേക്ക് വീടില്ലെങ്കിലും ಈ ಭೂಮಿಯಲ್ಲಿ ನನಗೆ ಮನೆ എനിക്ക് ಇಲ್ಲದಿದ್ದರೂ വീട് കഥ ഒരുക്കുന്നുണ്ട്. ನನ್ನ ಮನೆಯನ್ನು ನಾನು ಸಿದ್ಧ ಮಾಡಿಟ್ಟಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എബ്രായ ലേഖനം 11 9 ವಾಕ್ಯങ്ങളിൽ ಆದ್ರೆ ಆ ವಾಕ್ಯದಲ್ಲಿ 11 9 ವಾಕ್യം. ಆದ್ರೆ 11ನೇ ಅಧ್ಯಾಯ 9 10ನೇ ವಾಕ್ಯದಲ್ಲಿ ഹല്ലേലൂയ. അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ಅವನು ಗುಡಾರಗಳಲ್ಲಿ ವಾಸ ദൈവം ಮಾಡಿ ശില്പിയായി നിർമ്മിച്ചതും ದೇವರು ಶಿಲ್ಪಿಯಾಗಿ ನಿರ್ಮಿಸಿ അടിസ്ഥാനമുള്ളതുമായ ಅಡ್ಡಿಸ್ಥಾನವಾಗಿರುವ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ನಗರಕ್ಕಾಗಿ ಅವನು ಕಾಯುತ್ತಾ ಇದ್ದನು. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറെ നമുക്ക് വിളിച്ചുകൊണ്ടുവരാം. ಈ ಲೋಕದಲ್ಲಿ ಎಷ್ಟೋ ಒಳ್ಳೆ ಇಂಜಿನಿಯರ್ ಅನ್ನು ನಾವು ಕರೆಕೊಂಡು ಬರಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു 20 കോടി നമുക്ക് കയ്യിൽ കൊടുക്കാം. ಒಂದು 20 ಕೋಟಿ ಅವರ ಕೈಯಲ್ಲಿ ಕೊಡಬಹುದು. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, കർത്താവ് പണിയുന്ന പോലെ ഒരു വീട് പണിയാൻ പറഞ്ഞാൽ, ಆಮೇಲೆ 10 ಮಾಳಿ ಅಂತಸ್ತಿರುವಂತ ಮನೆಯನ್ನು ನೀವು ಕಟ್ಟಬೇಕು. അല്ല കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം പോലെ പണിയാൻ പറഞ്ഞാൽ, ಅಥವಾ ಕರ್ತನು ನಮಗಾಗಿ ಸಿದ್ಧ ಮಾಡಿದ ಮನೆಯ ಆ ರೀತಿಯಲ್ಲಿ ನೀವು ಕಟ್ಟಬೇಕು. നടക്കത്തില്ല. ಅದು ನಡೆಯುವುದೇ ಇಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ശക്തമായി നിങ്ങൾ പണിതാലും, ಅದು ಎಷ್ಟು ಶಕ್ತವಾಗಿ ನಾವು ಕಟ್ಟಿದರೂ ಕೂಡ, ചെറിയ ഭൂമി വിൽക്കം വന്ന ಒಂದು ಚಿಕ್ಕ ಭೂಮಿ ಅಲುಗಾಡಿದರೆ ഇത് കിടന്ന് ആടാൻ തുടങ്ങും. ಇದು ಆಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീട് വേണമെന്നല്ല ഞാൻ പറഞ്ഞേ. ನಾನು ಮನೆ ಬೇಡ ಅಂತ ಹೇಳಿಲ್ಲ. വീട് കിട്ടിയ സ്തോത്രം, ಮನೆ ಸಿಕ್ಕಿದ್ರೆ ಸ್ತೋತ್ರ, കിട്ടുന്നതൊക്കെ സ്തോത്രം. ಸಿಕ್ಕಿದವರಿಗಾಗಿ ಸ್ತೋತ್ರ. പോകുന്ന യാത്രയിൽ ಹೋಗುವ ಯಾತ್ರೆಯಲ್ಲಿ എല്ലാം മേടിച്ചു വെക്കണം. ಎಲ್ಲವೂ ನಾವು ಕೇಳಿ ಇಟ್ಕೊಳ್ಬೇಕು. ഞാൻ നിത്യജീവന്റെ യാത്ര. ಆದ್ರೆ ನಮ್ಮ ಯಾತ್ರೆ ನಿತ್ಯತ್ವದ ಒಳಗೆ. ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ മംഗലാപുരത്ത് ട്രെയിൻ കയറി. ನಾನು ಕೋಯಿಕೋಡಿಂದ ಮಂಗಳೂರಿಗೆ ಟ್ರೈನ್ ಹತ್ತಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ യാത്ര മംഗലാപുരത്തേക്കാ. ನನ್ನ ಯಾತ್ರೆ ಪ್ರಯಾಣ
എന്റെ ಮಂಗಳೂರಿಗೆ. ലക്ഷ്യം മംഗലാപുരമാണ്. ಆದ್ರೆ ನನ್ನ ಲಕ್ಷ್ಯ ಮಂಗಳೂರು. യാത്രക്കിടയ്ക്ക് പല സ്റ്റേഷനിൽ നിർത്തും. ಈ ಯಾತ್ರೆಯಲ್ಲಿ ಅನೇಕ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ನನಗೆ ഹല്ലേലൂയ. ഈ യാത്രകളിൽ ചായ കൊണ്ടുവരും, വട കൊണ്ടുവരും, പലതും കൊണ്ടുവരും. ಈ ಯಾತ್ರೆಯಲ್ಲಿ ಚಾ ತರ್ತಾರೆ, ವಡೆ ತರ್ತಾರೆ, ಬಾಳೆಹಣ್ಣು ತರ್ತಾರೆ, ബിരിയാണി കൊണ്ടുവരും. ಬಿರಿಯಾನಿ ತಗೊಂಡು പക്ഷെ എന്റെ ಬರ್ತಾರೆ. ലക്ഷ്യം മംഗലാപുരമാണ്. ಆದ್ರೆ ನನ್ನ ದೃಷ್ಟಿ ಮಂಗಳೂರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ വിഷം ഞാൻ മേടിച്ചു കഴിക്കും. ಆದ್ರೆ ನನಗೆ ಹಸಿವ ಇದ್ದ ನಿಮಿತ್ತ ನಾನು ತಿಂತೇನೆ. അത് തെറ്റൊന്നുമല്ല. ಅದು ತಪ್ಪಲ್ಲ. നമ്മുടെ യാത്ര നിത്യതയിലേക്ക്. ಆದ್ರೆ ನಮ್ಮ ಯಾತ್ರೆ ನಿತ್ಯತ್ವದ ആ യാത്ര വീട് കിട്ടിയ മേടിച്ചോ. ಆ ಯಾತ್ರೆಯಲ್ಲಿ ಮನೆ ಸಿಕ್ಕಿದ್ರೆ ತೆಗೆದುಕೋ, കാത് കിട്ടിയ മേടിച്ചോ, ಕಾರ್ ಸಿಕ್ಕಿದ್ರು ತೆಗೆದುಕೋ, നന്മ കിട്ടിയ മേടിച്ചോ. ಆಶ್ವಾದ ಸಿಕ್ಕಿದ್ರು പക്ഷെ ತೆಗೆದುಕೋ. അതിൽ മാത്രം ഒതുങ്ങി പോകരുത്. ಆದ್ರೆ ಅದರಲ್ಲೇ ನೀನು ಉದುಗಿ നമ്മുടെ ಹೋಗಬಾರದು. ലക്ഷ്യം അതിലല്ല, ನಮ್ಮ ನಿರೀಕ್ಷೆ ಅದಲ್ಲ, നമ്മുടെ പ്രത്യാശ അതിലല്ല. ನಮ್ಮ ನಿರೀಕ್ಷೆ ಅದರಲ್ಲೇ കൈപ്പടിയായി അല്ലാത്തത് ಕೈಯಲ್ಲಿ ಕಟ್ಟದೇ ಇರುವಂತ ദൈവം നിർമ്മിച്ചത്, ದೇವರು ನಿರ್ಮಿಸಿದಂತದ್ದು, ദൈവ ശില്പിയാണ് നിർമ്മിച്ചത്. ದೇವರು ಶಿಲ್ಪಿಯಾಗಿ ನಿರ್ಮಿಸಿದ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈപ്പടി അല്ലാത്തത്, ಕೈಯಿಂದ ಕಟ್ಟಿದಂತದ್ದಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഞാൻ ദൈവത്തെ സ്തോത്രം ನಾನು ചെയ്യുക. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳುತ್ತೇನೆ. ഹല്ലേലൂയ. ഷാകാലാദാബസി ഹംദൽ വായിക്കമത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. ನಾನು ಅನೇಕ ಸಾರಿ ನೆನಪು ಮಾಡ್ತೇನೆ. ഇങ്ങനെയൊക്കെ മെസ്സേജ് കേൾക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ദൈവാത്മ സംസാരിക്കുമ്പോൾ, ಇಂಥದ್ದು ಎಲ್ಲ ಮೆಸೇಜ್ ಅನ್ನು ಕೇಳುವಾಗ സഭയിൽ കുറച്ച് പേര് കൂടെ വന്നേതെങ്കിൽ, ಸಭೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಜನ ಬಂದ್ರು ಕೂಡ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഇത് നാളെ പോകത്തില്ല, ഇത് നാളെ പോകത്തില്ല, ಇದು ನಾಳೆ ಹೇಳುವಂತದಲ್ಲ, ഇന്നത്തോടെ തീർന്നു. ಇದು ಇವತ್ತಿಗೆ ಮಾತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ പ്രത്യാശ എന്തുവാ? ಇವತ್ತು ನಮ್ಮ ಪ್ರತ್ಯಾಶೆ ಏನು? ഞാൻ സൗഖ്യമായില്ലെങ്കിലും, ನಾನು ಸೌಖ್ಯವಾಗದಿದ್ದರೂ, വിടുതൽ കിട്ടിയില്ലെങ്കിലും, ನನಗೆ ಆಶೀರ್ವಾದ അത്ഭുതം നടന്നില്ലെങ്കിലും, ಅದ್ಭುತ ನಡೆಯಲಿಲ್ಲದಿದ್ದರೂ എനിക്ക് നിരാശപ്പെടത്തില്ല. ನನಗೆ ನಿರಾಶೆ കാരണം ಆಗುವುದಿಲ್ಲ. എന്റെ പ്രത്യാശ എവിടെയല്ല, ಕಾರಣ ನನ್ನ ನಿರೀಕ್ಷೆ അത് ಇದಲ್ಲ. കിട്ടിയ സ്തോത്രം. ಅದು ಸಿಕ್ಕಿದ್ರು ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി രാജ്യം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ನನಗಾಗಿ ರಾಜ್ಯ ಸಿದ್ಧವಾಗುತ್ತದೆ. എനിക്ക് വേണ്ടി വീട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ನನಗಾಗಿ ಮನೆ ಸಿದ್ಧವಾಗುತ್ತದೆ. എന്റെ പ്രിയനെ ചേർക്കാൻ വേണ്ടി വരാൻ പോവുകയാണ്. ನನ್ನನ್ನು ಕರ್ತನು ಸೇರಿಸಲಿಕ್ಕಾಗಿ ಬರುತ್ತಾನೆ. അന്ന് ಅವತ್ತು അവൻ എന്റെ കണ്ണിൽ നിന്ന് ಅವನು ನನ್ನನ್ನು ನೋಡಿದ ನಿಮಿತ್ತವಾಗಿ കണ്ണിനെല്ലാം തുടയ്ക്കും. ಆತನು ನನ್ನ ಕಣ್ಣೀರನ್ನೆಲ್ಲ ಅವತ್ತು ಒರೆಸುವನು. കൂടെയുണ്ട് നിത്യത വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ നന്നായി സ്തോത്രം ചെയ്താണ്, നന്നായി സ്തോത്രം ചെയ്താണ്. ಪ್ರಕಟಣೆ ಹೊಂದಿದವರು ಒಳ್ಳೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക ನಂಬಿಕೆಯು ದೊಡ್ಡ ವೀರರ ಪಟ್ಟಿಯಾಗಿದೆ. അവിടെ ലേഖനത്തിൽ കൊടുക്കുകയുണ്ടായി. വിശ്വാസ വീരന്മാരുടെ പട്ടിക, ನಂಬಿಕೆ ವೀರರ ಪಟ್ಟಿಗಳು ലേഖനത്തിൽ കൊടുക്കുകയുണ്ടായി. ಅದು ಇದ್ರ ಒಟ್ಟಿಗೆ ಬಂದಿದೆ. വിശ്വാസത്തിൽ ഹാനോക്ക്, ನಂಬಿಕೆಯ ಹಾನೋಕನು, വിശ്വാസത്തിൽ അബ്രഹാം, ನಂಬಿಕೆಯ ಅಬ್ರಾಮನು, വിശ്വാസത്തിൽ മോശ, ನಂಬಿಕೆಯ ಮೋಶೆಯು, വിശ്വാസത്തിൽ നോഹ. ನಂಬಿಕೆಯ ನೋಹನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതിന്റെ കൂടെ നമ്മുടെ പേര് നമ്മൾ ചേർത്ത് പറയണം. ಅದರ ಜೊತೆಯಲ್ಲಿ ನನ್ನ ನಮ್ಮ ಹೆಸರನ್ನು ಸೇರಿ ಹೇಳಬೇಕು. നിങ്ങളുടെ പേര് ചേർത്ത് പറയണം. ನೀವು ನಿಮ್ಮ ಹೆಸರನ್ನು ಸೇರಿಸಿ വിശ്വാസത്തിൽ ആശിഷ്, ನಂಬಿಕೆಯ ಮೇರಿ. ഹല്ലേലൂയ. 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 അവർ ദൂരത്തത് കണ്ടു, ಹಾಗಾದ್ರೆ ಅವರೆಲ್ಲರೂ ದೂರದಲ್ಲಿ ನೋಡಿದರು, അവർ വിശ്വസിച്ചു, ಅವರು ನಂಬಿದರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ದೇವರು ನಮಗಾಗಿ ಎಲ್ಲವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ദൈവം നമുക്ക് ഏറ്റവും നല്ലത് മുൻകരുതി വെച്ചിരിക്കുന്നു. ದೇವರು ನಮಗಾಗಿ ಎಷ್ಟೋ ಒಳ್ಳೆಯದನ್ನಲ್ಲಿ ಸಿದ್ಧಪಡಿಸಿಟ್ಟಿದ್ದಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ಮಲಯಾಳದಲ್ಲಿ ಹೀಗೆ ಒಂದು ಹಾಡಿದೆ. ഞാൻ പ്രിയനായ യേശുവെ കാണും, ನಾನು ನನ್ನ ಪ್ರಿಯನಾದ ಯೇಸುವನ್ನು ನೋಡುತ್ತೇನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ അബ്രഹാം ഉണ്ടാകും, ಅಲ್ಲಿ ಅಬ್ರಾಮನ ಇರುತ್ತಾನೆ, ಇಸಾಕ್ ഉണ്ടാകും, ಇಸಾಕನ ಇರುತ್ತಾನೆ, ಯಾಕೋಬ್ ഉണ്ടാകും, ಯಾಕೋಬನ ಇರುತ್ತಾನೆ, പത്രോസ് ഉണ്ടാകും, ಪೇತ್ರನ പൗലോസ് ಇರುತ್ತಾನೆ, ഉണ്ടാകും, ಪೌಲನ ಇರುತ್ತಾನೆ, യോഹന്നാൻ ഉണ്ടാകും. ಯೋಹಾನನ ಇರುತ್ತಾನೆ. ഞാനും കാണും നിശ്ചയം. ನಾನು ಅಲ್ಲಿ ಕಾಣುವುದು ನಿಶ್ಚಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും കാണും നിശ്ചയം. ನಾನು ಅಲ್ಲಿ ಕಾಣುವುದು ನಿಶ್ಚಯ. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ಈ ಆಗಲ ವೇಳೆ ನಾನು ಹೀಗೆ ಹೇಳ್ತೇನೆ, ഓരോ ദിവസവും കർത്ത വരാത്തത് കാരണം, ಒಂದೊಂದು ದಿವಸವು ಕರ್ತನ ತಾಳ್ತವನ್ನು ಕಾಣುವುದಕ್ಕಾಗಿ, കർത്താവിന്റെ വരവ് താമസിക്കാനുള്ള കാരണം, ಕರ್ತನ ಭರಣ ತಡವಾಗುವುದಕ್ಕೆ ಕಾರಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പാപി ഒത്തിരി പേര് വിടുവിക്കപ്പെടുന്നത് ശരിയാ, ഒത്തിരി പേര് വിടുവിക്കപ്പെടുന്നുണ്ട്. ಅನೇಕ ಜನರು ಬಿಡಿಸ್ಲಿಕ್ಕಿದ್ದಾರೆ, യേശുനാമത്തിൽ വിടുവിക്കപ്പെടാനുണ്ട്. ಅನೇಕ ದೇಶಗಳು ಬಿಡುಗಡೆ പക്ഷെ ಹೊಂದುವುದಕ್ಕಿದೆ. ഞാനിങ്ങനെ പറയും, ಆದ್ರೆ ನಾನು ಹೀಗೆ ಹೇಳ್ತೇನೆ, എന്നോടുള്ള കരുണ, ನನ್ನಲ್ಲಿರುವಂತ ಕರುಣೆ. ಆಮೇನ್. എവിടേക്കോ ഒന്നുകൂടെ ഞാൻ മനസ്സാന്തപ്പെടാനുണ്ട്, ಎಲ್ಲಿಯೋ ಇರುವವರು ಮಾನಸಾಂತರ എവിടേക്കോ ಹೊಂದುವುದಕ್ಕಾಗಿ, ഒന്നുകൂടെ നന്നാകാനുണ്ട്. ಎಲ್ಲಿಯೋ ಇರುವವರು ಒಳ್ಳೆದಾಗ್ಲಿಕ್ಕಿದೆ. ഇന്നലെ വന്നായിരുന്നെങ്കിൽ ನಿನ್ನೆ ಬರುವುದಾದ್ರೆ എന്റെ കാര്യം പോക്കായിരുന്നു, ನನ್ನ ಕಾರ್ಯ ಎಲ್ಲವೂ ಹೋಗ್ತಿತ್ತು. നിങ്ങളുടെ കാര്യമല്ല, എന്റെ കാര്യം. ನಿಮ್ಮ ಕಾರ್ಯ ಅಲ್ಲ, ನಮ್ಮ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ಕರ್ತನು ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವ നാം ನಿಮಿತ್ತವಾಗಿ, കൈവിടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ನಾವು ಕೈ ಬಿಡಲ್ಪಡುವುದಕ್ಕೆ ದೇವರು അതുകൊണ്ട് ಇಷ್ಟಪಡುವುದಿಲ್ಲ. നമ്മെ സ്നേഹിക്കുന്നു. ಆತನು ನಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಾನೆ. ഒന്നുകൂടെ മാനസാന്തപ്പെടാൻ, ಈ ಒಂದು ಸಾರಿ ಮಾನಸಾಂತರ ഒന്നുകൂടെ നന്നാകാൻ, ಒಂದು ಸಾರಿ ഒന്നുകൂടെ കർത്താവിനോട് ചേർന്ന് നടക്കാൻ, ಒಂದು ಸಾರಿ ആ ಕರ್ತನೊಂದಿಗೆ വരവിന് വേണ്ടി ഒന്നുകൂടെ ಆ ഒരുക്കപ്പെടാൻ ಭರಣದಲ್ಲಿ ನಾವು ಎತ್ತಲ್ಪಡುವುದಕ್ಕೆ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ದೇವರು ನಮ್ಮ ಕುರಿತಾಗಿ ಇಷ್ಟಪಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്ന് പകൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ಈ ಆಗಲ ವೇಳೆ ನಾನು ದೃಢವಾಗಿ നമ്മുടെ ನಂಬುತ್ತೇನೆ, വിശ്വാസം വർദ്ധിക്കാൻ പോകുകയാണ്. ನಮ್ಮ ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲು ಹೋಗುತ್ತದೆ.
ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ಈ ಆಗಲ ವೇಳೆ ನೀವು ಯೋಚಿಸ್ತಾ ಇದ್ದೀರಾ? മുമ്പിൽ വന്ന പ്രതിസന്ധികൾ നിമിത്തം, ಮುಂದೆ ಬಂದಂತ ಅನೇಕ ಸಮಸ್ಯೆಗಳ ನಿಮಿತ್ತ, പ്രതികൂലങ്ങൾ നിമിത്തം, ಅನಾನುಕೂಲಗಳ ನಿಮಿತ್ತ എന്റെ വാഗ്ദത്തം എനിക്ക് പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്. ನನ್ನ ವಾಗ್ದಾನಗಳು ನನಗೆ ಹೊಂದಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ നന്മകൾ പ്രാപിക്കാൻ എനിക്ക് ನನ್ನ ബുദ്ധിമുട്ടാണ്. ಆಶೀರ್ವಾದಗಳು ಹೊಂದಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ಹಾಗೆ ಯೋಚಿಸುವುದಾದ್ರೆ നിങ്ങളോട് കഥ സംസാരിക്കുന്നു. ನಿಮ್ಮೊಂದಿಗೆ ಕರ್ತನು ಮಾತನಾಡುತ್ತಾ വിശ്വാസം ಇದ್ದಾನೆ. വർദ്ധിക്കാൻ പോവുകയാണ്. ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲು ಹೋಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എലിയ എടുക്കപ്പെടുന്ന സമയത്ത് ಎಲಿಯನು ಎತ್ತಲ್ಪಡುವ ಸಮಯದಲ್ಲಿ എലീശയോട് ചോദിച്ചു, ಎಲೀಷನ ಹತ್ರ ಎಲಿಯನು ഞാൻ ಕೇಳಿದನು, എടുക്കപ്പെടുന്ന മുമ്പ് ನಾನು ಹೋಗುವ ಮೊದಲಾಗಿ ഞാൻ നിനക്ക് എന്ത് ചെയ്തു ನಾನು തരാം? ನಿನಗಾಗಿ ಏನು ಮಾಡಬೇಕು? എലീശ നിന്റെ ആത്മാവ് ഇരട്ടി പങ്കുവേണം. ಎಲೀಷನು ಹೇಳಿದನು, ನಿನ್ನ ಆತ್ಮದಲ್ಲಿ 2 ಪಟ್ಟು എലിയ അവന്റെ മറുപടി, ನನಗೆ ಒದಗಿಸಿಕೊಡಬೇಕು. ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ ಆಗ ಎಲಿಯನು ಹೇಳಿದನು, ನಾನು ಎತ್ತಲ್ಪಡುವುದು ನೀನು ನೋಡುವುದಾದ್ರೆ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ಅದು ನಿನಗೆ ಸಿಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എലിയ ഒരു വലിയ ചുഴലിക്കാറ്റ് വന്നു. ಎಲಿಯನು ದೊಡ್ಡ ಬಿರುಗಾಳಿ ಬಂತು. അഗ്നി രഥങ്ങളിൽ എലിയ എടുക്കപ്പെടുന്ന സമയത്ത് ಅಗ್ನಿ ರಥಗಳೊಂದಿಗೆ ಎಲಿಯನು ಎತ್ತಲ್ಪಡುವ ಸಮಯದಲ್ಲಿ എലീശ ഉറക്കെ വിളിച്ചു, ಎಲೀಷನು ಜೋರಾಗಿ എന്റെ ಕರೆದನು, പിതാവേ, എന്റെ പിതാവേ, ನನ್ನ ತಂದೆಯೇ, ನನ್ನ ತಂದೆಯೇ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവരെ. ರಥಾಶ್ವಗಳಾಗಿರುವ ಆತನೇ. ഞാൻ ഇത് ഇങ്ങനെ പറയാം. ನಾನೊಂದು ಆಲೋಚನೆ ಕೇಳುತ್ತೇನೆ. വാഗ്ദത്തമുള്ള എലീശ താഴെ നിൽക്കുമ്പോൾ ವಾಗ್ದಾನವುಳ್ಳ ಎಲೀಷನು ಕೆಳಗೆ ನಿಂತಿರುವಾಗ ദൈവത്തിന് പുറപ്പെടാതെ പറ്റത്തില്ല. ದೇವರಿಗೆ ಹೊರಟು ಹೋಗಲು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. എത്ര ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചാലും, ಎಷ್ಟೇ ಬಿರುಗಾಳಿಯಲ್ಲಿ ಬೀಸಿದರೂ ಕೂಡ, എത്ര വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചാലും ಎಷ್ಟೇ ಬಿರುಗಾಳಿಯಲ್ಲಿ ಬೀಸಿದರೂ എലീശ ಕೂಡ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ಎಲೀಷನು ಯೋಚನೆ എനിക്ക് ಮಾಡ್ತಿರಬಹುದು, പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്, ನನಗೆ ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ എനിക്ക് ಸಾಧ್ಯವಿಲ್ಲ, പ്രാപിക്കാൻ അസാധ്യമാണ്. ನನಗೆ ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ ആ ಸಾಧ್ಯವಿಲ್ಲ. ചുഴലിക്കാറ്റ് എലിയ എടുക്കപ്പെടുകയാണ്. ಆ ಬಿರುಗಾಳಿಯಲ್ಲಿ ಎಲೀಷನು പക്ഷെ ഞാൻ ഇന്ന് പകൽ പറയാം, ಆದ್ರೆ ನಾನು ಇವತ್ತು വാഗ്ദത്തമുള്ള എലീശ താഴെ നിൽക്കുമ്പോൾ ವಾಗ್ದಾನ ಇದ್ದಂತೆ ಎಲೀಷನು ആ ಕೆಳಗೆ ನಿಲ್ಲುವಾಗ, പുതപ്പ് താഴ്ക്കിടാതെ ಆ ಒಂದು ಹೊದಿಕೆ ಕೆಳಗೆ ദൈവം ಬೀಳದೆ എലിയ എടുക്കത്തില്ല. ದೇವರವನನ್ನು ಎಬ್ಬಿಸಲ್ಪಡುವ വാഗ്ദത്തമുള്ള നിങ്ങളിരിക്കുമ്പോൾ, ವಾಗ್ದಾನ ಉಳ್ಳ ನೀವು ಇರುವಾಗ, വാഗ്ദത്തമുള്ള നിങ്ങളിരിക്കുമ്പോൾ ವಾಗ್ದಾನ ಇರುವಂತ ನಾವು ಇರುವಾಗ നിങ്ങളുടെ മറുപടി പ്രാപിക്കാൻ കഴിയാതെ, ನಿಮ್ಮ ഉತ್ತರವನ್ನು ಹೊಂದಿಕೊಳ್ಳಲು നിങ്ങളുടെ ಸಾಧ್ಯವಾಗಿದೆ, വിഷയത്തിൽ മറുപടി തരാതെ ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಗೆ ಉತ್ತರ ಕೊಡದೆ കർത്തൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ಕರ್ತನಿಗೆ ಅಲ್ಲಿ ಇರಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ನಾನು ಆತ್ಮದೊಂದಿಗೆ ಪ್ರಖ್ಯಾತಿಸುತ್ತೇನೆ. ഇന്ന് പകലത്തെ പ്രാർത്ഥന, ಈ ಅಗಲ ವೇಳೆಯ ಪ್ರಾರ್ಥನೆ, ഇന്ന് പകലത്തെ മീറ്റിംഗ് ಈ ಅಗಲ ವೇಳೆಯ നിങ്ങൾ ಮೀಟಿಂಗ್ ചരിത്രം മാറ്റിമറിക്കാൻ പോവുകയാണ്. ನಿಮ್ಮ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವಂತದ್ದು. നിങ്ങൾ ആത്മാവിനെ ഫലാകാൻ പോവുകയാണ്. നിങ്ങൾ ആത്മാവിനെ ഫലാകാൻ പോവുകയാണ്. ನೀವು ಆತ್ಮನೊಂದಿಗೆ ಹೊಂದಿಕೊಳ್ಳಲು ಹೋಗ್ತೀರಿ. ചില വർഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ಕೆಲ ವರ್ಷಗಳ ನಂತರ ಪ್ರಾರ್ಥಿಸುವಂತ പല ವಿಷಯಗಳು, തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, ಅನೇಕ ತಡೆಗಳಿರಬಹುದು. പക്ഷെ ഇന്ന് പകൽ ദൈവം എല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി പോകും. ಆದ್ರೆ ಈ ಅಗಲ ವೇಳೆಯಲ್ಲಿ ದೇವರು ಅದನ್ನು ತೆಗೆದುಹಾಕಲು നമുക്കെല്ലാം ಹೋಗುತ್ತಾನೆ. കഴിഞ്ഞ ನಾವು ಎಲ್ಲರೂ ಒಂದು ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಾನ ಎದ್ದು ನಿಲ್ಲೋಣ. എഴുന്നേൽക്ക്, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ಎದ್ದು ನಿಲ್ಲೋಣ, ನಾವು ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸೋಣ. എന്റെ സന്ദേശം തീർന്നിട്ടില്ല, ആലോചന തീർന്നിട്ടില്ല, ನನ್ನ ಸಂದೇಶ ಮುಗಿಯಲಿಲ್ಲ, പക്ഷെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ನಾನು ಇಲ್ಲಿಗೆ ಮುಗಿಸುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വിശ്വാസം വലിയതെന്ന് കർത്താവ് പറഞ്ഞു. ನಂಬಿಕೆ ದೊಡ್ಡದು ಎಂಬುದಾಗಿ ಕರ್ತನೆ ಹೇಳಿದನು. വിശ്വാസം എന്നതോ ആശിക്കുന്നതോ ഉറപ്പും, ನಂಬಿಕೆಯು ನಾನು ನಿರೀಕ್ಷಿಸುವುದಗಳ ಮೇಲೆ, കാണാത്ത കാര്യം നിശ്ചയമാകുന്നു. ನಂಬಿಕೆಯಿಂದಿರುವುದು ಕಾಣದ ಕಾರ್ಯಗಳು ನಿಜವೆಂದು ನಂಬುವುದು. ഒരു നിത്യത ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ಒಂದು ನಿತ್ಯತೆ ಉಂಟು ಎಂಬುದಾಗಿ ನಾವು കർത്താവ് ನಂಬಬೇಕು. നമ്മെ ചേർക്കുമെന്ന് വിശ്വസിക്കുന്നു. ಕರ್ತನು ನಮ್ಮನ್ನು ಸೇರಿಸುತ್ತಾನೆ ಎಂದು നമുക്ക് ನಂಬಬೇಕು. വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ಕರ್ತನು ಅದಕ್ಕಾಗಿ ನಮಗೆ നാം ಸಿದ್ಧಪಡಿಸ್ತಾ അത് ಇದ್ದಾನೆ. കണ്ടിട്ടില്ല, ನಾವು ಅದು ನೋಡ್ಲಿಲ್ಲ, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു. ಆದ್ರೆ ಅದನ್ನು ನಂಬುತ್ತೇವೆ. കർത്താവ് നമ്മുടെ വാക്ക് പറഞ്ഞു. ಕರ್ತನು ನಮ್ಮಲ್ಲಿ ಮಾತು ಹೇಳಿದ್ದಾನೆ. പൗലോസ് കാഴ്ചയല്ല വിശ്വാസത്താലത്രേ. ನಂಬಿಕೆಯು പൗലോസ് കാഴ്ചയല്ല വിശ്വാസത്താലത്രേ. ನಂಬಿಕೆಯು ನೋಡುವುದಂತದ್ದಲ್ಲ, ಅದು ನಂಬಿಕೆಯಲ್ಲಿ ಆಗುತ್ತದೆ. അങ്ങനെയാണെങ്കിൽ ಹಾಗೆ ಇರುವುದಾದ್ರೆ ഇന്ന് പകൽ ಈ ಅಗಲ നമ്മുടെ ವೇಳೆಯಲ್ಲಿ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ದೇವರು ಹೇಳಿದಂತ ಕಾರ್ಯಗಳು നാം അനുഗ്രഹിക്കപ്പെടുമെന്ന്, ನಾವು ಆಶ್ವಾಸಲ್ಪಡುತ್ತೇವೆ ഉയർച്ച ಎಂಬುದಾಗಿ, പ്രാപിക്കുമെന്ന്, ನಾವು ಉನ್ನತಿ ಹೊಂದುತ್ತೇವೆ വാഗ്ദത്തം ಎಂಬುದಾಗಿ, പ്രാപിക്കുമെന്ന്, ವಾಗ್ದಾನ ಹೊಂದುತ್ತೇವೆ നമ്മൾ ಎಂಬುದಾಗಿ, അതിന് വിശാലമാകുമെന്ന്, ನಮ್ಮ ಆದಿರು ವಿಶಾಲವಾಗುತ್ತದೆ നാം ಎಂಬುದಾಗಿ, അനേകർക്ക് അനുഗ്രഹമായി മാറുമെന്ന്, ನಾವು ಅನೇಕ ವಿಶಾಲವಾಗಿ നമ്മുടെ ಮಾತನಾಡುತ್ತೇವೆ കൈ ಎಂಬುದಾಗಿ, കൂടെ നന്മകൾ നമ്മുടെ കരത്തിൽ നന്മകൾ വെളിപ്പെടുമെന്ന്. ನಮ್ಮ കೈಗಳಲ್ಲಿ ಆಶೀರ್ವಾದಗಳು ഇപ്പോൾ നാം ಪ್ರಕಟವಾಗುತ್ತವೆ ആയിരിക്കുന്നത് പോലെയല്ല, ಈಗ ನಾವಿರುವ ಸ್ಥಿತಿಯಲ್ಲಿ ಅಲ್ಲ, നാം ഒരു വ്യത്യസ്തമായ നിലവാരത്തിലേക്ക് എത്തുമെന്ന് ನಾವು ವ್ಯತ್ಯಸ್ತವಾದ ನೆಲವಾರಕ್ಕೆ ಹೋಗುತ್ತೇವೆ ಎಂಬುದಾಗಿ പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ. എന്തുകൊണ്ട് നാം അവിശ്വസിക്കണം? ಹಾಗೆ ನಾವು ನಂಬುದಾದ್ರೆ എന്തുകൊണ്ട് അവിശ്വസിക്കണം? ಯಾವಾಗಲೂ ನಾವು ನಂಬಬೇಕು. ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ಯಾವಾಗಲೂ ನಾವು ಅಪನಂಬಿಕಸ್ಥರಾಗಬಾರದು. വിശ്വസിച്ചാട്ടെ. ನಂಬಿಕೆಯಿಂದ ಇರಬೇಕು. കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ಕರ್ತನು ಅದನ್ನು ಮಾಡಲು ಹೋಗುತ್ತಾನೆ. യേശുവോട് പറഞ്ഞത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ. ಯೇಸು ಅಲ್ಲಿ ಹೇಳಿದನು, ನಿನಗೆ ಇಷ್ಟ ಬಂದಂತೆ ತೆಗೆದುಕೋ. ഒരു വിഷയം മാത്രമല്ല, ಒಂದು ವಿಷಯ ಮಾತ್ರ നിന്റെ ಅಲ್ಲ, ഇഷ്ടം എന്തൊക്കെയുണ്ടോ ನಿನಗೆ ಇಷ್ಟ ಬಂದಷ್ಟು അതൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ಅದೆಲ್ಲವೂ ಸಂಭವಿಸಲು ಹೋಗುತ್ತದೆ. അതിവിശുദ്ധ വിശ്വാസം. ಅತಿ ಪರಿಶುದ್ಧವಾದ ನಂಬಿಕೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ಈ ಆಗಲ ವೇಳೆ ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. ദൈവത്തോട് നമുക്ക് പറയാം, ದೇವರೊಂದಿಗೆ ನಾವು ಹೇಳೋಣ, ഒരിക്കലും നമ്മുടെ കൃപ വിട്ട് മാറി പോകാതെ, ದೇವರೇ ಯಾವತ್ತಿಗೂ ನಿನ್ನ ಕೃಪೆ ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗದೆ, മറ്റൊന്നിൽ കുടുങ്ങി പോകാതെ, ಬೇರೆ ಯಾವುದರಲ್ಲೂ ನಾನು ಸಿಕ್ಕಿಕೊಳ್ಳದೆ, ശതിക്കപ്പെടാതെ, ನಾನು ಶಪಿಸಲ್ಪಡದೆ, മറ്റൊരു സ്വാധീനിക്കപ്പെടാതെ, ಮತ್ತೆ ಯಾವುದರಲ್ಲೂ ಸ್ವಾತಂತ್ರಿಸಿಕೊಳ್ಳದೆ, വചനത്തെ
വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ, ವಾಕ್ಯದ ಮುಂದೆ ನಾನು ನಿಲ್ಲುವುದಕ್ಕಾಗಿ, കർത്താവിൽ സൂക്ഷിക്കപ്പെട്ടവരായി, ಕರ್ತನಲ್ಲಿ ಕಾಯಲ್ಪಟ್ಟವರಾಗಿ, ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടവരായി, ದೇವರಲ್ಲಿ ദൈവത്തിൽ ಪ್ರೀತಿಸಲ್ಪಟ್ಟವರಾಗಿ, വിളിക്കപ്പെട്ടവരായി, ದೇವರಲ್ಲಿ ഞങ്ങളുടെ ಕರೆಯಲ್ಪಟ್ಟವರಾಗಿ, മുമ്പിൽ വെച്ച ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ದೇವರೇ ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಂತ ಓಟವನ್ನು ಓಟ ಪೂರ್ತಿಗರಿಪಾൻ ಆ ಓಟವನ್ನು ಪೂರ್ತಿಗರಿಸುವುದಕ್ಕೆ ഞങ്ങളെ സഹായിക്കണമേ. ದೇವರೇ ನಮಗೆ ಸಹಾಯ ഞങ്ങളുടെ ಮಾಡು. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ನಮ್ಮ ನಂಬಿಕೆಯನ್ನು ವರ್ಧಿಸು. കരമുയർത്തി പിടിച്ചാണ്, കരമുയർത്തി പിടിച്ചാണ്, ಕರಗಳನ್ನು ಎತ್ತಿ ಹಿಡಿಯೋಣ, കരമുയർത്തി പിടിച്ചാണ്. ಕರಗಳನ್ನು ಎತ್ತಿ ಹಿಡಿಯೋಣ. ലാദാബശാഖബദഗസിയംദദി അൽമാദംശിഖമെനിയംദൽ വൈഡദദികൽക്കബദഗസിയംദദി ലാദാബശാഖബലദബസി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ വേഗത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕೆಂಬುದಾಗಿ ಇರುವುದಾದರೆ ಬೇಗನೆ ಮುಂದೆ ಬನ್ನಿ. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಬೇಗನೆ ಮುಂದೆ ಬಂದ್ರೆ ನಾನು ನಿಮಗಾಗಿ ഒത്തിരി ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. സമയം എടുക്കത്തില്ല, വേഗത്തിൽ പ്രാർത്ഥിക്കും. ಬೇಗ ಸಮಯದಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പോകും. ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲು ಹೋಗುತ್ತದೆ. യെബൂസ് പ്രാർത്ഥിച്ചു, അതിനെ വിസ്താരമാക്കണം. ಯಾಬೇಸನು ಪ್ರಾರ್ಥಿಸಿದ ನನ್ನ ಆದಿರನ್ನು അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണം. ನಿಮ್ಮ ಹಸ್ತವು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. അനർത്ഥം വ്യക്തമായി തീരാതെ സൂക്ഷിക്കണം. ಅನರ್ಥಗಳು ನನಗೆ ಸಂಭವಿಸದಂತೆ ನೀನು ಕಾಪಾಡಬೇಕು. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ಅವನು ನಿರೀಕ್ಷಿಸಿದನ್ನು ದೇವರು ಅವನಿಗೆ ಕೊಟ್ಟನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ നമ്മെ തൊടുകയാണ്. ಕರ್ತನ ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾನೆ. ഈ മീറ്റിംഗ് ഒരു അപ്രതീക്ഷിതമായ മീറ്റിംഗ് അല്ല. ಈ ಮೀಟಿಂಗ್ ಯಾವುದೋ ಒಂದು ಅಪರಿಚಿತವಾದ ಮೀಟಿಂಗ್ ಅಲ್ಲ. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് അപ്രതീക്ഷിതമല്ല. ಇವತ್ತು ನಿಮ್ಮ ಹತ್ರ ಹೇಳಿದ್ದು ಯಾವುದು ಅಪ್ರಯೋಜನವಾದದಲ್ಲ. ദൂതയുടെ കൈമാറിയത് അപ്രതീക്ഷിതമല്ല. ಈ ಒಂದು ಪ್ರವಾದನೆ ಆಲೋಚನೆ ಬಂದದ್ದು ಸುಮ್ಮನೆ ಅಲ್ಲ. ഇത് ദൈവത്തിന്റെ സമയമാണ്. ಇದು ದೇವರ ಸಮಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, നിങ്ങൾ എന്നും അങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിക്കുന്നു. ನೀವು ಯಾವಾಗಲೂ ಹೀಗೆ ಇರುವುದಕ್ಕಾಗಿ ಅಲ್ಲ ದೇವರು ಇಷ್ಟಪಡುವಂತದ್ದು. ഇന്ന് പകൽ നിങ്ങൾ അകത്ത് ഒന്നോ രണ്ടോ വിഷയമായിരിക്കും നിങ്ങൾ അകത്തുള്ളത്. ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಒಂದೋ ಎರಡು ವಿಷಯ ನಿಮ್ಮ ಒಳಗೆ ಇರಬಹುದು. പരിശുദ്ധാത്മ പറയുന്നു, ಆದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನು ആ ಹೇಳ್ತಾ ഒന്ന് ಇದ್ದಾನೆ, രണ്ട് വിഷയം മാത്രമല്ല, ಆ ಒಂದು ಎರಡು ವಿಷಯ ಮಾತ್ರ ಅಲ್ಲ, നിന്റെ സകല ഇഷ്ടങ്ങളും ನಿಮ್ಮ ಸಕಲ ಇಷ್ಟಗಳು കർത്താവ് നിവർത്തികരിക്കപ്പെടാൻ വേണ്ടി ಕರ್ತನು പോകുന്നു. ನಿವರ್ತಿಪಡಿಸಲು ಹೋಗುತ್ತಾನೆ. ಪ್ರಾರ್ಥಿಸಿರಿ. ദൈവം ഇടപെടുന്ന നിമിഷങ്ങളായി മാറട്ടെ. ದೇವರು ಮಾತನಾಡುವ നിമിഷങ്ങളായി മാറട്ടെ. ದೇವರು ಮಾತನಾಡುವ നിമിഷങ്ങളായി മാറട്ടെ. ದೇವರು ಮಾತನಾಡುವ നിമിഷങ്ങളായി മാറട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಮುಟ್ಟುವಂತ ನಿಮಿಷಗಳಾಗಿ നിനക്കൊറ്റ വ്യക്തിക്ക് വേണ്ടി, ನಿಮಗೆ ಒಬ್ಬ ವ್ಯಕ್ತಿಗಾಗಿ അധികാരികളെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ನಿಮ್ಮ ಒಬ್ಬ ವ್ಯಕ್ತಿಗಾಗಿ ಅಧಿಕಾರಿಗಳನ್ನು ಬದಲಾಯಿಸಲು ದೇವರಿಗೆ ಸಾಧ್ಯ. നിയമത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ನಿಯಮವನ್ನು ಮಾರ್ಪಡಿಸಲು ದೇವರಿಗೆ ಸಾಧ್ಯ. ഒറ്റ വ്യക്തിക്ക് വേണ്ടി ಒಂದೇ ಒಂದು ವ್ಯಕ್ತಿಗಾಗಿ ചിലത് മാറ്റാൻ ദൈവത്തിന് പറ്റും. ಕೆಲವೊಂದು ಬದಲಾಯಿಸಲು ನನ್ನ ದೇವರಿಗೆ നിങ്ങൾ മുമ്പിൽ നിയമങ്ങൾ എതിരാണെങ്കിൽ ನಿಮ್ಮ ಮುಂದೆ ಅನೇಕ ನಿಯಮಗಳು ಎದುರಾಗಿ പരിശുദ്ധാത്മ പറയുക, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಾನೆ, നിനക്ക് വേണ്ടി ഇത് മാറ്റാൻ ദൈവത്തിന് പറ്റും. ನಿನಗಾಗಿ ಅದನ್ನು ಬದಲಾಯಿಸಲು ದೇವರಿಗೆ ಸಾಧ್ಯ. നിന്റെ മുമ്പിൽ ഒത്തിരി തടസ്സമുണ്ടായിരിക്കും. ನಿನ್ನ ಮುಂದೆ ಅನೇಕ ತಡೆಗಳು നിങ്ങൾ ചിന്തിക്കുന്നത് പ്രാപിക്കുന്ന അസാധ്യമാണ്. ನೀನು ಯೋಚಿಸುವಂತ ಹೊಂದಿಕೊಳ್ಳಲು അത് പ്രാപിക്കാൻ കഴിയുകയില്ല. ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಲು ഓ, ಸಾಧ್ಯವಿಲ್ಲ. ഒത്തിരി തടസ്സം എന്റെ മുമ്പിലുണ്ട്. ಅನೇಕ ತಡೆಗಳು ನನ್ನ ಮುಂದೆ ಇದೆ. പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ಪ್ರಾರ್ಥಿಸಲು ನನಗೆ ಸಾಧ್ಯವಿಲ್ಲ. ആരാധിക്കാൻ പറ്റുന്നില്ല. ಆರಾಧಿಸಲು ನನಗೆ ഓ, ಸಾಧ್ಯವಿಲ್ಲ. അത് പ്രാപിക്കാൻ എനിക്ക് അസാധ്യമാണ്. ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ ನನಗೆ ಅಸಾಧ್ಯ. ദൈവാത്മ വ്യക്തമായാലോ ഞാൻ പറയുന്നു. ದೇವರಾತ್ಮನು ವ್ಯಕ್ತವಾಗಿ ಆಲೋಚನೆ ಹೇಳ್ತಾನೆ. താഴ്വരയിൽ കുഴികൾ വെട്ടിക്കോ, താഴ്വരയിൽ കുഴികൾ വെട്ടിക്കോ. ಕೆಳಗೆ ಇದ್ದಂತ ಕೊಯ್ಲಿಯನ್ನು മഴ കാണുകയില്ല, ಅದು ಮಳೆ ಕಾಣುವುದಿಲ್ಲ, കാറ്റ് കാണുകയില്ല, ಗಾಳಿ ಕಾಣುವುದಿಲ್ಲ. കുഴികൾ വെള്ളം കൊണ്ട് നിറയപ്പെടാൻ പോവുക. ಆದ್ರೆ ಕೊಯ್ಲಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬೆಳೆಯುತ್ತದೆ. ദൈവാത്മാവ് ശക്തമായി നിങ്ങൾ തൊടുക. ದೇವರಾತ್ಮನು ಶಕ್ತವಾಗಿ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. വിശ്വാസം വർദ്ധിക്കാൻ പോവുക. ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲು സൗഖ്യം നടക്കുന്നു, ಸೌಖ್ಯ ನಡೆಯುತ್ತದೆ, അത്ഭുതം സംഭവിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകും. ಈ ಆಗಲ ವೇಳೆ ನಂಬಲಿಕ್ಕೆ ഈ ತಯಾರಾಗಿದ್ದೀರಾ? പ്രാർത്ഥന കഴിഞ്ഞ് ಈ ಪ್ರಾರ್ಥನೆ ಮುಗಿದು നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ನೀವು ಮನೆಗೆ ಹೋಗುವಾಗ ഒരു അത്ഭുതം നിങ്ങളെ കൂട്ടിമുട്ടാൻ പോവുക. ಒಂದು ಅದ್ಭುತ ನಿಮ್ಮ ಕುಟುಂಬವನ್ನು ಮುಟ್ಟುತ್ತದೆ. ഒരു അത്ഭുതം നിങ്ങൾ കൂട്ടിമുട്ടാൻ പോവുക. ಒಂದು ಅದ್ಭುತ ನಿಮ್ಮನ್ನು ഒരു അത്ഭുതത്തിന്റെ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുക. ಅದ್ಭುತದ ವಾರ್ತೆಯನ್ನು ഒരു ಕೇಳಲು, നല്ല വാർത്ത നിങ്ങൾ കേൾക്കാൻ വേണ്ടി ಒಳ್ಳೆ പോവുക. ವಾರ್ತೆಯನ್ನು ಕೇಳಲು ಹೋಗುತ್ತೀರಿ. ഒരു അത്ഭുതം നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ಒಂದು ಅದ್ಭುತವು ನಿಮಗಾಗಿ ಕಾಯ್ತಾ ಇದೆ. വംശമന വൈഡനദികൾക്ക് ടച്ച്. ಶಗನ ದೊರೆಗಡಗಡಗ ಶಾಂದರಾದರೆ ಕಲ್ಪನಾಸಿಯಾಂದನಾದರೆ ದೊರೆಗಡಬಲಬೇ ರಹಸ್ಯಾಂದನಾದರೆ ಕಾಲರ ಮಾನದರ ಕರ್ತನೆ ಮುಟ್ಟು വംശമന വൈഡനദികൾക്ക് പതകസിയ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬರುತ್ತಾ ಇದೆ. ആത്മാവിൽ കാണുന്നു. ನಾನು ಆತ್ಮದಿಂದ ചില ನೋಡ್ತಾ ಇದ್ದೇನೆ. പർവ്വതങ്ങൾ സമഭൂമിയാവുകയാണ്. പർവ്വതങ്ങൾ സമഭൂമിയാവുക. ಕೆಲವು ಪರ್ವತಗಳು ചില ಸಮಭೂಮಿಯಾಗುತ್ತವೆ. തടസ്സങ്ങൾ മുമ്പിൽ മാറിപ്പോവുക. ಕೆಲವು ತಡೆಗಳಿಂದ ಮುಂದೆ ಮಾರಿ ಹೋಗ್ತದೆ. ഇന്നൊരു പ്രാപിക്കാത്ത ആത്മശക്തി ಇದುವರೆಗೂ ಹೊಂದಿಕೊಳ್ಳದ ಆತ್ಮಶಕ್ತಿ ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുക. ಈಗಲೇ ಅದು ಇಳಿದು ಬರ್ತಾ ಇದೆ. വംശമന വൈഡനദികൾക്ക് പതകസി. ആസ്തന വൈഡനദികൾക്ക് പതകസി. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കഥ തൊടുന്നു, കഥ ಕರ್ತನೆ തൊടുന്നു. ಮುಟ್ತಾ ಇದ್ದಾನೆ. ശബലഗമനിയ
വിശ്വാസം വർദ്ധിക്കുകയാണ്. ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗುತ್ತಾ ಇದೆ. കർത്താവിന്റെ കരം നമ്മൾ തൊടുകയാണ്. ಕರ್ತನ ಕರವು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ഒന്നോ രണ്ടോ വിഷയമല്ല, ಒಂದು ಎರಡು ವಿಷಯ ಅಲ್ಲ, നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയത്തിൽ, ನೀವು ಅನುಭವಿಸುವ ಸಕಲ ವಿಷಯದ ಮೇಲೆ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല വിഷയത്തിൽ, ನೀವು ಆಸೆ ಪಡುವಂತ ಸಕಲ ವಿಷಯದ ಮೇಲೆ കർത്താവിന്റെ കരം ചലിക്കുന്നത് ദൈവാത്മാവല്ലോ പറയും. ಕರ್ತನ ಕರವು ಚಲಿಸದೆ ದೇವರ ഇപ്പോൾ ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ಈಗಲೇ ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಾ ಇದೆ. എതിരായി നിൽക്കുന്ന പല അനുകൂലമായി മാറാൻ പോവുകയാണ്. ವಿರುದ್ಧವಾಗಿ ನಿಂತಿರುವಂತ ಕೆಲವು ಅನುಕೂಲವಾಗಿ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിൽ ഉണ്ടായിരിക്കും. ಅನೇಕ ತಡೆಗಳು ನಿನ್ನ ಮುಂದೆ ಇದೆ. പക്ഷെ നമ്മൾ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ದೇವರಿಗೆ ಅಸಾಧ್ಯವಾದ ಒಂದು ಕಾರ್ಯವಿಲ್ಲ. നിങ്ങൾ തൊടുന്നു, നിങ്ങൾ തൊടുന്നു. ಕರ್ತನು ನಿಮ್ಮನ್ನು ಮುಟ್ತಾ ಇದ್ದಾನೆ. ഞാൻ കാണുന്നു ദൈവശക്തി നമ്മൾ തൊടുകയാണ്. ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ ದೇವರ ಶಕ್ತಿ ಮುಟ್ತಾ ಇದೆ. മറിയ ചോദിച്ചു എങ്ങനെ സംഭവിക്കും? ನೀವು ಕೇಳಿದಿರಾ? മറിയಳು ಕೇಳಿದಳು ಹೇಗೆ ಸಂಭವಿಸುತ್ತದೆ? ദൂതൻ മറുപടി പറഞ്ഞു. ದೂತನು ಉತ್ತರ ಹೇಳಿದನು, പരിശുദ്ധാത്മന്റെ മേൽ വരും, ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಬರುತ್ತಾನೆ, ശക്തി നിന്റെ മേൽ നിഴലിടും. ಶಕ್ತಿ ನೆರಳು ನಿನ್ನ ಮೇಲೆ ദൈവത്തിന്റെ കാര്യം അസാധ്യമല്ല. ದೇವರಿಗೆ ಯಾವ ಕಾರ್ಯ ಅಸಾಧ್ಯವಿಲ್ಲ. ഇന്ന് പകൽ നിനക്കൊരു അത്ഭുതം സംഭവിക്കാൻ ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ನಿನಗಾಗಿ ಅದ್ಭುತ ಸಂಭವಿಸುತ್ತದೆ. നീ തിരിച്ച് നിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, ನೀನು ತಿರುಗಿ ಮನೆಗೆ ಹೋಗುವಾಗ നീ ചില അത്ഭുതം കാണാൻ വേണ്ടി പോകുക, ನೀನು ಕೆಲವು ಅದ್ಭುತಗಳನ್ನು ಕಾಣಲು അത്ഭുതമായി കൂട്ടിമുട്ടാൻ വേണ്ടി പോകുക. ಅದ್ಭುತಗಳನ್ನು ಒಟ್ಟು ಮಾಡಲು ಹೋಗುತ್ತೀಯ. തിരമാല പോലെ ഉയരുന്ന പ്രതികൂലങ്ങൾ, ತೀರ್ಮಾನಗಳಿಗೆ ವಿರುದ್ಧವಾಗಿರುವಂತಹ ഇന്ന് പകൽ ആ പ്രതികൂലങ്ങൾ ശാസിക്കുകയാണ്. ಈ ಆಗಲ ವೇಳೆ ಆ ಪ್ರತಿಕೂಲಗಳು ನೀಗಿ ಹೋಗುತ್ತವೆ. പ്രതികൂലങ്ങൾ അടങ്ങാൻ വേണ്ടി പോകുക. ಆ ಪ್ರತಿಕೂಲ ನಡುಗಲು നീ ಹೋಗುತ್ತದೆ. അതിന് മുകളിൽ നടക്കാൻ വേണ്ടി പോകുക. ಅದರ ಮೇಲೆ ಕಾಲಿಡಲು ಹೋಗುತ್ತೀಯ. ಹೊಂದಿಕೋ. ഒരു കാറ്റ് വീശിയടിക്കുന്ന പോലെ, ಗಾಳಿ ಬೀಸುವ ರೀತಿ ഒരു സാന്നിധ്യം വീശിയടിക്കുന്നു. ಒಂದು ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮೇಲೆ ಇಳಿದು അതിന് വിശാലമാകാൻ പോകുക. അതിന് ವಿಶಾಲವಾಗಲು യെസ് 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 ಈಗಲೇ ശാഖവലതമസേ ടച്ച് പവലോ പ്രാവശ്യം ಹೊಂದಿಕೊಳ್ಳಿ. ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. ಕಟ್ಟುಗಳು ಒಡೆಯಲ್ಪಡ್ತಾ ಇದೆ. റാംശക്കമെനി ലോയകമതകംതದೆ ആർത്തന വൈഡത അധികൽക്കമതകംതದೆ അഴിയുന്നത് പകൽ ചില വഴിമാറി പോയ ಕೆಲವು ದಾರಿ ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೆ. ചില നുഖങ്ങൾ തകർന്നു മാറുകയാണ്. ಕೆಲವು ನೊಗಗಳು ಬಿದ್ದು ಹೋಗುತ್ತಾ ಇದೆ. പൊട്ടിമാറിയെന്ന് പകൽ ಅದು ಒಡೆದು ಹೋಗುತ್ತಾ ಇದೆ. ശാഖമതകംതದೆ അർത്ഥന ആവശ്യത്തിയ ലോർഡ് മൈറ്റി അനോയിന്റിംഗ്. ഒത്തിരി വേദനയോടെ പറഞ്ഞ് വന്നത്, ಅನೇಕ ವೇದನೆಯೊಂದಿಗೆ ಬಂದಿದ್ದೀರಾ? ഒത്തിരി വേദനയോടെ വന്നത്, ಅನೇಕ ವೇದನೆಯೊಂದಿಗೆ ಬಂದಿದ್ದೀರಿ. വാഭാഷി പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ಆದ್ರೆ ಹೊರಗೆ ನೀವು ನಗ್ತಾ ಇದ್ದರು, നിന്നുള്ളിൽ ഒത്തിരി വേദന അകത്തു. ನಿಮ್ಮ ಒಳಗೆ ಅನೇಕ ವೇದನೆಗಳುಂಟು. പലപ്പോഴും കരയാൻ നീ ആഗ്രഹിക്കുന്നു ദൈവസന്നിധി. ಅನೇಕ ವೇಳೆ ಅಳಲು ಆಸೆ ಪಡುತ್ತೀರಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ. കരയാൻ പോലും പലപ്പോഴും ബലം കിട്ടുന്നില്ല. ಆದ್ರೆ ಅಳಲು ಕೂಡ ಬಲ ಸಿಗ್ತಾ ಇಲ್ಲ. എന്നോട് സംസാരിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചു. ನನ್ನೊಂದಿಗೆ ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆ. പരിശുദ്ധാത്മ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, അവൻ നിന്നെ കൈവിടുകയില്ല. ಆತನು ನಿನ್ನನ್ನು ಕೈ ಬಿಡುವುದಿಲ್ಲ. തിരമാല പോലെ പ്രശ്നം വരാം, ಅಲೆಗಳು ಅನೇಕ ಬರಬಹುದು, പക്ഷെ അതിനെ മുക്കിക്കളയത്തില്ല. ಆದ್ರೆ ಅದು ನಿನ್ನನ್ನು ಮುಳುಗಿಸುವುದಿಲ್ಲ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ നീ ಇದ್ದೇನೆ. ഭയപ്പെടേണ്ട, ನೀನು ಭಯಪಡಬೇಡ, നീ ഭ്രമിച്ചു നോക്കണ്ട, ನೀನು ಹಿಂದೆ ನೋಡಬೇಡ. കഥാ കാണിക്കുന്നത് ദൈവശക്തി മേൽ വീഴുക, ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ഒരു തേജസ് നിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ತೇಜಸ್ಸು ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ദൈവാത്മ കൽപ്പിക്കുക. ನಿಮ್ಮ ಅವಸ್ಥೆಗೊಂದು ಬದಲಾವಣೆ ದೇವರು ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ഒത്തിരി നിന്ന നീ അനുഭവിക്കുന്നുണ്ട്, ಅನೇಕ ನಿಂದನೆಗಳು ನೀವು ഒത്തിരി ಅನುಭವಿಸುತ್ತೀರಿ, ചോദ്യചിഹ്നങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ಅನೇಕ ಪ್ರಶ್ನೆ ಕೇಳಿದವರು ನಿಮ್ಮ ಮುಂದೆ ಇದ್ದಾರೆ. പ്രാർത്ഥിക്കാൻ പോയി ആരാധനക്കാര്യം പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ആരാധിക്കാൻ പോകുന്നുണ്ട്. ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಹೋಗ್ತೀರಿ, ಆರಾಧನೆಗೆ ಹೋಗ್ತೀರಿ, ഒത്തിരി ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ, ಅನೇಕ ಪ್ರಶ್ನೆಗಳು ನಿಮ್ಮ ಮುಂದೆ ಇದೆ. ശാഖാബാധകസിയ എന്നാൽ ഇന്ന് പകല ചോദ്യങ്ങൾക്ക് മറുപടി തരുക. ಆದ್ರೆ ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಪ್ರಶ್ನೆಗಳಿಗೆ ಉತ್ತರ ಕೊಡುವುದಕ್ಕೆ കഥാ ശക്തനാണെന്ന് ദൈവാത്മാവലോനെ പറഞ്ഞു. ಕರ್ತನು ಶಕ್ತನೆಂಬುದಾಗಿ ದೇವರಾತ್ಮನನ್ನು ദൈവത്തിന് അസാധ്യം ഒരു കാര്യവുമില്ല. ದೇವರಿಗೆ ಅಸಾಧ್ಯವಾದ ಒಂದು ಕಾರ್ಯವಿಲ್ಲ. ചില നിയമങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ಕೆಲವು ನಿಯಮಗಳು ನಿನ್ನ ಮುಂದೆ ನಿಲ್ಲುವಾಗ, എതിരെ നിൽക്കുമ്പോൾ, ವಿರುದ್ಧವಾಗಿ ചില വ്യക്തികൾ നിന്റെ മുമ്പിൽ എതിരാ നിൽക്കുമ്പോൾ, ಕೆಲವು ವ್ಯಕ್ತಿಗಳು ನಿನ್ನ ಮುಂದೆ ನಿಲ್ಲುವಾಗ പരിശുദ്ധാത്മ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. യോശുവയുടെ കർത്താവ് പറഞ്ഞു, ಯೋಶುವನಿಗೆ ಕರ್ತನು നിന്റെ ಹೇಳಿದನು, ജീവകാലത്ത് ನಿನ್ನ ಜೀವಿತ ಕಾಲದಲ್ಲಿ ഒരിക്കലും മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ಒಬ್ಬನು ನಿನ್ನ ಮುಂದೆ ನಿಲ್ಲುವುದಿಲ್ಲ. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ನೀನು ಧೈರ್ಯವುಳ್ಳವನಾಗಿರು. ഇന്ന് പകൽ ദൈവാത്മാവിടപെടുന്നു. ದೇವರಾತ್ಮನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു, ಒಂದು ದಿನವೂ ನಡೆಯಲು ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞു, ನಡೆಯುವುದಿಲ್ಲ ചില വിഷയಗಳ മേൽ ಕೆಲ ವಿಷಯಗಳ ಮೇಲೆ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ದೇವರ പോവുകയാണ്. ಕಾರ್ಯಗಳು ಹೊರಪಟ್ಟು കഥ മഞ്ഞുമഴയാക്കുകയെന്ന് പറഞ്ഞു. ಕರ್ತನು ಮಂಜೆ ಮಳೆ സൗഖ്യം വെളിപ്പെടുന്നു, ಸೌಖ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ, വിടുതൽ സംഭവിക്കുന്നു. ಬಿಡುಗಡೆ നിന്റെ ಸಂಭವಿಸುತ್ತದೆ. മുറിവിനെ കഥ കെട്ടുകയെന്ന് പകൽ, ಗಾಯಗಳನ್ನು ಕಟ್ಟುತ್ತಾನೆ, നിന്റെ മുറിവിനെ കഥ കെട്ടുകയെന്ന് പകൽ ಗಾಯಗಳನ್ನು ಕಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. മനുഷ്യരല്ല സാധ്യമാണ്, ಮನುಷ್ಯರಿಗೆ ಅಸಾಧ್ಯ, പക്ഷെ ദൈവത്തിന് സാധ്യം. ಆದ್ರೆ ದೇವರಿಗೆ ಸಾಧ್ಯ. ആ വിഷയത്തെ കഥ തൊട്ട് കഴിഞ്ഞു. ಆ ವಿಷಯಗಳನ್ನು ಕರ್ತನು ಮುಟ್ಟಿ ഇനി ಆಯ್ತು. നീ ഭാരപ്പെടേണ്ട. ಇನ್ನು ನೀನು ಭಾರಪಡಬೇಡ. കർത്താവ് പറഞ്ഞു, ഇനി നീ കരയണ്ട. ಕರ್ತನು ಹೇಳ್ತಾನೆ, ಇನ್ನು ನೀನು ಅಳಬೇಡ. ദൈവം നിന്നോട് പറഞ്ഞു, ഇനി നീ കരയണ്ട. ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಇನ್ನು ನೀನು ಅಳಬೇಡ. ഇനി നീ തകരണ്ട. ಇನ್ನು ನೀನು ಬೀಳ್ಬೇಡ. ദൈവവിഷയത്തെ തൊടുകയാണ്. ದೇವರು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾನೆ. കബലദാബശേ
ശരിയാണോ? ഇന്ന് പകൽ കഥ ഞാൻ കാണുന്നു. ಈ ಆಗಲ ವೇಳೆ ಕರ್ತನು ನಮ್ಮನ್ನು ನೋಡ್ತಾನೆ. മനുഷ്യരുടെ ഉള്ളത്തെ കാണുന്നില്ല, ಮನುಷ್ಯರು ಒಳಗಿನ ತೋರಿಕೆ പക്ഷെ ನೋಡುವುದಿಲ್ಲ, കഥന്റെ അകത്ത് കാണും. ಆದ್ರೆ ಕರ್ತನು ಒಳಗೆ ನೋಡ್ತಾನೆ. ജീവിതത്തിൽ പലപ്പോഴും നീ ഭയപ്പെടുന്നുണ്ട്. ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಸಾರಿ ಭಯಪಡುತ್ತೀರಿ. എങ്ങനെ മുന്നോട്ട് പോകുന്ന ಹೇಗೆ ಮುಂದೆ ಹೋಗುವುದೆಂಬುದಾಗಿ നിന്റെ ഭാവി എന്താണെന്ന് നിനക്കറിയില്ല. ನನ್ನ ಭವಿಷ್ಯ ಏನೆಂಬುದಾಗಿ പക്ഷെ ಗೊತ್ತಿಲ್ಲ. കർത്താവിനോട് പറയുന്നു, ಆದ್ರೆ ಕರ್ತನು ಹೇಳುತ್ತಾ അവൻ ಇದ್ದಾನೆ, നിന്റെ കരം പിടിച്ച് നടത്താൻ ശക്തൻ. ಅವನು ನಿನ್ನ ಕರವನ್ನು ಹಿಡಿದು ನಡೆಸಲು ഇന്ന് മുതൽ ಇವತ್ತಿನಿಂದ ഒത്തിരി വ്യത്യാസം നീ കാണാൻ പോകും. ಒಂದು ವ್ಯತ್ಯಾಸವನ್ನು ನೀವು ಕಾಣಲು, ഒത്തിരി അത്ഭുതം നീ കാണാൻ പോകും. ಅನೇಕ ಅದ್ಭುತಗಳನ್ನು ಕಾಣಲು ಹೋಗ್ತೀರಿ. പല തകർച്ചകൾ നീ കണ്ടു, ಅನೇಕ ಬೀಳುವಿಕೆಯನ್ನು ನೋಡಿದಿರಿ. ഇനി തകർച്ച നീ കാണത്തില്ല, ಇನ್ನು ಬೀಳುವಿಕೆಯನ್ನು ನೋಡುವುದಿಲ್ಲ, അനുഗ്രഹത്തെ കാണാൻ പോകും. ಅದು ಒಳ್ಳೆಯದನ್ನು ಕಾಣಲಿಕ್ಕೆ ಹೋಗ್ತೀರಿ. ഇന്ന് പകൽ പരിശുദ്ധാത്മയോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ಮಾತನಾಡುತ್ತಾ ಇದ್ದಾನೆ. എനിക്കത് കർത്താവ് നമ്മെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ನನಗೆ ಗೊತ್ತು ಕರ್ತನು ನಮ್ಮನ್ನು ಮುಟ್ತಾ ಇದ್ದಾನೆ. ആരും നമ്മെ കാണുന്നില്ലെങ്കിലും ಯಾರು ನಮ್ಮನ್ನು ನೋಡದಿದ್ದರು കർത്താവ് ഇന്ന് പകൽ നമ്മെ കാണുന്നു. ಕರ್ತನು ಈ ಆಗಲ ವೇಳೆ ನಮ್ಮನ್ನು ನೋಡ್ತಾ ಇದ್ದಾನೆ. വംശമന ഓൽക്കോദഗസി കൽകബദഗസി. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ಅನೇಕ ಪ್ರಾರ್ಥಿಸಿ പലപ്പോഴും ಅನೇಕ ಸಾರಿ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ನಂಬಿಸ್ತೀರಿ, ಮತ್ತೆ ಅದನ್ನು ಬಿಡ್ತೀರಿ. എന്തോ കാരണത്താൽ ಏನು ಕಾರಣ ಎಂಬುದಾಗಿ അടുത്തെത്തുമ്പോൾ അത് മാറിപ്പോകുന്നു, ಹತ್ತಿರ ಇರುವವರು ನೀಗಿ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ, അടഞ്ഞു പോകുന്നു. ಅದು ಮುಚ್ಚಲ್ಪಡುತ್ತದೆ. അതാ വളരെ കുറ്റപ്പെടുത്തുകയാണ്. ಅನೇಕರು ನಿಂದಿಸುತ್ತಾರೆ, വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, ಪರಿಶುದ್ಧತೆ ಇಲ್ಲದ ನಿಮಿತ್ತವಾಗಿ, കുറവുള്ളത് കൊണ്ടാണ്, ಕೊರತೆ ಇರುವ ನಿಮಿತ್ತವಾಗಿ, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ಪ್ರಾರ್ಥಿಸದೆ ಇರುವ ദൈവം ನಿಮಿತ್ತವಾಗಿ. നിങ്ങളോട് പറയുന്നു, ಆದ್ರೆ ದೇವರು ನಿಮ್ಮೊಂದಿಗೆ അല്ല ಹೇಳ್ತಾನೆ, അല്ല, ಅದು ಅಲ್ಲ, നിന്റെ കണ്ണിന് ദൈവം കാണുന്നു. ನಿನ್ನ ಕಣ್ಣ ನೀರನ್ನು ദൈവത്തിന് സമയമുണ്ട്, ದೇವರಿಗೊಂದು ಸಮಯ ಇದೆ, ആ സമയം വന്നുകൊണ്ടിരിക്കുക. ಆ ಸಮಯ ಬರ್ತಾ ಇದೆ. വംശമന ഇനി നിന്ദയ്ക്കപ്പെടേണ്ട സമയമല്ല, ಇನ್ನು ನಿಂದೆ ಕೇಳುವಂತ ಸಮಯ ಅಲ್ಲ. ഇനി നീ മാനിക്കപ്പെടേണ്ട സമയം, ಇನ್ನು ನೀನು ಮಾನಿಸಲ್ಪಡುವಂತ ഇനി നീ ಸಮಯ, ഉയർച്ച പ്രാപിക്കേണ്ട സമയം. ಇನ್ನು ನೀನು ಉನ್ನತಿ ಹೊಂದುವ ಸಮಯ. കരമുയർത്തുക. ಕರಗಳನ್ನು യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ഞാൻ ನಾಮದಲ್ಲಿ ഇതിൽക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ನಾನು ನಿಮಗಾಗಿ കർത്താവ് ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ മಕ್ಕಳಿಗಾಗಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ അങ്ങയുടെ ನಾಮದಲ್ಲಿ കരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. ನಿಮ್ಮ ಕರವು ಈ ಮಕ್ಕಳ ഇവരെല്ലാം ಮೇಲೆ അനുഗ്രഹിക്കപ്പെടട്ടെ. ಇವರನ್ನು ദൈവത്താൽ. ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ഇവർ ನಾಮದಲ್ಲಿ അനുഗ്രഹിക്കപ്പെടട്ടെ. ಇವರು ദൈവത്തിന്റെ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. അനുഗ്രഹം മേൽ വരട്ടെ. ದೇವರ ಆಶೀರ್ವಾದ ಇವರ ಮೇಲೆ കർത്താവ് ಬರಲಿ. ഇവർക്ക് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ಕರ್ತನೇ ಇವರು ದೇವರಿಂದ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. ഇവരുടെ ഭാവി ಇವರ അനുഗ്രഹിക്കപ്പെടട്ടെ. ಭವಿಷ್ಯ ഇവരുടെ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ವಿದ್ಯಾಭ್ಯಾಸ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ನಾಮದಲ್ಲಿ ഇവർ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ದೇವರಿಂದ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. ഷാദാബ ഹൽകബദഗസിയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ അനുഗ്രഹിച്ച് ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. വിശ്വാസം വർദ്ധിക്കട്ടെ. ನಂಬಿಕೆ ವೃದ್ಧಿಯಾಗಲಿ. വിശ്വാസം വർദ്ധിക്കട്ടെ. ನಂಬಿಕೆ അവരുടെ ವೃದ್ಧಿಯಾಗಲಿ. കരം തൊടട്ടെന്ന് പകൽ. ಅಪ್ಪ ನಿಮ್ಮ ಕರವು ಮುಟ್ಟಲಿ. വംശ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ದೇವರ പറയുന്നു. ಆತ್ಮನು ಶಕ್ತವಾಗಿ ಹೇಳುತ್ತಾ ചില ಇದ್ದಾನೆ. തകർച്ചകൾ മാറാൻ പോവുകയാണ്, ಕೆಲವು ಬೀಳುವಿಕೆಗಳು ನೀಗಿ ചില ಹೋಗುತ್ತವೆ. വേദനകൾ മാറാൻ ಕೆಲವು പോവുകയാണ്. ವೇದನೆಗಳು ನೀಗಿ ಹೋಗುತ್ತಾ ಇದೆ. വംശമന വൈഡൽകബദഗസിയ. വിശ്വാസത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ನಂಬಿದ್ರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣುತ್ತೀವಿ. പരിശുദ്ധാത്മാലോചന പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಆಲೋಚನೆ തകർന്ന് ಕೊಡ್ತಾ ಇದೆ. കിടക്കുന്ന ചിലതിനെ ಬೀಳುವಿಕೆ ಆದ പണിതെടുക്കുന്നത് പോലെ ಕಟ್ಟುವ ರೀತಿಯಲ್ಲಿ കർത്താവ് നിന്നെ ಕರ್ತನು പണിതെടുക്കുമെന്ന് ನಿನ್ನನ್ನು ಕಟ್ಟುತ್ತಾನೆ. ആത്മാലോചന പറയുന്നു. ಆತ್ಮನು ಆಲೋಚನೆ ಕೊಡ್ತಾ കർത്താവ് ಇದ್ದಾನೆ. നിന്നെ തൊടുകയെന്ന് പകൽ. ಕರ್ತನು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾನೆ ಅಂತ യേശുവിൻ നാമത്തിൽ ಹೇಳ್ತಾನೆ. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಈ ಮಕ್ಕಳನ್ನು ಆಶ್ರಯಿಸಿ ഞങ്ങൾ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. എല്ലാവരും തൊട്ട കൃപയ്ക്ക് നന്ദി. ಕರ್ತನು ನೀನು ಎಲ್ಲರನ್ನು ಮುಟ್ಟಿದಕ್ಕಾಗಿ ഞങ്ങൾ ಸ್ತೋತ್ರ. സംസാരിച്ച കൃപയ്ക്ക് നന്ദി. ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. വളരെ സന്തോഷത്തോടെ, ಬಹಳ ಸಂತೋಷದೊಂದಿಗೆ, ഫലത്തോടെ, ಬಲದೊಂದಿಗೆ, നിറവോടെ ಅಪ್ಪ ತುಂಬಿದವರಾಗಿ, അങ്ങ് ഞങ്ങൾ അയക്കുന്ന കൃപയ്ക്ക് ಅಪ್ಪ നന്ദി. ನೀವು ತುಂಬಿಸಿ ഞങ്ങൾ ಕಳಿಸಿದಕ್ಕಾಗಿ അങ്ങേക്ക് ಸ್ತೋತ್ರ. നന്ദി പറയുന്നു. ಅಪ್ಪ ನಿಮಗೆ ಸ್ತೋತ್ರ ಹೇಳ್ತೇವೆ. യേശുവിൻ നാമത്തിൽ ಯೇಸು തന്നെ. ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ತಂದೆ. ആമേൻ. ಆಮೇನ್. ആമേൻ. ಆಮೇನ್. കരമെത്തി നല്ല ഹല്ലേലൂയ. ಕರಗಳನ್ನೆತ್ತಿ ಒಳ್ಳೆ ಹಾಲೆಲೂಯ. ശക്തിയോടെ ഹല്ലേലൂയ. ಶಕ್ತಿಯೊಂದಿಗೆ ಹಾಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ.